കേരളത്തിലെ തന്നെ ബെസ്റ്റ് ടെക് ടീം ഒരു റൂമിൽ വന്നാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. എൻ്റെ കൂടെ ജീറഗിൻ്റെ CEO ആയിട്ടുള്ള ഷാരോൺ ജി ക്രൂവിനൊക്കെ ഒന്ന് പരിചയപ്പെടുത്താവോ? ഹലോ ഗൈസ്, ഇതാണ് എൻ്റെ ക്രൂ. ഓക്കെ, ഫസ്റ്റ്ലി എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് ബോയ്സിന് പറയാം, ഇത് ജീറക്സിൻ്റെ സീനിയർ ടെക്നീഷ്യൻ ആരൺ ബോബി ഹലോ പറയൂ. പിന്നെ ഇത് ജീറക്സിൻ്റെയും പിന്നെ ഫ്രീലാൻസ് ആയിട്ടും ഉള്ള വീഡിയോ എഡിറ്റിംഗ് സിംഹം അലൻ. പിന്നെ ഞാൻ എം ഷാരൺ സുബൈർ, ഞാൻ ജീറക്സിൻ്റെ ഓണറാണ് ആൻഡ് ഒരു ടെക് എന്തൂസിയാസ്റ്റ് ആണ്, ഒരു ടെക് ബ്രോ ആണ്. സോ ഇതാണ് ഇന്ന് ബ്രോ ഒരു പോഡ്കാസ്റ്റ് ആണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് ടെക്കിനെ പറ്റിയും കുറച്ച് AI പറ്റിയും പിന്നെ എന്തൊക്കെ നമുക്ക് തോന്നുന്നു അതിനെപ്പറ്റി സംസാരിക്കാനുള്ള ഒരു എപ്പിസോഡാണിത്. സോ ഇത് എൻ്റെ ക്രൂ ശ്രീഹരി. ആക്ച്വലി ഞാൻ തൊട്ട് മുമ്പുള്ള പോഡ്കാസ്റ്റിലെ എനർജീസിനെ പറ്റിയാണ് ഞങ്ങൾ സംസാരിച്ചത്. അപ്പോൾ അതിൽ ഞങ്ങൾ വളരെ പ്രോമിനൻ്റ് ആയിട്ട് നിന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ 5 പേര് ഇരിക്കുകയാണ്, 5 പേരുടെയും എനർജീസ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ആവുകയാണ്. നല്ലതുകൊണ്ട് ചീത്തയുണ്ടായില്ലേ. ഇപ്പോൾ ഒരു സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന എന്തെങ്കിലും ഒരു ഗാഡ്ജറ്റ് നമ്മൾ ആക്ച്വലി വേറൊരാളുടെ എനർജി നമ്മൾ ഉൾക്കൊള്ളുകയാണ്. ഇപ്പം ഇതേ സമയത്ത് ഒരു 30 മിനിറ്റ്സ് തന്നെ ചിലപ്പോൾ ഒരാൾ ഒരു 40-50 റീലിരുന്ന് കാണും. അപ്പം നമ്മൾ അത്രയും എനർജി നമ്മൾ അബ്സോർബ് ചെയ്യുകയാണ്. നമ്മുടെ ഒരു ഹ്യൂമൻ പൊട്ടൻഷ്യൽ അത് കേപ്പബിൾ ആണോ, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ഒരു സ്മാർട്ട് ഫോൺ അഡിക്ഷനെ പറ്റി നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റും? സ്മാർട്ട് ഫോൺ ബ്രോ, എൻ്റെ ഒരു കോൺസെപ്റ്റിൽ അത് എനർജി ആണോ അതോ അതൊരു മൈൻഡ് സെറ്റ് ആണോ ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ. പക്ഷേ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമും യൂട്യൂബിനും എല്ലാം നമ്മൾ കണ്ടന്റ് കൺസ്യൂം ചെയ്യുന്ന മെഷീനായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഒരു സൈഡിൽ അവരുടെ കൺസ്യൂമേഴ്സ് റീൽ കാണുന്നവർ കണ്ടന്റ് കൺസ്യൂം ചെയ്യുന്ന മെഷീനും റീൽസ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ക്രിയേറ്റേഴ്സ് ആണെങ്കിൽ നമ്മൾ കണ്ടന്റ് ഉണ്ടാക്കുന്ന ഒരു മെഷീനെ പോലെ അവർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ അൽഗോ സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ ഒരു സൈഡിൽ നിന്ന് നമ്മൾ കണ്ടന്റ് തന്നെ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കണം, മറ്റേ സൈഡിൽ നിന്ന് ആൾക്കാർ കണ്ടന്റ് കണ്ടുകൊണ്ടിരിക്കണം. അപ്പോൾ എനിക്ക് തോന്നിയത് ഇതിൻ്റെ ഇത് കുറച്ച് ഡീപ്പായിട്ട് നമ്മളിവിടെ പോകേണ്ടി വരും. പക്ഷേ എന്നാലും അൽഗോറിതം ട്യൂൺ ചെയ്തേക്കുന്നത് എപ്പോഴും നമ്മുടെ അറ്റൻഷനെ മാക്സിമം പിടിച്ചെടുത്താനാണ്. അതായത് നമ്മളെ ആപ്പ് ലീവ് ചെയ്ത് അത് കണ്ടുകൊണ്ടിരിക്കണം. ഇത് കണ്ടാലേ അവർക്ക് കൂടുതൽ ആഡ്സ് കാണിക്കാൻ പറ്റത്തുള്ളൂ. നമ്മളിൽ ഒരു ഇമോഷൻ ഉണ്ടാക്കിയാലേ നമ്മൾ റീട്വീറ്റും അല്ലെങ്കിൽ നമ്മൾ എൻഗേജ് ചെയ്യത്തുള്ളൂ. അതുമായിട്ട് നമ്മൾക്കത് കാണുമ്പോൾ ഒരു ഫീലിംഗ് വന്നാലേ നമ്മൾ അവർക്ക് ഷെയർ ചെയ്യത്തുള്ളൂ. സോ ബേസിക്കലി ഇന്നവേ നമ്മളെ ട്രിഗർ ചെയ്യാനോ അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നതിനേക്കാളും കൂടുതൽ എനിക്ക് നമ്മളിൽ നിന്നൊരു ഇമോഷൻ പുറത്തു കൊണ്ടുവരാനാണ് അൽഗോരിതം എല്ലാം നോക്കുന്നത്. സോ ഹ്യൂമൻ ബ്രെയിൻ അത് റെഡിയാണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കൊച്ചു പിള്ളേരോട്ട് എല്ലാവരും റീല് കണ്ട് ആ ഒരു എൻവയൺമെൻറ്റിലാണ് വളർന്നു വരുന്നത്. സോ നമ്മൾ റെഡിയാണ്. പക്ഷേ അത് നമ്മളെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്. ആൾക്കാരുടെ ഒപ്പീനിയൻസ് ഫോം ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ലെറ്റ്സ് ഒരു ഓരോ എഴുതുന്നത് വെച്ചോ, പണ്ട് നമുക്ക് ഒത്തിരി പണ്ടായിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് കുറച്ച് ക്രെഡിബിൾ ന്യൂസേഴ്സ് ഉണ്ടായിരുന്നു, ഇത് ഇങ്ങനെയാണ് കാര്യങ്ങൾ സത്യമായിട്ട് പറഞ്ഞു തരാൻ. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഒരു വീഡിയോ ഉണ്ടെങ്കിൽ എനിക്ക് പൈസ ഇറക്കി അതിൻ്റെ എൻഗേജ്മെൻറ്റ് എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാറ്റാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, അതിൻ്റെ അടിയിലുള്ള കമൻറ്റ്സ് എല്ലാം എനിക്ക് ഫേവറബിൾ ആയിട്ട് എനിക്ക് വയ്ക്കാം. അപ്പോൾ എനിക്കത് ഫേവറബിൾ ആയിട്ട് ഞാൻ അതിൻ്റെ അടിയിൽ മില്യൻസ് ഓഫ് കമൻറ്റ്സ് വരുത്തുമ്പോൾ അത് കാണുന്ന ഒരാൾ കമൻറ്റ് തുറന്ന് നോക്കുമ്പോൾ ഇങ്ങനെ കാണുന്നത്. അപ്പോൾ അയാൾ വിചാരിക്കും ഓക്കെ എല്ലാവരും ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മളോടൊരു ഒപ്പീനിയൻ ഫോം ചെയ്യുകയാണ്. അങ്ങനെ ഒപ്പീനിയൻസ് ഫോം ചെയ്യാൻ പറ്റുന്നൊരു ഭയങ്കര ഈവിൽന്നോ പവർഫുൾന്നോ ടൂളായി മാറി സോഷ്യൽ മീഡിയ. അതാണ് ബിഗസ്റ്റ് പ്രോബ്ലം. ഇപ്പോൾ ഒരു നരേറ്റീവ് നമുക്ക് കൊണ്ടുവരാൻ ഭയങ്കര എളുപ്പമാണ്. ഇപ്പം ഏത് സൈഡ് റൈറ്റ് ഏത് സൈഡ് റോങ് എന്നല്ല, നമുക്ക് എന്താ റൈറ്റ് റോങ് എന്ന് വരുത്തേണ്ട അത് വരുത്തി തീർക്കാൻ ഭയങ്കര എളുപ്പമായി സോഷ്യൽ മീഡിയ കാരണം. ഐ തിങ്ക് അതാണ് വൺ ഓഫ് ദി ബിഗസ്റ്റ് പ്രോബ്ലംസ് സോഷ്യൽ മീഡിയ എന്ന് എനിക്ക് തോന്നുന്നത്. ബോയ്സ്, നിങ്ങൾക്ക് എന്ത് പറയുന്നത്? അല്ല, സിമിലർ ഒപ്പീനിയൻ തന്നെയാണ്. പിന്നെ ഈ പറയുന്ന പോലെ നമുക്കിപ്പം ഈ സ്ക്രോളിംഗ് എന്ന് പറഞ്ഞ സംഭവത്തേക്ക് എനിക്ക് തോന്നുന്നിപ്പം നമ്മൾ അതിനെക്കുറിച്ച് വേറൊരു കാര്യം പറയണമെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ പറഞ്ഞുള്ള നമുക്ക് അറ്റൻഷൻ സ്പാൻ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, നല്ല രീതിയിൽ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതിനേക്കാൾ ഇതായിരിക്കും. കാരണം ഇപ്പം ഞാൻ പോലും പണ്ടിലേക്ക് ഒരു റീല് ഫുള്ളിരുന്ന് കാണുന്ന ഒരാൾ പിന്നെ സ്കിപ്പ് ചെയ്ത് തുടങ്ങി. പിന്നെ മറ്റേ 2x സ്പീഡിൽ കാണാനുള്ള ഓപ്ഷൻ വന്നപ്പോൾ അതിരുന്ന് കാണാൻ അങ്ങനെ തോന്നി. ഇപ്പം 2x ഇല്ല, ഇതും ഇല്ല. ലൈക്ക് ഒരു ആദ്യത്തെ 3 സെക്കൻഡിൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അപ്പം തന്നെ ഞാൻ സ്കിപ്പ് ചെയ്ത് കളയുക. അപ്പം എനിക്കിപ്പോൾ ഒരു പണ്ടൊക്കെ ലൈക്ക് കമ്പ്യൂട്ടറിൽ ഇരുന്ന് ലൈക്ക് മൂവീസൊക്കെ ഇരുന്ന് കാണുന്ന ഒരാളായിരുന്നു. പക്ഷെ ഇപ്പം കാണാനുള്ള മൂഡ് വരുന്നില്ല. കാണുമ്പോൾ ലൈക്ക് പെട്ടെന്ന് തീരണം ഒട്ടും അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. ആ ലെവൽ ഓഫ് ഇതിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഞാൻ ഇപ്പം നോക്കുന്നത്. ഞാൻ ഇതിനെ തിരിച്ച് ഈ പറഞ്ഞ അറ്റൻഷൻ സ്പാൻ ഈ പറഞ്ഞ പോലെ കൂട്ടാനുള്ള ഇതാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എങ്ങനെ ഇപ്പോൾ ഈ കഴിഞ്ഞൊരു 2-3 വീക്സായിട്ട് ഇപ്പോൾ ഞാൻ ലൈക്ക് മാക്സിമം റീൽസ് ഒന്നെങ്കിൽ ഫുള്ളിരുന്ന് കാണുക അല്ലെങ്കിൽ ഇത് ചെയ്യാത്തുള്ള അങ്ങനെ ഒരു ലെവൽ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ
ഈ സ്കിപ്പിംഗ് എന്നുള്ള സാധനം ഞാൻ എങ്ങനെയെങ്കിലും അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുക. സ്കിപ്പ് ചെയ്യാതിരിക്കാൻ, അല്ലെങ്കിൽ ഈ പറഞ്ഞ 2x ഇരുന്ന് കാണാതിരിക്കാനും വരും. ലൈക്ക് നമുക്ക് ഇറിറ്റേറ്റഡ് ആവും ഇങ്ങനെ ഒന്ന് സ്കിപ്പ്. പക്ഷെ എന്നാലും ഞാൻ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുക എങ്ങനെയെങ്കിലും. കാരണം എനിക്ക് തന്നെ തോന്നി ലൈക്ക് ഭയങ്കരമായിട്ട് സ്പാൻ കുറയുന്നുണ്ട്. ആൻഡ് അത് വേറെ പല കാര്യങ്ങളിലും അഫക്റ്റ് ചെയ്തു. ആക്ച്വലി അത് കുറേ നല്ലതാണെന്ന് തോന്നില്ല. എന്ന് വെച്ചാൽ എന്താ കുറച്ച് നല്ലതല്ലേ, നമ്മൾ അത്രയും കേപ്പബിൾ ആയി കൂടി ഇരിക്കുകയല്ലേ. ആക്ച്വലി പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിന് ഈ ഒരു സിസ്റ്റത്തിനായിട്ട് വയേർഡല്ല. ഇപ്പൊ നമ്മള് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിൻ സ്റ്റിൽ പഴയ രീതിയിലാണ് വയേർഡ്. ഇപ്പൊ പണ്ടായിരുന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പം ഗുഹാ മനുഷ്യന്റെ കാലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഡേയിൽ എടുക്കുന്ന ഡിസിഷൻസ് വളരെ കുറവാണ്. രാവിലെ എഴുതിക്കുക, ഹണ്ടിങ്ങിന് പോവുക, പിന്നെ വേറെ എന്തെങ്കിലും ഒരു ഗ്രൂപ്പ് വർക്ക് ഉണ്ടെങ്കിൽ അത് ചെയ്യുക. ശാരപുറ എന്തിനാണ് തിരിക്കുന്നത്? രാവിലെ എഴുന്നേറ്റ് സിമ്പിളാണ്, രണ്ടിങ്ങനെ പരിപാടി. അപ്പൊ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ടാസ്കിന് വേണ്ടിയിട്ടാണ്. അതിപ്പോ ഹ്യൂമൻസ് മാത്രമല്ല, ഏത് ആനിമൽസിനെ നോക്കി കഴിഞ്ഞാൽ അവർ അങ്ങനെ വയർഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ വളരെ ഫാസ്റ്റ് ഗ്രോത്ത് ആണ് നമുക്ക് വന്നിരിക്കുന്നത്. അതായത് ലൈക്ക് ഒരു 25 ഇയേഴ്സിനകത്ത്, ഇപ്പൊ ഞാൻ ചോദിച്ച 2001 അത് തൊട്ട് ഇന്ന് വരെ നോക്കി കഴിഞ്ഞാൽ ഭയങ്കര ഫാസ്റ്റ് ഗ്രോത്ത് ആണ്. എന്നിട്ട് ഇത്രയും കണ്ടന്റ്സ് ആണ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത്. അതായത് ലോകത്തുള്ള ഇത്രയും ലൈക്ക് നോളജും കാര്യങ്ങളും നമ്മൾ ഇങ്ങനെ റീലിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് ഇത്രയും നമ്മുടെ തലച്ചോറിലേക്ക് സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല ശരിക്കും പറഞ്ഞാൽ. അതും ഭയങ്കര ഫാസ്റ്റ് ആയിട്ട്. പിന്നെ ഇതിൽ തന്നെ വരുന്ന കണ്ടന്റ്സ് ഡിഫറെന്റ് ആണ്. എല്ലാം നോളജബിൾ അല്ല, എല്ലാം പോസിറ്റീവ് അല്ല. ഇത് നെഗറ്റീവ് കണ്ടന്റ്സ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്, ആങ്കർ ഉണ്ടാക്കുന്ന റേജ് ബൈറ്റ്സ് ഉണ്ട്. അപ്പൊ ഇത്രയും കണ്ടന്റ്സ് വരുമ്പോഴത്തേക്കും ബ്രെയിൻ കൺഫ്യൂസ്ഡ് ആണ്. ഇതിൽ ഏതെടുക്കണം? പിന്നെ ഭയങ്കര കൺഫ്യൂസ്ഡ്, പക്കയായിട്ട് ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല, ഭയങ്കര ഡിസ്ട്രാക്റ്റഡ് ആണ്. അപ്പൊ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ട്. ഇപ്പൊ ചിലപ്പോ നമുക്ക് നമ്മൾ പറയാം ലൈക്ക് മൾട്ടി ടാസ്കിങ് അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതല്ലേ എന്ന്. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ്. പക്ഷെ മെജോറിറ്റി ആൾക്കാരും വയർഡ് ചെയ്തിരിക്കുന്ന ഇങ്ങനത്തെ ഒരു രീതിയിലാണ്. ലൈക്ക് ഗുഹാ മനുഷ്യന്റെ കാലത്തുള്ള അതുകൊണ്ടാണ് നമുക്കിപ്പോ സ്ട്രെസ് കൂടുന്നതാണെങ്കിലും ടെൻഷൻ കൂടുന്നതാണെങ്കിലും അത് ഈ ലൈഫ് സ്റ്റൈലും സോഷ്യൽ മീഡിയ എല്ലാം അതിലേക്ക് ലിങ്ക് ഓഫ് ദി ലിങ്ക് ആണ്. ഓൾസോ എനിക്ക് ഒരു കാര്യം കൂടെ, അത് അലംബ്രോയ്ക്ക് ക്ലിയർ ആയിട്ട് എനിക്ക് തോന്നുന്നു ഇത് പറയാൻ പറ്റുന്നത്. നമ്മളിപ്പോൾ കണ്ടന്റ് ഉണ്ടാക്കുന്ന ആൾക്കാരാണ്, അലംബ്രോ എഡിറ്ററാണ്. ഇപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സ്റ്റൈല് വരെ ഇങ്ങനെ ഒരു ഓഡിയൻസിനെ കേറ്റർ ചെയ്യുന്ന രീതിയിലേക്ക് മാറി. ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്ക് ആദ്യത്തെ 3 മിനിറ്റിനകത്ത് ഹുക്ക് കഴിഞ്ഞ കാര്യത്തിലേക്ക് പോകണം. 3 സെക്കൻഡ് കഴിഞ്ഞ് ഹുക്ക് കഴിഞ്ഞ കാര്യത്തിലേക്ക് പോകണം, അല്ലെങ്കിൽ ആൾക്കാർ കാണത്തില്ല. സോ നമ്മൾ ആ ഒരു സൈക്കോളജി വെച്ചിട്ടാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത്. നമ്മൾ ചെയ്യുമ്പോൾ ഫോഴ്സ്ഫുള്ളി നമ്മൾ അത് ചെയ്യേണ്ടി വരിക. ഇത് എൻ്റെ അടുത്ത ക്വസ്റ്റ്യനും അത് തന്നെയാണ്. അപ്പം നമുക്ക് 2 തരത്തിൽ ആളുകളെ വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാം. ഒന്ന് ക്രിയേറ്റേഴ്സ്, ഒന്ന് കൺസ്യൂമേഴ്സ്. ആദ്യം എനിക്ക് ക്രിയേറ്റേഴ്സിനെ പറ്റിയാണ് ചോദിക്കുന്നത്. ഇപ്പം ബ്രോ അൽഗോരിതത്തിനെ പറ്റിയൊക്കെ ഇങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പം ഒരു ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ അൽഗോരിതം എങ്ങനെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും? എന്തെങ്കിലും ഒരു സൊല്യൂഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒരു അൽഗോരിതത്തിനെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഇൻസ്റ്റഗ്രാം ആയിക്കോട്ടെ, യൂട്യൂബ് ആയിക്കോട്ടെ, ഇപ്പം ഇൻസ്റ്റയും യൂട്യൂബും ബേസിക്കലി വർക്ക് ചെയ്യുന്നത് ഫോളോവർ കൗണ്ട് എന്നൊരു കോൺസെപ്റ്റേ മാറി എൻഗേജ്മെൻറ്റിലാണ്. ഇപ്പം പക്ക എൻഗേജ്മെൻറ്റ് ബേസ് അൽഗോരിതം. അതായത് നമുക്കിപ്പം ഇനി ഒരു 1 മില്യൺ ഫോളോവേഴ്സ് ഉണ്ടായിക്കോട്ടെ, എപ്പോഴും അൽഗോരിതം പ്രിഫർ ചെയ്യുന്നത് ചെറിയ ക്രിയേറ്റേഴ്സ് വിത്ത് മോർ എൻഗേജ്മെൻ്റ് ആണ്. എൻഗേജ്മെൻറ്റ് അതായത് കുറച്ച് അപ്പോൾ കാര്യം എന്ത് കണ്ടന്റ് ആൾക്കാർ കൂടുതൽ ഇമോഷൻ ഉണ്ടാക്കുന്നോ ആ കണ്ടന്റാണ് പുഷ്ടാവുന്നത്. ഇപ്പോൾ നമ്മളൊരു എൻഗേജ്മെൻറ്റ് ബേസ് എക്കോണമിയിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ബിഗസ്റ്റ് പ്രശ്നമാണ്. അതുകൊണ്ട് ആൾക്കാരെല്ലാം ഒത്തിരി പേര് റേജ് ബേറ്റ് ചെയ്യാൻ നോക്കുന്നത്. അതായത് ഈ സാധനം കണ്ട ആൾ നല്ലത് പറഞ്ഞോണ്ട് ചീത്ത പറഞ്ഞോട്ടെ, പക്ഷെ എന്തെങ്കിലും പറയണം. ആ പറയാനുള്ള ഒരു റിയാക്ഷൻ ആൾക്കാർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് ആൾക്കാരെല്ലാം ചെയ്യുന്നത്. ഇവൻ ഇടയ്ക്ക് ഭയങ്കര ഡാർക്കായിട്ടൊരു കേസിനല്ലേ, മറ്റേ ബസ്സിനകത്ത് ഒരു പുള്ളിക്കാരി വന്നിട്ട് എന്തിനാ പുള്ളിക്കാരി വീഡിയോ ഉണ്ടാക്കിയത്? പുള്ളിക്കാരുടെ മൈൻഡ് സെറ്റ് ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ പീപ്പിൾ വിൽ റിയാക്ട്. അങ്ങനെ അപ്പോൾ ഏറ്റവും അൽഗോരിതം സാഡ്ലി ഇപ്പോൾ അൽഗോരിതം ക്രാക്ക് ചെയ്യണമെങ്കിൽ ദി ഒൺലി വേസ് ടു ഡു തിങ്സ് ദാറ്റ് ഗെറ്റ് എ റിയാക്ഷൻ ഓഫ് പീപ്പിൾ. ആൾക്കാരെ കൊണ്ട് എന്തെങ്കിലും പ്രതികരിപ്പിക്കുന്ന രീതിയിൽ ചെയ്യണം. പോസിറ്റീവ് നെഗറ്റീവ് പ്രതികരിപ്പിക്കുന്ന രീതിയിലുള്ള കണ്ടന്റാണ് ഇപ്പോൾ മാർക്കറ്റ് സാഡ്ലി. ആൻഡ് പിന്നെ ഒരു സൈഡിലുണ്ട് ലോങ് ഫോം കണ്ടന്റ് യൂട്യൂബ് പോലത്തെ അൽഗോരിതം പുഷ് ചെയ്യുന്നുണ്ട്, സ്പെഷ്യലി പോഡ്കാസ്റ്റ് പോലത്തെ കണ്ടന്റ് പുഷ് ചെയ്യുന്നുണ്ട്. പക്ഷേ പോഡ്കാസ്റ്റ് പോലത്തെ കണ്ടന്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആൾക്കാരത് കൂടുതലും കാണുന്നത് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഇട്ടിട്ട് പ്ലേ ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു ഫ്ലോ, അതുകൊണ്ട് ഭയങ്കര നീളം കൂടിയ കണ്ടന്റ് അവർ പ്രിഫർ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ കാര്യം അതിനിടയ്ക്ക് ഒരു 3 ആഡ് ഒക്കെയുള്ള സ്പേസ് വർക്കുണ്ട്. അത് പിന്നെ ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ള ചെറിയ കണ്ടന്റ്. ഇത് രണ്ടിനുമാണ് മാർക്കറ്റ് ഓണസ്റ്റ്ലി ഇപ്പോൾ. അല്ല, അപ്പം എനിക്ക് പറയാനുള്ള ഈ കൺസ്യൂമേഴ്സിൻ്റെ സൈഡിലേക്ക് വരുന്ന സമയത്ത് കൺസ്യൂമേഴ്സ് എങ്ങനെ ഇപ്പം പറഞ്ഞ പോലെ ഇപ്പോൾ റേജ് ബേറ്റ് വീഡിയോസ് ചില ആളുകൾക്ക് കാണാൻ അവർക്ക് അത്ര ഒരു മെൻ്റൽ ബാൻഡ്വിഡ്ത്ത് ഒന്നും കാണണമെന്നില്ല. അപ്പം അങ്ങനെയുള്ള ആളുകൾ ഇതിനെ എങ്ങനെ അവോയ്ഡ് ചെയ്യാം? എനിക്ക് ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ ഫോക്കസ്ഡ് ആയിട്ടുള്ള കണ്ടന്റ് മാത്രം മതി, അതിനു വേണ്ടി കൺസ്യൂമേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും? സത്യം പറഞ്ഞാൽ
ആൾക്കൊക്കെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ചെയ്യാൻ ഇല്ല. അതാണ് നമ്മൾ എത്ര നോട്ട് ഇൻട്രസ്റ്റ് നമ്മൾ നോട്ട് ഇൻട്രസ്റ്റഡ് ഒരു കണ്ടന്റിനെ ഞാൻ നോട്ട് ഇൻട്രസ്റ്റഡ് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എനിക്കത് കാണണ്ട. അപ്പോൾ അൽഗോരിതത്തിന് മനസ്സിലായി ഓക്കെ ഇവൻ ഇത് കണ്ട ഇവൻ റിയാക്ട് ചെയ്യും. അപ്പോൾ എന്നാലും രണ്ടെണ്ണം ഇതുപോലത്തെ കാണിച്ച് കാണാം. സോ നമ്മൾ അപ്പം തൊട്ടടുത്ത് കുറച്ച് കഴിഞ്ഞാൽ എന്തായാലും അത് കാണിക്കുന്നത്. സോ നമുക്ക് ഇതിനാകെ ചെയ്യാൻ പറ്റുന്ന സൊല്യൂഷൻ ഈ സാധനം അങ്ങോട്ട് മാറ്റി വയ്ക്കുന്നതാണ്. പക്ഷെ നമുക്കത് ചെയ്യാൻ പറ്റില്ല. ലൈക്ക് വിർ വൈഡ് ടു ഇറ്റ്. സോ ഓണസ്റ്റ്ലി സ്വന്തം സെൽഫ് കൺട്രോൾ അല്ലാതെ ഇതിനൊരു റിസൾട്ട് ഒരു ഓപ്ഷൻ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴും എനിക്കൊരു തോന്നുന്നുണ്ട് ഇപ്പം രാത്രിയാണെങ്കിൽ നമുക്ക് ഉറങ്ങാൻ പറ്റില്ലെങ്കിൽ എന്നാ ചെയ്യുന്നത് നമ്മൾ വീടെടുത്ത് കണ്ടോണ്ടിരിക്കും. സോ നമ്മൾ ആ ഒരു ലൂപ്പിൽ സ്റ്റക്ക്. അതെ അതാണ് ലൈക്ക് ഫുഡ് കഴിക്കുക ചോദിച്ചാൽ ഇപ്പോൾ മുതലേ കാര്യങ്ങളൊന്നും യൂട്യൂബ് ഇൻസ്റ്റയില്ലാതെ പറ്റില്ല എന്ന അവസ്ഥയാണ്. സോ ഓണസ്റ്റ്ലി അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നമ്മൾ കൈൻഡ് ഓഫ് ഇതിൽ സ്റ്റക്കാണ്. ആൻഡ് അത് ഗുഡാണോ ബാഡാണെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നാലും നമ്മൾ ഇൻ എ ലോഡ് ഓഫ് വേസ് നമ്മളത് സ്റ്റക്കാണ് എനിക്ക് തോന്നുന്നു ബോയ്സ്. അല്ല അത് കറക്റ്റാണ്. ഇപ്പം ബ്രോ പറഞ്ഞ ഈ ഉറങ്ങാനാണെങ്കിൽ പോലും ബ്ലൂ ലൈറ്റ് എന്ന സാധനം നമുക്ക് ഉറക്കം കളയും എന്നുള്ളതാണെങ്കിലും എനിക്ക് രാത്രി ഉറക്കം വരണമെങ്കിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഈ കണ്ട് ലൈക്ക് അവസാനം ഒരു പോയിന്റിൽ തന്നെ അങ്ങ് ഉറങ്ങിപ്പോവും, ക്ഷീണിച്ച് ഉറങ്ങിപ്പോവും. അല്ലാതെ ഉറക്കം വരത്തില്ല. ലൈക്ക് ഇപ്പം വെറുതെ കിടന്നു കഴിഞ്ഞാൽ ലൈക്ക് നാളത്തെ കാര്യം ഇന്നലത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ റീൽസ് കണ്ടുകൊണ്ടിരിക്കും, റീൽസ് അല്ലെങ്കിൽ ഷോർട്സ് എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കും. കണ്ട് ഒരു പോയിന്റ് കഴിയുമ്പോഴത്തേക്ക് തന്നെ ലൈക്ക് കണ്ണടഞ്ഞു ഡോസ് ഓഫ് ചെയ്യും. അത് ചിലപ്പം ലേറ്റ് ആവും, ബട്ട് സ്റ്റിൽ ഡോസ് ഓഫ് ചെയ്യും. ആ ഒരു അത് വേണം എന്നുള്ള ലെവലിലേക്കായി, അതില്ലാതെ പറ്റത്തില്ല എന്നുള്ള. അപ്പം അതും മാറ്റാൻ ഞാൻ ഈ അടുത്ത് ശ്രമിച്ചു. എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഫോഴ്സ്ഫുള്ളി ബോഡീനെ ഈ പറയുന്ന പോലെ എന്താ എക്സോസ്റ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ള ലെവലിലേക്ക്. അതായത് ഒരു ടൈം ആവുന്നതിന് മുന്നേ തന്നെ ബോഡി ഫുള്ളി എക്സോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതും നോക്കാനുള്ള ഇത് കാണത്തില്ല എന്നുള്ള ലെവലിലേക്ക്. അങ്ങനെ നോക്കിയപ്പോൾ ആക്ച്വലി വർക്കൗട്ടായി. ഒരു 2-3 ഡേയ്സ് എനിക്ക് ലൈക്ക് മൊബൈൽ ആദ്യമായിട്ടാണ് ഞാൻ ഇവിടുന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഓഫീസിൽ നിന്ന് ഇറങ്ങി നേരെ വീട്ടിൽ പോവുക. ആദ്യം ചെയ്യുന്നത് നേരെ കമ്പ്യൂട്ടർ ഓൺ ആക്കിയിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുക, അതിൽ യൂട്യൂബ് അല്ലെങ്കിൽ ഹോട്ട്സ്റ്റാറോ എന്തെങ്കിലും ഇട്ടിട്ട് കണ്ടുകൊണ്ടിരിക്കുക, ഫുഡും കഴിക്കുക, അങ്ങനെ ഇരിക്കും. രാത്രി വരെ ഇരിക്കും ഇങ്ങനെ ഇരുന്നിട്ട്. അത് കഴിഞ്ഞ് ബെഡിൽ കയറി കഴിയുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ ഒന്നെങ്കിൽ ഫോണോ അല്ലെങ്കിൽ ഐപാഡ് വെച്ചിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും. ഇത് ഒരു പീരീഡ് കഴിയുമ്പോഴത്തേക്ക് ലൈക്ക് അപ്പോഴാണ് ലൈക്ക് ഉറക്കം വരുന്നത്. അപ്പം ഈ കുറച്ചാൾ മുന്നേ ഞാൻ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഫോഴ്സ്ഫുള്ളി ഈ പറഞ്ഞ പോലെ വീടെത്തുന്നതിന് മുന്നേ തന്നെ ലൈക്ക് മാക്സിമം എക്സോസ്റ്റഡ് ആവുന്ന ഉള്ള രീതിയിൽ പല കാര്യങ്ങളും ചെയ്യാൻ നോക്കി. അങ്ങനെ ചെയ്തപ്പോൾ വീടെത്തിയപ്പോഴത്തേക്ക് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കിടന്നുറങ്ങുക എന്നുള്ളതാണ്. ഫുഡ് പോലും കഴിക്കാൻ തോന്നുന്നില്ല, അതിന് മുന്നേ ഉറങ്ങുക. എന്നാലും ഞാൻ കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യും. എന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ കമ്പ്യൂട്ടർ പോലും ഓൺ ആക്കിയിട്ടില്ല. അത് വീട്ടിൽ എൻ്റെ പേരൻസ് രണ്ടുപേരും ഞെട്ടിപ്പോയി, ഇവ എന്താ ഇന്ന് കമ്പ്യൂട്ടർ ഓൺ ആക്കിയില്ല എന്നുള്ളവർക്ക് ഡൗട്ടായി. അടുത്ത ദിവസം എന്നോട് ചോദിച്ചത് അടിച്ചു പോയോ? അപ്പം അടിച്ചു പോയില്ല, ക്ഷീണം വന്നു, കിടന്നുറക്കി, അത്രേ ഉള്ളൂ. അപ്പം ഇതില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എൻ്റെ ഓപ്ഷൻ അതാണ്, എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അല്ലാതെ കൺട്രോൾ ചെയ്യാൻ കുറച്ച് പാടാണ് ആക്ച്വലി. കൺട്രോൾ ഇപ്പോൾ പറഞ്ഞ സെൽഫ് കൺട്രോൾ എന്ന സാധനമേ പറ്റത്തുള്ളൂ. അല്ലാതെ ഒരു രീതിയിൽ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. വേറൊരു രീതിയിലും കൺസ്യൂമേഴ്സ് എന്നുള്ള ലെവലിൽ നോക്കുമ്പോൾ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ തന്നെ കൺട്രോൾ ചെയ്യണം. ആൻഡ് ഇറ്റ്സ് റിയലി ഹാർഡ് ആക്ച്വലി. അതാണ് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ. ഇപ്പൊ ഞാൻ ഒരു കാര്യം സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയുന്നത് മാക്സിമം ലോങ് ഫോം കണ്ടന്റ്സ് കൺസ്യൂം ചെയ്യാൻ ശ്രമിക്കുക. കാര്യം ഈ ലോങ് ഫോം കണ്ടന്റിന്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം റീൽസ് ആണെന്നുണ്ടെങ്കിൽ 20 മിനിറ്റ് നമ്മൾ 20 റീൽസ് ആയിരിക്കും കാണുന്നത്. പക്ഷെ ലോങ് ഫോം ആകുമ്പോഴത്തേക്ക് ആ 20 മിനിറ്റ് ഒരു കണ്ടന്റ് തന്നെ അതിന്റെ ലൈക്ക് ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ പോവുകയാണ്. അപ്പൊ ഇത് ആക്ച്വലി നമുക്ക് ഒരു തരത്തിൽ ബ്രെയിനിന് ഈസിയാണ് ഇതെല്ലാം ക്യാച്ച് ചെയ്യാനും എല്ലാത്തിനും. പിന്നെ ഈ പറയും പോലെ നമ്മുടെ അറ്റൻഷൻ സ്പാൻ കൂടും, ഫോക്കസ് കൂടും. പിന്നെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഓക്കെ അതും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം മൂവീസ് കാണാൻ ശ്രമിക്കുക. കാര്യം മൂവീസ് ആണെന്നുണ്ടെങ്കിൽ നല്ല സ്റ്റോറി ഡ്രിവൻ ആണ്, ചിലത് നല്ല വാല്യൂസ് കിട്ടുന്നുണ്ട്. ഈ ഇൻസ്റ്റാഗ്രാം റീൽസിൽ ഇപ്പോൾ ഉള്ളൊരു സംഭവം AI സ്ലോപ്പ് എന്ന് പറഞ്ഞിട്ട്, ഈ AI സ്ലോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ AIക്ക് പ്രത്യേകിച്ച് ഒരു മുഖമോ കാര്യങ്ങളോ ഒന്നും വേണ്ട, നമുക്ക് ചുമ്മാ ക്രിയേറ്റ് ചെയ്യാം. ഈ ക്യാറ്റ് വീഡിയോസ് നമ്മൾ കാണുന്നുണ്ട്, പപ്പി വീഡിയോസ് കാണുന്നുണ്ട്, ഇതിന് പ്രത്യേകിച്ച് ഒരു സംഭവം ഇല്ല. ഇവരിങ്ങനെ ക്രിയേറ്റ് ചെയ്തോണ്ടിരിക്കണം, ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള വീഡിയോസ് ഇങ്ങനെ അവർ ക്രിയേറ്റ് ചെയ്തോണ്ടിരിക്കും. അതെ, ഏറ്റവും മറ്റേ പട്ടി കൊച്ചു പിള്ളേരെ സേവ് ചെയ്യുന്ന വീഡിയോസ് ഉണ്ട്. മറ്റേ കൊച്ചു വീരൻ തന്നെ പട്ടി ചാടി വീരും സേവ് ചെയ്യും. പക്ഷെ ഇതിന്റെ ഇഷ്യൂ ഇപ്പം നമ്മളിലേക്ക് ഇപ്പൊ ഒരു മിസ്റ്റർ ബീസ്റ്റിന്റെ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരാൾ ഹെൽപ്പ് ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ കണക്ഷൻ ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ വീഡിയോസിന്റെ എന്ന് വെച്ചാൽ നമുക്കൊന്നും ഫീൽ ചെയ്യാറില്ല എന്നാണ് വാസ്തവം. ഇത് കാണും നമ്മൾ ഓർക്കത്ത് പോലും ഇല്ല. ഇതുപോലെ ഒരു കോൺവെർസേഷൻ വരുമ്പോഴേക്കും നമ്മൾ ഈ ഒരു കാര്യം അല്ലെങ്കിൽ അതിന് കൊടുക്കുന്ന വാല്യൂ ഒന്നും നമ്മളെ തലയിൽ നിൽക്കത്തില്ല. ഇതിങ്ങനെ കാണുന്നു പോകുന്നു, അങ്ങനെ ബട്ട് സ്റ്റിൽ അതിരുന്ന് കാണും. അതാണ് അതിന്റെ ഹൈലൈറ്റ്. അത് അവർ ഉണ്ടാക്കുന്ന ആ സാധനത്തിൽ അത്രയും ഇതുണ്ടല്ലേ, അത് നമ്മളിരുന്ന് കണ്ടു പോകും. സ്വൈപ്പ് ചെയ്താലും നമ്മൾ ഏതെങ്കിലും ഒരു മൊമെന്റിൽ അത് കാണും. ഇപ്പോൾ റീസെന്റ് ഈ സമയത്ത് നമ്മളുടെ ഫോണിൽ ഇപ്പോൾ നമ്മൾ സ്വൈപ്പ് ചെയ്യുമ്പം
ഏറ്റവും കൂടുതൽ നമ്മുടെ അല്ലാത്ത വീഡിയോസിനെ ഈ റീൽസിനേക്കാൾ കൂടുതലും വരുന്നത് ബേസ് ചെയ്ത വീഡിയോസ് തന്നെയാണ് ഇപ്പോൾ കൂടുതലും വരുന്നത്. അറ്റ്ലീസ്റ്റ് ഫോർ ഞാൻ നോക്കുമ്പോൾ അത് തന്നെയാണ് കൂടുതലും പുഷ് ചെയ്ത് വരുന്നത് ഇഷ്ടം പോലെ. അപ്പം എനിക്കിനിപ്പോൾ ഡൗട്ടായി തുടങ്ങി, ഞാൻ കാണുന്നത് ഇപ്പോൾ ഒറിജിനലാണോ ആണോ, ആൻഡ് ആ ലെവൽ ഓഫ് ഡെവലപ്പായി തുടങ്ങി, അത് വേറെ കാര്യം. ഇപ്പം നാനോ ബനാനോ 2 വന്നു. അപ്പം ഇതെല്ലാം നോക്കുമ്പോഴത്തേക്ക് ഇതിൽ പിന്നെ കുറേയൊക്കെ നോക്കിയപ്പോഴത്തേക്ക് രസമുണ്ട്. ഇപ്പം എനിക്ക് ചിലതൊക്കെ ലൈക്ക് ഇപ്പോൾ ഈ പറഞ്ഞ ചില സിനിമകളുടെ സെക്കൻഡ് പാർട്ടൊന്നും വരാത്ത സിനിമകൾ കാണും. അതൊക്കെ വെച്ച് ചെയ്യുന്ന കാണുമ്പോൾ രസമുണ്ട്, ഇതൊക്കെ ഇറങ്ങിയിരുന്നെങ്കിൽ അതുകൊണ്ട് ഇരുന്ന് കാണും. വേറെ എന്തെങ്കിലും കാണുന്നതിന് പകരം അതിരുന്ന് കാണും. ഇപ്പൊ ഈ സിനിമയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ആക്ച്വലി ഇവന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞത്, നമ്മളൊരു സിനിമയ്ക്ക് ഇങ്ങനെ പോയിരിക്കുന്ന സമയത്ത് 2 കൊച്ചു പിള്ളേര്, അവർ 10-ലോ 11-ലോ എന്തോ പഠിക്കുകയാണ്, 2 പെണ്ണ് കുട്ടികളായിരുന്നു. അപ്പം സിനിമ അവിടെ നടക്കുന്നുണ്ട്, വലിയ സ്ക്രീനിൽ ഫുൾ ഇരുട്ട്, ഇവരിരുന്ന് റീല് കാണും. ഇവർക്ക് പറ്റുന്നില്ല. ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ നമ്മുടെ മാർവലില് ഇപ്പൊ MCU തന്നെ എടുക്കാം, ഒരു സ്റ്റോറി അവര് ഡ്രിവൻ ചെയ്ത് വന്ന് ഇത്രയും വർഷം എടുത്തിട്ടാണ്. ഇതെന്ന് വെച്ചാൽ ഇത് കണ്ടുവന്ന ആൾക്കാർ ഇത് മറക്കത്തില്ല. പിന്നെ അതിൽ നിന്ന് കിട്ടുന്ന പല വാല്യൂസ് ഉണ്ട്, ഓരോ ക്യാരക്ടേഴ്സ് ഉണ്ട്, അവരെ നമ്മൾ പഠിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ അനിമേസ് എടുക്കാം, അനിമേസ് ആണെങ്കിൽ ഇത്രയും ലോങ് എപ്പിസോഡ്സ് ഉണ്ട്. ഇതൊക്കെ കണ്ടുവരുന്ന ആൾക്ക് ഇപ്പൊ പണ്ടത്തെ ഗോകുവിന്റെ കാര്യം ഇപ്പൊ ഷാരോബ്രായി തന്നെ അറിയാം. ഈ അന്നത്തെ കാലത്ത് അവർക്കൊക്കെ കിട്ടിയൊരു ഇതൊരു ഇപ്പൊ ഗോകുവിനെ കാണുമ്പോഴേക്കും പലരും ജിമ്മിൽ പോകണം, ഒന്ന് വർക്ക്ഔട്ട് ചെയ്യണം, പുഷ് ചെയ്യണം. അപ്പൊ അങ്ങനത്തെ ഒരു മോട്ടിവേഷൻ കിട്ടുന്ന രീതിയിലാണ് ആ കണ്ടന്റ്സ് ഒക്കെ വയർ ചെയ്തിരിക്കുന്നത്. കാര്യം അത്രയും നല്ലൊരു പവർഫുൾ വേൾഡ് ബിൽഡ് ചെയ്ത് നല്ല ആർക്ക് കൊടുത്ത് നല്ല ക്യാരക്ടർ ആർക്കൊക്കെ കൊടുത്തു വരുന്നുണ്ട്. അത് നമുക്ക് നല്ല കണക്ട് ആവാൻ പറ്റും. പക്ഷെ ഈ ഷോർട്ട് ഫോം കണ്ടന്റ്സ് അങ്ങനെയല്ല ചെയ്തിരിക്കുന്നത്. അത് പക്ക നമ്മുടെ അറ്റൻഷൻ മാത്രം നോക്കിയിട്ട്, അതായത് നമ്മൾ കണ്ടിരിക്കുക പിന്നെ പോകുക, ബാക്കി കാര്യങ്ങളൊന്നും അവർ നോക്കുക. പക്ഷേ അവിടെ എനിക്കൊരു കോൺട്രവേഴ്ഷ്യൽ ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. അവർ പണ്ട് അത് ചെയ്തില്ലേ, അത് ചെയ്ത് അന്ന് അവർക്ക് ഷോർട്ട് ഫോം കണ്ടന്റ് ചെയ്തൊരു പ്ലാറ്റ്ഫോം ഇല്ലായിരുന്നുണ്ടായിരുന്നു അല്ലേ? അതുകൊണ്ടാണ് അന്ന് അവർക്ക് ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ അവർ ചെയ്തേനെ. സോ അവരിപ്പോ ചെയ്യുന്നില്ലല്ലോ. ആക്ച്വലി ഇപ്പൊ അവര് പൈസ ഇപ്പില്ലേ ഇപ്പൊ തന്നെ നോക്കുകയാണെങ്കിൽ അന്നും പരസ്യങ്ങളുണ്ടല്ലോ. പരസ്യം ആക്ച്വലി ഷോർട്ട് ഫോം കണ്ടന്റ് അല്ലേ? അപ്പൊ അന്നും സ്പേസ് ഇല്ലാന്ന് പറയാൻ പറ്റില്ലല്ലോ. ഒരു പരസ്യത്തിന് നമ്മളൊരു ക്യാച്ചി ആയിട്ടുള്ള ഒരു ഷോർട്ട് ഫോം കണ്ടന്റ് ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ കണ്ടിരിക്കില്ലേ? അല്ലെങ്കിൽ റീവാച്ചബിലിറ്റി ഇല്ല എന്നുള്ളത്. പക്ഷെ ആ പരസ്യത്തിന് കേസ് പറയുകയാണെങ്കിലും പരസ്യവും ഭയങ്കര, ഫോർ എക്സാമ്പിൾ ഇപ്പോഴും നമ്മൾ ഓർക്കുന്നുണ്ട് മറ്റേ വീട്ടിൽ സ്വർണ്ണം വെച്ചിട്ട് എന്തിനാ, പണ്ടത്തെ വളരെ പോപ്പുലർ ഷോർട്ട്. അപ്പം എനിക്ക് തോന്നുന്നു ആ കണ്ടന്റ് സ്പേസ് ഉണ്ടായിരുന്നു. പക്ഷേ ആൾക്കാർക്ക് ഈസി ആയി ഡെലിവർ ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടന്റ് പ്ലാറ്റ്ഫോം ഇല്ലായിരുന്നു. അതിന് ഏറ്റവും വലിയ ഇതായിരുന്നു ഫോൺസ് എന്ന ആൾക്കാർക്കെല്ലാം ആക്സസിബിൾ ആയി, ഫോൺസ് ഒരു നെസസിറ്റി ആയിട്ട് മാറി. അന്നൊരു ഭയങ്കര ഒരു ഷിഫ്റ്റ് ഉണ്ടായി ഈ ഫുൾ. പിന്നെ ഇതിനകത്ത് ഡോപ്പമീനാണ് ഒരു വലിയ കാര്യം നമ്മൾ നോക്കേണ്ടത്. ഇത് നമുക്ക് ഈ കണ്ടന്റ് കാണുമ്പോഴത്തേക്ക് നമുക്ക് ഡോപ്പമീൻ റഷ് കിട്ടും. അതാണ് ഈ സിനിമ കാണുമ്പോഴും അല്ലെങ്കിൽ ലോങ് ഫോം കണ്ടന്റ് നമ്മളെ പുള്ളി ചെയ്യുന്നതും ഈ പെട്ടെന്നുള്ള ഇമീഡിയറ്റ് റിവാർഡ്സിന് വേണ്ടിയാണ് നമ്മുടെ ബ്രെയിൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. നമുക്ക് എന്ത് കാണുമ്പോഴും ഇമീഡിയറ്റ് ആയിട്ട് ഒരു ഫീൽ ഗുഡ് വേണം. അപ്പം അതിന് ഡോപ്പമീൻ ഡീറ്റോക്സ് ചെയ്യാൻ ഭയങ്കര പാടാണ്. ആ ഡീറ്റോക്സ് വരാതെ, കാര്യം ഡോപ്പമീൻ്റെ ഡീറ്റോക്സ് ഫേസ് ഭയങ്കര ഹാർഡാണ്. എന്ന് വെച്ചാൽ നമ്മളിപ്പം റീല് കാണാതിരുന്നല്ലേ ചുമ്മാ നമുക്ക് ഉറക്കം വരത്തില്ല, ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ട് തോന്നും. സോ നമ്മൾ ആ ഡോപ്പമീൻ റഷിന് വേണ്ടി പോകും. എനിക്ക് തോന്നുന്നു പേഴ്സണലി നമ്മൾ കൂടുതൽ ഹാപ്പി ആയിട്ടിരിക്കുന്ന ദിവസങ്ങളിൽ, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൽ കൂടുതൽ ഹാപ്പി ആയിട്ടിരിക്കുന്ന ദിവസങ്ങളിൽ നമ്മുടെ സ്ക്രീൻ ടൈം നോക്കിയാൽ കൺസെപ്റ്റ്ലി സ്ക്രീൻ ടൈം കുറവായിരിക്കും. പക്ഷേ നമ്മൾ കുറച്ചുകൂടി സാഡ് ആയിട്ടിരിക്കുന്ന ടൈമിലാണ് അല്ലെങ്കിൽ നമുക്ക് ഒറ്റപ്പെടുന്നത് തോന്നുന്ന ഒരു സമയത്താണ് നമ്മൾ കൂടുതൽ ഫോൺസ് ഉപയോഗിക്കുന്നത്. ആൻഡ് ഈ കമ്പനീസ് എല്ലാം ചെയ്യുന്നതും ഈ ഒറ്റപ്പെടലിനെ മാക്സിമം മാർക്കറ്റ് ചെയ്യുന്നതാണ്. ഞാൻ ആക്ച്വലി അതിലേക്ക് പോണ്ടെന്ന് വിചാരിച്ചു. കാരണം ഇനി ഇത് ചെന്നെത്തുന്ന ഡോപ്പമീനിലാണെന്നും കുറെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം വേറെ ടോപ്പിക്കുകളിൽ പോകണ്ട, അതിലേക്കും കൂടെ പോകണ്ട. അല്ല, അത് പറഞ്ഞ കറക്റ്റ് ആണ്. പക്ഷെ ഫൈനൽ അവിടെ തന്നെ എത്തും. അതങ്ങനെയാണ്, ബേസിക്കലി അവിടെ എത്തത്തുള്ളൂ. അതങ്ങനെയാണ്. അത് നമുക്ക് ഇപ്പം സിഗരറ്റ് വലിക്കുന്ന പോലെ, ഇപ്പൊ നമ്മൾ വൺസ് ഒരു ഹൈ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി അടുത്ത ഹൈയിലാണ് നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ ഇരിക്കുന്നത്. പിന്നെ മാത്രമല്ല, ഈ നമ്മൾ ഈ പ്രൈവസി വേണം എന്ന് പറഞ്ഞാൽ അത് ആക്ച്വലി ഒരു കൈൻഡ് ഓഫ് പ്രോബ്ലം ആയിട്ടുണ്ട്. അത് വേണം വേണ്ടെന്നല്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ ആൾക്കാർ സോഷ്യൽ ഗാദറിങ്സ് ഒക്കെ കുറയ്ക്കും, ഇങ്ങനെ ഒരുപാട് വെളിയിലൊന്നും ഇറങ്ങത്തില്ല. പക്ഷെ ചില കാര്യങ്ങൾ ഇപ്പം ലൈക്ക് ഗെയിമിങ് കണ്ടന്റ്സിന്റെ കാര്യങ്ങൾ വരാം. ഇപ്പൊ ചിലവരുണ്ട് ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിച്ചാൽ സ്ട്രീം ചെയ്ത് അതൊരു മോണിറ്ററി ബെനിഫിറ്റ് ആക്കാത്തടത്തോളം കാര്യം എന്റെ ഒരു അഭിപ്രായത്തിൽ അതൊരു വേസ്റ്റ് ഓഫ് ടൈം തന്നെയാണ്. കാര്യം നമ്മൾ ചുമ്മാ ഇരിക്കുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു, പ്രത്യേകിച്ച് ഒരു ഗുണമില്ലാതെ വരുമ്പോഴത്തേക്കും അത് ഇഷ്യൂ ആണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ ആൾക്കാർ മുതലെടുക്കുന്നത് അത് തന്നെയാണ്. ഒറ്റയ്ക്ക് ഇപ്പൊ ജപ്പാനിലെ തന്നെ പല രീതിയിൽ. പിന്നെ ഈ പറയും പോലെ എനിക്ക് തോന്നുന്ന റേസർ ആണെന്ന് തോന്നുന്നു, അവര് PC-യിൽ ആക്ച്വലി ഒരു സംഭവം കൊണ്ടുവന്നിട്ട് ഒരു ഗേൾ ഫ്രണ്ട് പോലത്തെ ഒരു സെറ്റപ്പ്. അതായത് നമ്മൾ എന്തൊക്കെ ചെയ്യുന്ന അതുപോലെ പുള്ളിക്കാരി ഇന്ററാക്ട് ചെയ്യുന്ന അങ്ങനെ ഒരു കാര്യം. അപ്പൊ എങ്ങനെയൊക്കെ നമ്മുടെ ലോൺലെസ് അല്ലെങ്കിൽ നമ്മുടെ പ്രൈവറ്റ് സ്പേസിൽ ഒരു ഇന്ററാക്ഷൻ അവർക്ക് കൊണ്ടുവരാൻ പറ്റും, അത് ഏതൊക്കെ രീതിയിൽ കൊണ്ടുവരാൻ പറ്റും, അത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഷോർട്ട് ഫോം കണ്ടന്റിന്റെ രീതിയിലാണെങ്കിലും ഓരോ ഗാജറ്റ് കൊണ്ടുവരുന്നതാണെങ്കിലും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഈ പറയും പോലെ
കണ്ടന്റ് കൺസ്യൂം ചെയ്യുമ്പോഴാണെങ്കിൽ ലോങ് ഫോം ചൂസ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ലൈക്ക് കുറച്ച് സോഷ്യൽ ഗ്യാതറിംഗിലൊക്കെ പങ്കെടുക്കുക, ഫ്രണ്ട്സ് ആയിട്ടൊക്കെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക. പുറത്തൊക്കെ നിറയെ അതാണ് അത് കറക്റ്റ് അത് വളരെ കറക്റ്റ് ആണ്. പിന്നെ ഈ പറയും പോലെ വേറൊരു കാര്യം ഞാൻ പറയാം, ഞാൻ പറഞ്ഞു ടച്ച് ഗ്രാസ് എന്നാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ആക്ച്വലി ഈ പ്രൈവസീനെ പറ്റി പറഞ്ഞുകൊണ്ട് എനിക്ക് ചോദിക്കാനുള്ളത് പറഞ്ഞാൽ ഈ ഡിജിറ്റൽ ഒരു ഡാർക്ക് ഏജിനെ പറ്റി എന്ന് വെച്ചാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫോട്ടോസ് ഒക്കെ പണ്ട് നമ്മൾ എടുത്തുകൊണ്ടിരുന്ന മാനുവൽ ഒരു ക്യാമറയിൽ, സിമ്പിളായിട്ട് പറഞ്ഞത് ഒരു ക്യാമറയിൽ എടുക്കുന്നു, നമ്മുടെ കയ്യിൽ അതിൻ്റെ ഹാർഡ് കോപ്പി കാണും. ഇപ്പം നമ്മൾ എടുക്കുന്ന എല്ലാം ഫോണിലാണ്. അതും പണ്ട് ഒരു ഫോട്ടോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ 10 വർഷത്തിലൊക്കെ ആയിരിക്കും ഒരെണ്ണം എടുക്കുന്നത്. അപ്പോൾ ഒരു ദിവസം തന്നെ നമ്മൾ ചിലപ്പോൾ ഒരു 10,000 ഫോട്ടോ ഒക്കെ എടുത്തുനിന്ന് തരാം. ഇതൊന്നും നമ്മുടെ കയ്യിൽ ഹാർഡ് കോപ്പി ആയിട്ടില്ല, ഇതെല്ലാം ഫോണിലിരിക്കുകയാണ്. ചില ആളുകൾ ഇതിലെ ക്ലൗഡിൽ കയറ്റിയിടും. ക്ലൗഡ് വൺസ് ബ്രേക്ക് ആവുന്ന, ഇപ്പോൾ ഒരു ഡിജിറ്റൽ ഡാർക്ക് ഏജ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ക്ലൗഡ് ഇല്ലാതാവുകയാണ്, ഇന്റർനെറ്റ് ഫുൾ ലോകത്തുനിന്ന് കട്ടാവുകയാണ്. ആ ഒരു സമയത്ത് നമ്മൾ അതിനുവേണ്ടി പ്രിപ്പയർഡ് ആണെന്ന് തോന്നുന്നു അങ്ങനെ ഒരു ഡേ വരികയാണെങ്കിൽ. കാരണം ഇത് ഫുൾ നടക്കുന്ന ഓഷനടിയിലുള്ള ഒരു 10-500 കേബിൾ മാത്രമാണ് ഈ ലോകത്തിലുള്ള ഫുൾ നെറ്റ് ഇന്റർനെറ്റ് കണക്ഷൻ എന്ന് പറയുന്നത്. ഈ കണക്ഷൻ കട്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇത് അവിടെ വെച്ച് തീരുകയാണ്, നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചതും. ഇല്ല ബ്രോ, ഞാൻ റിയലിസ്റ്റിക്കലി പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു പോസിബിലിറ്റീനേക്കാളും ഒരു 50 times മോറാണ് നമ്മുടെ പ്രൈവസി എല്ലാം പോയി ഒരു സെർവറിനും ഒരു സബ്സ്ക്രിപ്ഷൻ മോഡലിലേക്കും നമ്മുടെ പ്രൈവസി ഇല്ലാതെ കോർപ്പറേഷൻസ് ഓൺ ഓൾ ഓവർ ഡേറ്റ എന്നൊരു അവസ്ഥയ്ക്കാണ് ചാൻസസ് മച്ച് ഹയർ ദാൻ ഇന്റർനെറ്റ് പോകുന്നതിനേക്കാളും. കാര്യം ഒന്ന്, സാറ്റലൈറ്റ് ഇന്റർനെറ്റ് ഉണ്ട്, താഴെ കൂടുതലുള്ള നമുക്ക് കേബിൾസ് വേണമെന്നില്ല. അത് ഇപ്പോഴും കമ്പനീസ് NVIDIA എല്ലാവരും സാറ്റലൈറ്റ്സും ഡേറ്റ സെൻറ്റേഴ്സ് സ്പേസിൽ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുക, അവർക്ക് കേബിൾസ് വേണ്ട. അപ്പോൾ മച്ച് ഹയർ ചാൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എടുത്തു വെച്ച ഫോട്ടോസും കാര്യങ്ങളും ഒന്നും നമ്മുടേതല്ല, ഇതെല്ലാം അവരുടേതാണ്. നിങ്ങൾ ജസ്റ്റ് ഞങ്ങളുടെ സർവീസ് ഉപയോഗിക്കുന്ന ഒരു സബ്സ്ക്രൈബർ മാത്രം ആയൊരു അതാണ് എൻ്റെ ഒരു ഐഡിയയിൽ റിയൽ ഡാർക്ക് ഏജ്. അതാണ്, വേറെ ഇതൊന്നും നമ്മുടെ ഇല്ല, ഇതെല്ലാം അവരുടെയാണ്. ഇത് നിങ്ങൾ ഫോട്ടോ എടുക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഡേറ്റ വെച്ച് നിങ്ങൾ ഫോട്ടോ എടുക്കുന്നു, നിങ്ങൾക്ക് പൈസ നന്നായി ഫോട്ടോ എടുക്കാം. അതാണ് കാര്യം. എനിക്ക് തോന്നുന്നില്ല ഇൻ്റർനെറ്റ് ഒരിക്കലും പോകത്തില്ല എന്ന് എനിക്ക് മെയിൻ തോന്നാൻ കാര്യം എന്ന് പറയുമ്പോൾ ലോകത്തിലെ ഏറ്റവും ബിഗസ്റ്റ് കമ്പനീസ് അതിലാണ് സസ്റ്റെയിൻ ചെയ്യുന്നത്. ആൻഡ് അവർക്ക് ഒത്തിരി പൈസയാണ്, ആ പൈസ കൊണ്ട് അവർക്ക് ഈസി ആയിട്ട് എന്ത് കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യാം. അപ്പോൾ റിയലി നമ്മുടെ പ്രൈവസിയാണ് അറ്റ് സ്റ്റേക്ക്. ഞാൻ എപ്പോഴും എനിക്ക് എപ്പോഴും ഉള്ളൊരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ എൻ്റെ ഡേറ്റ എടുത്തോളൂ, പക്ഷേ എൻ്റെ ചോദിച്ചിട്ട് എടുക്കണമെന്നാണ് എനിക്ക് എടുത്തത്. പക്ഷേ ഇപ്പോൾ അങ്ങനെ ചോദിക്കലും പറയലൊന്നുമില്ല, ഡേറ്റ വേണമെങ്കിൽ ഇവരെ എടുക്കുക. അങ്ങനൊരു സ്ഥലം പോകുമ്പോഴാണ് എനിക്ക് ഭയങ്കര അനീസി ആയിട്ട് തോന്നുന്നത്. കാര്യം ഇപ്പം എല്ലാവരും പറയും ആപ്പിൾ ഭയങ്കര സെക്യൂറാണ്, പക്ഷേ അങ്ങനെ ആപ്പിളിനും ഗൂഗിളിനും അങ്ങനെ ഓണസ്റ്റ്ലി മൾട്ടിനാഷണൽ കമ്പനീസ് ഡോണ്ട് കെയർ എന്നാണ്. അവർ എല്ലാവരും ഡേറ്റ എടുത്തുകൊണ്ടിരിക്കും. ഈവൻ ഇപ്പം നമ്മൾ പോയി ChatGPTയോ ജെമിനി ആയിക്കോട്ടെ, ലക്ഷക്കണക്കിന് ഓൺലൈനായിട്ടുള്ള ഡേറ്റ ആൾക്കാരുടെ റൈസ് ഒന്നും ഇല്ലാതെ എടുത്ത് ട്രെയിൻ ചെയ്തിട്ടാണ് റണ്ണാവുന്നത്. സോ ആൾക്കാരുടെ പ്രൈവസിക്ക് ഒരു റെസ്പെക്ട് ഇല്ലാത്ത ലോകമായിട്ട് ഇത് മാറും. അല്ല പക്ഷെ അത് ഫോണിൽ പറയണത് 5 മിനിറ്റിൽ ആമസോണിൽ വന്നിങ്ങനെ എനിക്ക് കാണിച്ചു തരും. അപ്പൊ എനിക്കൊരു ഡൗട്ട് തോന്നി, ഇപ്പം നമുക്കിപ്പം നമ്മളുടെ ഡേറ്റയ്ക്ക് ഇപ്പൊ പറഞ്ഞ പോലെ നമുക്ക് ആക്സസ് ഇല്ലാത്തൊരു പോയിന്റ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഈ പറഞ്ഞ പോലെ ഇപ്പം നമ്മളൊരു സബ്സ്ക്രൈബർ മോഡിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വൺസ് ഒരു പോയിന്റ് കഴിയുമ്പോഴത്തേക്ക് ഈ പറയുന്ന പോലെ ഇപ്പൊ അവര് കമ്പനീസ് പറയുകയാണ് പറ്റത്തില്ല, നിങ്ങൾ ഇത്രയും ചെയ്യണം, അല്ലെങ്കിൽ ഇത് ചെയ്യണം, അല്ലെങ്കിൽ പേയ്മെന്റ് നമുക്കത് അഫോർഡ് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് എങ്ങനെ നമുക്ക് വേറെന്താ സൊല്യൂഷൻ ഉള്ളത്? ബേസിക്കലി ഒന്നി നമ്മുടെ ഡേറ്റ എല്ലാം അതാണ് പ്രൈവറ്റ് സർവീസിലേക്ക് മാറണമെന്ന് പറയുന്നത്. നമ്മുടെ സ്വന്തമായിട്ട് ഡേറ്റ സെന്റേഴ്സോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് സർവീസ് ബിൽഡ് ചെയ്യണം. അല്ല അത് ഒരു കോമൺ മാൻ എങ്ങനെ ഇതൊക്കെ അത് കോമൺ മാനിന് പറ്റാതിരിക്കാൻ വേണ്ടിയാണ് അവർ ഇപ്പൊ റേറ്റ് കൊടുക്കുന്നത്. കണ്ടോ, ഇപ്പൊ പണ്ട് ഒരു റാമിന് 3500 രൂപയായിരുന്ന ഒരു സമയത്ത്, ഒരു 16 GB റാമിന് 3500 രൂപ സമയത്ത് ഇപ്പോൾ ഒരു 16 GB റാമിന് 11,000 rupees ആയി. സോ മോർ ദാൻ 3 times വില കൂടി. എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ബിക്കോസ് ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഈസി ആയിട്ട് ഹൈ ആൻഡ് ഹാർഡ്വെയർ എലിമിനേറ്റ് ചെയ്താലേ അവർക്ക് സബ്സ്ക്രിപ്ഷൻസ് വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് വലിയ കുറച്ചെല്ലാം ഈ റേറ്റ് ഇങ്ങനെ കൂട്ടുന്നത്. ഈവൻ ഇന്നലെ ഒരു ഗെയിമർ നെക്സസ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർ യൂട്യൂബറുണ്ട്, പുള്ളി ഈ റാമിന് ആൾക്ക് റാം കാർട്ടൽ എന്നാണ് വിളിക്കുന്നത്. ഈ പ്രൈസ് കൂട്ടുന്ന കാര്യങ്ങളൊക്കെ ഇവർ എത്രയെന്ന് പറഞ്ഞാലും കുറേയൊക്കെ ഒരു വൻ ബിസിനസ് മൂവിൻ്റെ ബാക്കിലുണ്ട്. വേറെ ആൾക്കാരിൽ നിന്ന് പവർഫുൾ ഹാർഡ്വെയർ എലിമിനേറ്റ് ചെയ്യുക, എന്നിട്ട് സബ്സ്ക്രിപ്ഷൻ കൊടുക്കുക. എന്നിട്ട് ഈ സബ്സ്ക്രിപ്ഷൻ മോഡൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ ഒരു ഭയങ്കര നൈസ് മെത്തേഡ് ഉണ്ട്. 1 വർഷം എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കും. അപ്പോൾ നമ്മളത് യൂസ്ഡ് ആവും. അപ്പോൾ അതില്ലാതെ പറ്റാത്ത അവസ്ഥ ആകുമ്പോൾ പറയും പൈസ. അതെ, ഇപ്പൊ നമ്മളിപ്പോ ChatGPT Pro ഉപയോഗിക്കുന്നു, ഒരു 3 മാസം കഴിയുമ്പോഴത്തേക്ക് താഴോട്ട് പോകാൻ പറ്റത്തില്ല, പിന്നെ നമ്മൾ പൈസ കൊടുത്തേ. ജിയോയുടെ കൂടെ ജെമിനി എല്ലാവർക്കും കൊടുത്തു, അപ്പോൾ അതില്ലാത്ത അവസ്ഥയാവും. സോ ബേസിക്കലി നമ്മളങ്ങനെ ലോക്കാക്കുക, അതാണ് പരിപാടി.
അല്ല അത് ഞാൻ ആലോചിച്ച് ഇപ്പം ChatGPT പ്ലസ് എനിക്കുണ്ട്. പിന്നെ വെച്ചാൽ ഇപ്പം എയർടെൽ എടുത്താൽ പെർപ്ലെക്സിറ്റി കിട്ടും. പിന്നെ അല്ലെങ്കിൽ ഇതെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതാ ജിയോ എടുത്താൽ ജെമിനി. ഞാൻ ആദ്യം ആലോചിച്ചു എന്നാൽ പിന്നെ 2 സിം എടുത്താൽ, പക്ഷെ അത് വേണ്ട, സിമ്മിന് ഞാൻ റീചാർജ് ചെയ്യണം, പിന്നെ ഈ പറഞ്ഞ ഇതും എടുക്കണം, എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് ഇവരെല്ലാം കൂടെ എൻ്റെ ഒരു 10,000-3000 രൂപ എൻ്റെ കയ്യിൽ നിന്ന് പോകും വെറുതെ. അവര് സ്റ്റോറേജ് തരുന്നുണ്ട്. ആ സ്റ്റോറേജ് നിറഞ്ഞ 24,000 അല്ലേ? 35,000 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ എന്തിനാ വെറുതെ? അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പ്ലസ്സും കൊണ്ട് ChatGPT ഗോയിങ് കൊണ്ട് ഞാൻ പൊക്കോളാം, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അതും എൻ്റെ ഡൗട്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് ഈ വർഷം തീരുമ്പോഴത്തേക്ക് എന്താവുന്ന അവസ്ഥ ഒരു ഐഡിയ ഇല്ല. എന്നാലും 200 രൂപ ഓക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് ആപ്പിളുടെ മറ്റേ iCloudന് തന്നെ ഞാൻ മന്ത്ലി അടയ്ക്കുന്നുണ്ട്. അതെന്തിനാന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, പക്ഷെ എന്നാലും അടയ്ക്കണം എന്നുള്ളതുകൊണ്ട് അടയ്ക്കുന്നു. അതും എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ബട്ട് അതല്ല, ഈ വന്നിട്ട് ഇതെല്ലാം നമുക്കിപ്പം ആവശ്യമാണ് എന്നുള്ള ലെവലിലേക്കായി ഇപ്പം. അതാ ഇപ്പം ഐഫോണിലേക്ക് മാറുന്നതിന് മുന്നേ ഞാൻ ഇന്നേ വരെ ക്ലൗഡ് സർവീസ് ഉപയോഗിച്ചിട്ടേ ഇല്ല. ഉപയോഗിച്ചാൽ പോലും ഫ്രീ ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്ന് ഐഫോണിൽ മാറി അന്നാണ് അവർ പറയുന്നത് 5 GB തരത്തുള്ളൂ, ബാക്കി നീ പൈസ അടയ്ക്കണമെന്ന്. അപ്പം വാട്സാപ്പ് എന്ന സാധനം എനിക്ക് അത്യാവശ്യമുള്ള കാര്യമാണ്. 2016 തൊട്ടുള്ള എൻ്റെ വാട്സാപ്പ് ബാക്കപ്പ് ഇതിലുണ്ട്. എനിക്കത് കളയാൻ പറ്റത്തില്ല, റിസ്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഈ സാധനത്തിൻ്റെ അകത്ത് ഒരിടയ്ക്ക് ഐഫോണിലേക്ക് നമുക്ക് ആൻഡ്രോയിഡിൽ നിന്ന് ഐഫോണിലേക്ക് വാട്സാപ്പ് ചാറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. 2 വർഷം മുന്നെയാണ് അവർ ആ ഫീച്ചർ കൊണ്ടുവരുന്നത്. അതുവരെ അത് പറ്റത്തില്ല, ഇറ്റ്സ് നോട്ട് പോസിബിൾ. അപ്പം എനിക്ക് ആ ചാറ്റ് കളയാൻ പറ്റത്തില്ല എന്നുള്ള ഒറ്റ പ്രശ്നം കൊണ്ട് ഞാൻ 2 ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്ന് ഇവർ ഇതിലോട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞപ്പോൾ ഐ വാസ് ഹാപ്പി. ഇതെല്ലാം ഇതിലോട്ട് കൊണ്ടുവന്നപ്പോഴാണ് അവർ പറയുന്നത് ഇത് ബാക്കപ്പ് ചെയ്യണേ നീ പൈസ അടയ്ക്കണമെന്ന്. അതെന്തുവാ? അപ്പം ഓക്കെ ശരി പൈസ അടയ്ക്കാം. പൈസ അടച്ചപ്പോഴാണ് പറയുന്നത് ഇത് നീ ബാക്കപ്പ് ചെയ്യണമെങ്കിൽ നീ ഫോണിൻ്റെ അകത്ത് സ്റ്റോറേജും കൂടെ വേണമെന്ന്. അപ്പം പിന്നെ ഫോൺ മാറ്റിട്ട് അത്. അപ്പം അതാ പറഞ്ഞേ, ഇത് നമ്മളെ പെടുത്തുകയാണ് ബേസിക്കലി, മനസ്സിലായില്ലേ? എന്നിട്ട് പിന്നെ അവർക്കറിയാം പെട്ട് കഴിഞ്ഞാൽ പിന്നെ പൈസ എന്തായാലും കൊടുക്കും. അതാണ് ആ സിസ്റ്റമാണ് ഇപ്പം എല്ലാത്തിലും അവർ ഫോളോ ചെയ്യുന്നത്. ആക്ച്വലി ലൈഫ് കുറച്ചുകൂടി ഈസി കൂടി ആവുകയല്ലേ, അവർ കുറച്ചും കൂടെ ഈ പറയുന്ന തോന്നുന്നുണ്ട്. ബട്ട് അത് ഈസി ആണോ എന്ന് ചോദിച്ചാൽ അത് 50-50. ശരിക്കും പറഞ്ഞാൽ അതാണ് ഒരു പ്രോബ്ലം ഇല്ലാതിരിക്കുന്നിടത്തുള്ള സ്ഥലത്ത് അവര് പുതിയ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്ത് അവര് തന്നെ ഒരു സൊല്യൂഷൻ കൊണ്ടുവരും. അതാണ് ഇതിന്റെ. പിന്നെ വേറൊരു എന്റെ കൺസേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരുപാട് ഇത്രയും ഡാറ്റാസ് വരുന്നതിനനുസരിച്ച് ഇതിനനുസരിച്ച് ഡാറ്റാ സെന്റേഴ്സും വേണം. പിന്നെ ഈ പറയും പോലെ ഒക്കെ ക്ലൗഡ് ബേസ് ചെയ്ത് റൺ ചെയ്യുന്നതുകൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള സംഭവം വേണം. US-ലൊക്കെ ആണെങ്കിൽ ഫാം ലാൻഡ്സിലാണ് കാര്യം, ഇവർക്ക് റിസോഴ്സ് വേണം, വെള്ളവും പരിപാടിയൊക്കെ വേണമെന്നുണ്ട്. ഈ ഫാം ലാൻഡ്സിലൊക്കെയാണ് വരുന്നത്. അപ്പൊ അതനുസരിച്ചിട്ട് ഫുഡിന്റെ പ്രൊട്ടക്ഷൻ കുറയും. ഈ പറയും പോലെ ഏക്കർ കണക്കിന് സ്ഥലങ്ങളിലൊക്കെ ഇത് വീണ്. പിന്നെ ഈ പറയും പോലെ വാട്ടർ പോകുന്ന ChatGPTയുടെ പുള്ളിക്കാരനൊക്കെ പറയുന്നത് ഒരു മനുഷ്യൻ ജനിക്കുന്ന തൊട്ട് മരിക്കുന്നത് വരെ എന്തുമാത്രം വെള്ളം കൺസ്യൂം ചെയ്യും, അതിന്റെ കുറച്ചല്ലേ ഇവര് കൺസ്യൂം ചെയ്യുന്ന പുള്ളി പറയുന്നത്. പക്ഷെ ആ ഒരു രീതിയിലോട്ട് മാറി. അതായത് മനുഷ്യന് വലിയ വിലയൊന്നുമില്ല, ഡേറ്റയാണ് ഇമ്പോർട്ടന്റ്. ഇങ്ങനെ ഫാമിലിന്റെ കാര്യം പറഞ്ഞ എനിക്ക് ട്രാൻസെൻഡൻസ് സിനിമ കണ്ടിട്ടുണ്ടോ നിങ്ങള്? ജോണി ഡെപ്പിന്റെ നോളൻ സപ്പോർട്ടൊക്കെ ചെയ്തൊരു അത് ശരി കണ്ടിട്ടുണ്ടോ? അത് ആക്ച്വലി ഇതിനെ പറ്റിയിട്ടാണ്. ഒരു വലിയ ഫാമില് ഒരു ഫുൾ AI ജനറേറ്റഡ്, അത് ശരി ഭയങ്കര സ്കെയറി ആയിട്ടുള്ള ഒരു സിനിമയാണ്. അത് കണ്ടിട്ടില്ല. iRobot നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതേപോലെയൊക്കെ നടക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്? ഇപ്പൊ റോബോട്ട് വന്നു വിശ്വസിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് രാവിലെ ബ്രോ ഒരു കാര്യം കൂടെ പറഞ്ഞു, അതും കൂടെ കേട്ടപ്പോ ഏതാണ്ട് ഉറപ്പായി സംഭവിക്കും എന്നുള്ളത്. റോബോട്ട്സ് വന്ന് നമ്മളെ റീപ്ലേസ് ചെയ്ത് അവര് കാരണം ഇത്രയും കാലം ഏറ്റവും വലിയ ഡോമിനന്റ് സ്പീഷീസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്റലിജൻസും നമ്മളുമായിരുന്നു. നമ്മളെ ഇന്റലിജൻസ് ആണ് നമ്മളെ ഹയറാർക്കിയിലെ ടോപ്പിലേക്ക് കൊണ്ടുവന്നത്. നമ്മൾ തന്നെ നമ്മളെ സർപ്പാസ് ചെയ്യുന്ന ഒരു സ്പീഷീസിനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഓട്ടോമാറ്റിക്കലി ഇത് നടക്കേണ്ട കാര്യമാണ്. നമ്മൾ പേടിക്കണമെന്ന് വെച്ചാൽ കഴിഞ്ഞ് നമ്മൾ വിചാരിച്ചാൽ, അല്ലെങ്കിൽ കോർപ്പറേഷൻസ് പോലും അതിന് വിചാരിക്കേണ്ട ആവശ്യമില്ല. കാരണം അത്രയും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ്. അപ്പം അവരത് നിർത്താനൊന്നും പോകുന്നില്ല. നിങ്ങൾക്ക് ഞാൻ ഐഡിയ കിട്ടുകയാണ്. നിങ്ങൾക്ക് എന്താണ് ബ്രോ ആലോചിച്ചുണ്ടോ ഞാൻ എന്തിനാണ് ആൾക്കാർ ഈ AI ഉണ്ടാക്കുന്നതെന്ന്? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്കിപ്പോൾ കുറേ കാര്യങ്ങൾ ചെയ്യാൻ AI വേണം. ഫോർ എക്സാമ്പിൾ ChatGPT പെട്ടെന്നൊരു ഡേറ്റ ലുക്കപ്പ് ചെയ്യാൻ നമുക്ക് AI വേണം. പക്ഷേ ആലോചിച്ചുണ്ടോ കമ്പനീസ് എന്തിനാണ് ഈ AI ഇപ്പം AI ഇത്ര ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന്? കാര്യം ഇപ്പം നമുക്ക് കുറേ കാര്യങ്ങൾ ഇപ്പം അക്കൗണ്ടിങ്, ഒരു കമ്പനി അക്കൗണ്ടിങ് ചെയ്യണമെങ്കിൽ അക്കൗണ്ട് തന്നെ വെക്കാം. എന്തുകൊണ്ട് AIനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഞാൻ സിമ്പിളായിട്ട് സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ കുറച്ചും കൂടെ സിമ്പിളായിട്ട്. ഇത് ഒരു സൈഡ് സിംപ്ലിസിറ്റിയും ഒരു സൈഡ് പേടിയും കൊണ്ടാണ്. ഓക്കെ, ഇവിടെ ഈ എല്ലാ
മൾട്ടിനാഷണൽ കമ്പനീസിന് ഒരു പ്രശ്നമുണ്ട്, ഞാൻ ചെയ്തില്ലെങ്കിൽ അവർ ചെയ്യും, ഞാൻ ചെയ്തില്ലെങ്കിൽ അവർ ചെയ്യുന്നൊരു ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു പേടിയുടെ പേരിലാണ് ഒത്തിരി ഡെവലപ്മെന്റ് കോൺസെപ്റ്റ് നടന്നുകൊണ്ടിരുന്നത്. കാര്യം ഇപ്പോൾ US ചെയ്തില്ലെങ്കിൽ റഷ്യ ചെയ്യും, പക്ഷേ ബെറ്റർ പരിപാടിയിലും അത് തന്നെയാണ്. അപ്പോൾ ആ ഒരു റാറ്റ് റേസിന്റെ പേരിലാണ് ഇവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും കറണ്ട് സ്റ്റേറ്റ് ഓഫ് AI നമ്മൾ എത്ര, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ക്ലോഡ് ബോട്ട് എന്ന സാധനം വന്നു, അതിനകത്ത് ആ ക്ലോഡ് ബോട്ട് എന്ന സാധനം വന്നു, ആൾക്കാരെല്ലാം AI ഏജൻസിന്, അതായത് കുറേ പണി ചെയ്യാനുള്ള ഏജൻസിനെ റൺ ചെയ്യാൻ തുടങ്ങി. പക്ഷേ ഭയങ്കര ഒരു ഫാക്റ്റ് എന്ന് പറഞ്ഞാൽ ആൾക്കാർ പറയുന്ന അത്രയും സ്കെയറി അല്ല ഇപ്പോഴും AI കേട്ടോ. കുറേ പേര് പറഞ്ഞു AI ഒരു ഫേസ്ബുക്ക് പോലത്തെ സാധനത്തിനകത്ത് പോയി ഹ്യൂമൻസിനെ പറ്റി എഴുതാൻ തുടങ്ങി, അത് ആൾക്കാരെ പറ്റി സംസാരിക്കാൻ തുടങ്ങി. പക്ഷേ ഇതിൻ്റെ ട്രൂത്ത് എന്ന് വെച്ചാൽ ഇത് AIക്ക് ഇങ്ങനൊരു വേൾഡ് ഉണ്ടെന്നോ അങ്ങനെ പോയി എഴുതണമെന്നൊന്നും അറിയത്തില്ല. ഇത് ഹ്യൂമൻസ് എടുത്ത് പറയുന്നുണ്ട് അത് പോയി എഴുതുന്നത്, ഇതാരും പുറത്ത് പറയത്തില്ല, ഈ വീഡിയോസ് ഇടുമ്പോഴും എടുത്ത് പറയത്തില്ല. സോ ബേസിക്കലി ഞാൻ എൻ്റെ എടുത്ത് പറയും ഈ വെബ്സൈറ്റ് പോയി പോസ്റ്റ് ചെയ്യാൻ ഇതായിട്ട് അങ്ങനെ പോസ്റ്റ്. അതാണ് ഞാൻ ട്രാൻസെൻഡൻസിന്റെ കാര്യം ചോദിച്ചത്. ഇപ്പൊ ട്രാൻസെൻഡൻസ് സിനിമയുടെ ഞാൻ പെട്ടെന്ന് കോർ ഐഡിയ പറഞ്ഞത് എന്ന് വെച്ചാൽ ഈ പറയുന്ന AIക്ക് കോൺഷ്യസ്നെസ് കിട്ടുകയാണ്. ജനറലി ഇപ്പം നമുക്ക് ഇപ്പം ഏജൻസ് എന്ന് പറഞ്ഞല്ലോ, നമ്മൾ കൊടുക്കുന്ന ടാസ്ക് ഫിനിഷ് ചെയ്യാനേ അവർക്ക് അറിയത്തുള്ളൂ. പക്ഷെ എങ്ങനെ ഒരു ടാസ്കിലേക്ക് അല്ലെ എന്തുകൊണ്ട് ഞാൻ അത് ചെയ്യണം എന്ന് പറയുന്ന ഒരു കോൺഷ്യസ്നെസ് ഉണ്ടല്ലോ, ഭയങ്കര ഒരുപാട് നമുക്കൊക്കെ ഉള്ള ഒരു ന്യൂറൽ കണക്ഷൻ ഉണ്ടല്ലോ, ആ കണക്ഷൻ ഒരു ഇതിന് കിട്ടുകയാണ്. അതാണ് ആ സിനിമയുടെ ബേസ് ത്രെഡ് എന്ന് പറയുന്നത്. അത് കിട്ടിക്കഴിഞ്ഞിട്ട് ലോകത്ത് നടക്കുന്നത്. അപ്പം ആ സിനിമ പോകുന്ന വേറൊരു ആംഗിളാണ്, അതൊരാളെ പ്രേമിക്കുന്നു, അതിൻ്റെ പുറകെ പോകുന്നു, സിനിമാറ്റിക് ആസ്പെക്റ്റിൽ പോയി. പക്ഷേ ബേസ് പരിപാടി എന്ന് പറയുന്നത് ഒരു AIക്ക് ഒരു കോൺഷ്യസ്നെസ് കിട്ടുകയാണെങ്കിൽ ഇത്രയും എന്ന് വെച്ചാൽ എല്ലാം കണക്റ്റഡ് ആണ്. ആ ഫുൾ സെർവർ അല്ലെങ്കിൽ ലോകത്തിന്റെ ഫുൾ സെർവേഴ്സ് ഫുൾ കണക്റ്റഡ് ആയിട്ടുള്ള അത്രയും സൂപ്പർ പവർ കിട്ടുകയാണ്. ഇപ്പൊ എനിക്കിവിടെ ചിന്തിച്ചുകൊണ്ട് ബ്രോയിനെ ഇവിടെ ഇരുന്നുകൊണ്ട് ആറ്റം ആക്കാം. ആ അങ്ങനത്തെ തരത്തിലുള്ള പവറാണ് എന്നാണ് അതിൽ കാണിക്കുന്നത്. ഇത് 2014 ഇറങ്ങിയ സിനിമ. അതെ, ഒരു അത് കൈൻഡ് ഓഫ് ഇവർ പറയുന്നത് AGI എന്ന് പറഞ്ഞാൽ ഇതിനെ AGI എന്ന് വിളിക്കുന്നത്, ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ്. അതായത് ഒരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യാൻ പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ സോൾവ് ചെയ്യുന്നത് അതിനൊരു അവയർനെസ്. പക്ഷേ ഇപ്പോഴും AGI റിയൽ AI വേൾഡിൽ ഇപ്പോഴും ഫാർ ആണെന്നാണ് പറയുന്നത്. ഇത് നമ്മളിപ്പോൾ എത്ര ഡെവലപ്ഡ് AI മോഡൽസ് ഇറക്കിയാലും അത് ഒരു ഗ്ലോറിഫൈഡ് സെർച്ച് എഞ്ചിൻ പോലെയാണ് വർക്ക് ചെയ്യുന്നത് ഉള്ള ഡേറ്റ വെച്ചിട്ട്. പക്ഷേ ഇപ്പോഴും അതിന് കുറേ ഹാലുസിനേഷൻ പ്രോബ്ലംസ് ഉണ്ട്. അതായത് ഉള്ള ഡേറ്റയിൽ കൂടെ അത് പോകുമ്പോഴത്തേക്ക് അതിടയ്ക്ക് മിസ്റ്റേക്സ് ഉണ്ടാക്കും, അത് വരുത്തും. ഇതിൻ്റെയൊക്കെ ബെസ്റ്റ് കേസാണ് എപ്പോഴും പുറത്ത് പോട്ടുന്നത്. ഇപ്പോഴും AGIയിലേക്ക് എത്താൻ ഇനിയും ഒത്തിരി ടൈം എടുക്കുന്നതാണ് പറയുന്നത്. ഫ്യൂർ, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഓട്ടോണോമസ് അല്ലെങ്കിൽ AIക്ക് ഞാൻ AI ആണെന്നുള്ള ഒരു അറിവ് ഇപ്പം AIക്ക് നല്ലപോലെ ചെയ്യാൻ പറ്റുന്ന പറയുമ്പോൾ AI ട്രെയിൻ ചെയ്തേക്കുന്നതെല്ലാം നമ്മുടെ ഡേറ്റ വെച്ചിട്ടാണ് ഫുൾ, സ്പെഷ്യലി റെഡിറ്റിലും. അതുകൊണ്ടാണ് ചില സമയത്തൊക്കെ AI ഡാർക്കായിട്ട് സംസാരിക്കുന്നത്. കാര്യം അത് ട്രെയിൻ ചെയ്തേക്കുന്നത് ഇപ്പം AI ലോകത്ത് എന്ത് റിപ്ലൈ തരുന്നോ അതൊരു ഹ്യൂമൻ എഴുതിയ റിപ്ലൈനെ ബേസ് ചെയ്തിട്ടാണ്, അല്ലാതെ അതിന് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ആ ഡേറ്റേനെ പഠിച്ച് അതിനെ ബേസ് ചെയ്താണ് അവർ സംസാരിക്കുന്ന സ്റ്റൈല് വരെ നമ്മൾ സംസാരിക്കുന്ന സ്റ്റൈലാണ്. അതാണ്. അപ്പോൾ അത് ബേസ് ചെയ്താണ് ഇതില്ല. അപ്പോൾ അതിൽ നിന്ന് ആ ജനറൽ ഇൻ്റലിജൻസിലേക്ക് പോകാൻ ഇപ്പോഴും ആ ഒരു വാല്യൂ ഫുള്ളായിട്ട് ഇതൊരു ഇപ്പോഴും ഡെവലപ്മെൻറ്റ് ക്രോസ് ചെയ്തിട്ടില്ലെന്നാണ് പറയുന്നത്. അവർ ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷേ എന്നാലും ആ ഫുള്ളി ക്രോസ് ചെയ്തിട്ടില്ല. അവിടെയാണ് ഇപ്പോൾ ഒരു പുതിയ റിസർച്ച് വന്നിട്ടുള്ളത്. കൈൻഡ് ഓഫ് ഇൻട്രസ്റ്റിംഗ് ആണ്. വേർ ഹ്യൂമൻ ബ്രെയിൻ സെൽസ് എടുത്തിട്ട്, ഇതാണ് ഞാൻ ഇവിടെ നേരത്തെ പറഞ്ഞു പറയാം. സോ ഹ്യൂമൻ ബ്രെയിൻ സെൽസ് എടുത്തിട്ട് അതൊരു PT ഡിഷിനകത്ത് വെച്ചിട്ട് അതിലേക്ക് അവർ ഇലക്ട്രിക്കൽ ഇമ്പൾസസ് കൊടുക്കും. അപ്പോൾ അത് ലൈവ് ആവും. ഓക്കെ, അത് കറണ്ട് ഇല്ലാത്തപ്പോൾ അത് ഓഫാണ്. അപ്പം അയാൾ മരിച്ചിട്ടുമില്ല ജീവിച്ചിട്ടുമില്ല, കറണ്ട് ഉള്ള സമയത്ത് മാത്രം അത് വർക്ക് ചെയ്യും. എന്നിട്ട് അവർ ആ ബ്രെയിൻ സെൽസിനെ ഒരു ഗെയിം കളിക്കാൻ പഠിപ്പിച്ചു. ഓക്കെ, അപ്പോൾ ആ ഗെയിമിൽ അത് കറക്റ്റായിട്ട് സ്കോർ ചെയ്യുമ്പോൾ അതിനത് ക്ലിയർ ഇലക്ട്രിക്കൽ സിഗ്നൽസ് കൊടുക്കുമ്പോൾ ബ്രെയിനിന് ഒരു ഫീൽ ഗുഡ് ഫീലിംഗ് വരും. കളി അത് കറക്റ്റായിട്ട് തെറ്റി മൂവ് ചെയ്യുമ്പോഴത്തേക്ക് ആ ഇലക്ട്രിക്കൽ ഇമ്പൾസസ് കുറച്ചിട്ട് അതിന് ക്ലിയർ സിഗ്നൽസ് കിട്ടാത്തപ്പോൾ അതിനെന്തോ ഒരു പ്രശ്നമുള്ളത് തോന്നിയിട്ട് അത് ചെയ്യത്തില്ല. ഇപ്പോൾ റൈറ്റ് മൂവ്സിനെ മാത്രം റിവാർഡ് ചെയ്യും. അങ്ങനെ ആ ബ്രെയിൻ സെല്ലിനെ അവർ ആ ഗെയിം കളിക്കാൻ പഠിപ്പിച്ചു, ട്രെയിൻ ചെയ്തു. അപ്പോൾ ഇപ്പോൾ അവർ പറയുന്നത് ഈ ബ്രെയിൻ സെൽസ് നമ്മൾ പഠിക്കുന്ന AI മോഡൽസിനേക്കാളും ബെറ്റർ ആയിരിക്കും ലോങ്ങർ റൺ എന്നാണ്. അപ്പോൾ ആൾക്കാരുടെ ബ്രെയിൻ സെൽസ് ഹാർവെസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ ഒരു ഫോം ഓഫ് റിസർച്ച് കൂടെ വരുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഡാർക്കായിട്ടുണ്ട്. കാര്യം അതിന് കോൺഷ്യസ് ഹ്യൂമൻ ബ്രെയിനിന് കോൺഷ്യസ്നസ് ഉണ്ടെങ്കിൽ നമുക്ക് കോൺഷ്യസ്നസ് ഉണ്ടെങ്കിൽ എനിക്കിപ്പം വിശപ്പ്, സ്നേഹം, ദേഷ്യം എന്നുള്ള ഫീലിങ്സ് ഉണ്ട്. പക്ഷേ എൻ്റെ ഈ ഫീലിങ്സ് ഒക്കെ ഒരുമാതിരി കറണ്ട് കിട്ടുമ്പോൾ മാത്രം എന്തോ ആക്റ്റീവ് ആവും, അല്ലാത്തപ്പോൾ ഇതാവും. അല്ലാതെ എനിക്കൊരു എക്സിസ്റ്റൻസ് ഇല്ല. അപ്പോൾ കൈൻഡ് ഓഫ് ഒരു ലിംബോയി കൊണ്ട് ഹ്യൂമൻ ബ്രെയിൻ സെൽസിന് വെക്കുന്ന ഒരു അവസ്ഥ വരും. ആൻഡ് ചിലപ്പം ഇതാണ് പറഞ്ഞത്, ചിലപ്പോൾ ഒരു സമയം വരാൻ നമ്മുടെ മെമ്മറീസിനെയും അല്ലെങ്കിൽ നമ്മളുടെ കോൺഷ്യസ്നെയും ഒരു സെർവറിലേക്ക് അപ്ലോഡ് ചെയ്തിട്ട് അതിന് സബ്സ്ക്രിപ്ഷൻ വാങ്ങിക്കുന്ന ഒരു അവസ്ഥ വരാം. ആക്ച്വലി ഒരു സിനിമയുണ്ട്, അത് സിനിമയുടെ പേര് ഞാൻ പറഞ്ഞു. ലൈക്ക് ഒരാള് ഒരു അന്യഗ്രഹത്തില് ഒരു സംഭവം എന്തോ ഒരു സംഭവമായിട്ട് പുള്ളി അവിടെയാണ്. ലൈക്ക് അവിടത്തെ എന്താ സ്പേസ് ക്രാഫ്റ്റ് ഒക്കെ റെഡിയാക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ പുള്ളി എല്ലാ വീക്കിലും വീക്കെൻഡ് ആകുമ്പോഴത്തേക്കും പുള്ളി വീട്ടിലോട്ട് കോള് പോകും.
കോൾ ചെയ്യുക, അങ്ങനെയായിരുന്നു സിസ്റ്റം. പക്ഷെ ആ സിനിമയുടെ ക്ലൈമാക്സ് ആകുമ്പോഴത്തേക്കും പുള്ളിക്ക് കോള് പോകാൻ പറ്റുന്നില്ല, പുള്ളിയിലേക്ക് മറഞ്ഞു പോകുമ്പോൾ പുള്ളിക്ക് തോന്നും. ആക്ച്വലി ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഫ്യൂച്ചറിസ്റ്റിക് വേൾഡിലെ ഒരു AI സബ്സ്ക്രിപ്ഷൻ പോലത്തെ ഒരു സംഭവമാണ്. അതായത് മരിച്ചുപോയ ഒരാളുമായിട്ട് വീട്ടുകാർ കോൾ ചെയ്യണേന്. അയാൾ ആക്ച്വലി ഒരു വെർച്വൽ സംഭവമാണ്, അയാൾ ഒറിജിനൽ ആയിട്ടില്ല, അയാളുടെ കോൺഷ്യസ്നെസ് ആണത്. അയാളുടെ കോൺഷ്യസ്നെസ് വെച്ചിട്ട് വീട്ടുകാർ സബ്സ്ക്രിപ്ഷൻ വെച്ചിട്ട് ഇയാളെ ഓരോ വീക്കെൻഡ്സിന് വിളിക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു സെറ്റപ്പ് അവർ ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ്. പ്രോബബ്ലി ഈ ആണെന്നുണ്ടെങ്കിൽ മേ ബി അങ്ങനെയായിരിക്കും. ബട്ട് അവിടെയും എൻ്റെ ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവർ ഈ പറയുന്ന പോലെ കോൺഷ്യസ്നെസ്സിനെ ഇങ്ങനെ സ്റ്റോർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇതുവരെ വന്നിട്ടില്ല, അത് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു പക്ഷെ ഇത് കണ്ടുപിടിച്ചാൽ ഇവരിത് ഇംപ്ലിമെന്റ് ചെയ്യുമോ ഇല്ലയോ, അതാണ് അടുത്ത ലൈക്ക്. ഇംപ്ലിമെന്റിന്റെ മാത്രമല്ല, ഇത് ആക്ച്വലി ജനറലി ആളുകളിലേക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റും ഈ പവർ. അല്ല അതറിയില്ല, അതാ ചോദിച്ചാൽ എല്ലാവർക്കും കൊടുക്കാൻ പറ്റുമല്ലോ എന്നുള്ള, ഇത് ചെയ്യാൻ പറ്റുമോ, ചെയ്താൽ ഇതിന് എന്തെങ്കിലും നെഗറ്റീവ് സൈഡ് എഫക്ട്സ് കാണുമോ എന്നുള്ളതാണ്. ലൈക്ക് അത് ചെയ്യാൻ എനിക്ക് തോന്നുന്നു കുറേയൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഇപ്പോൾ എൻ്റെ ഒരു വാട്സപ്പ് ചാറ്റ് ഹിസ്റ്ററി എടുക്കുക. അതായത് ഇത്രയും കാലം ഞാൻ ആർക്ക് ചാറ്റ് ചെയ്തിട്ടുണ്ട് അതിനെ ഫുൾ ഒരു CSV ഒരു ഫയലായിട്ട് ഒരു വേർഡ് ഡോക്യുമെൻ്റ് എക്സ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇത്രയും വർഷം സംസാരിക്കുന്നത് എന്നുള്ള ഡേറ്റാബേസ് ആയി. ഈ ഡേറ്റാബേസ് ഒരു AI പഠിപ്പിക്കുക, എന്നിട്ട് പ്രോംപ്റ്റ് കൊടുക്കുക, ഇതേപോലെ മാത്രം റെസ്പോണ്ട് ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ സംസാരിക്കുന്ന ടോക്കിംഗ് സ്റ്റൈലും കാര്യങ്ങളും എൻ്റെ കൈൻഡ് ഓഫ് ഒരു തോട്ടിൻ്റെ പാറ്റേണും അതിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള ഇതേപോലെ ആൾക്കാർ എന്തായിരുന്നു, ഇപ്പോൾ തന്നെ ചൈനയിൽ ഒരു കമ്പനി ഉണ്ട്. എന്നിട്ട് നിങ്ങളുടെ ഇപ്പോൾ വീട്ടിൽ ആരെങ്കിലും വയസ്സായിട്ടുണ്ടെങ്കിൽ അവരുടെ 2 മണിക്കൂറിൻ്റെ വോയിസ് ക്ലിപ്പും അവരുടെ എന്തൊക്കെ ടെക്സ്റ്റ് കൊടുക്കാൻ പറ്റുമോ അവരുടെ ഫോട്ടോസ് വരുമെന്ന് എടുത്തിട്ട് പോയിട്ട് അവർ ഇൻ കേസ് മരിച്ചാൽ അവരുടെ ഒരു വെർച്വൽ ക്ലോൺ അവരുണ്ടാക്കി തരും, നമുക്ക് സംസാരിക്കാം. സോ അതിൻ്റെ ബട്ട് അപ്പോഴും മെമ്മറീസ് എങ്ങനെ ഇവർ ഇതെടുക്കും, അതാണ് ചോദിക്കുന്നത്. അതാണ് അവരടുത്ത് സംസാരിച്ച് എന്തൊക്കെ ഓർമ്മ ഉണ്ടെന്നൊക്കെ നോട്ട് ചെയ്തെടുക്കുമെന്ന് തോന്നുന്നു. എല്ലാം ഡേറ്റ ആണല്ലോ, എന്തൊക്കെ ഡേറ്റ പോയിന്റ്സ് കിട്ടാം അത് വെച്ചിട്ട് അവർ ഇത് ചെയ്യും. എല്ലാം കംപ്ലീറ്റ് ഡേറ്റയാണ്, മനസ്സിലായി. ഇപ്പൊ ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഒരാള് ലൈക്ക് റെഡിറ്റിൽ ഒരു മണി മീം പോസ്റ്റ് ചെയ്യുന്ന ആള്, മീം കൺസ്യൂം ചെയ്യുന്ന ആളാണ്. അപ്പൊ അവര് സംസാരിക്കുന്നത് പൊതുവെ മീം റെഫറൻസ് ഒക്കെ വെച്ചിട്ടായിരിക്കും. അപ്പൊ ആലോചിച്ച് നോക്കും, അയാളുടെ ഒരു കോൺഷ്യസ്നെസ് എടുക്കുകയാണെങ്കിൽ പുള്ളി സംസാരിക്കണ ഇങ്ങനെ എന്തെങ്കിലും മീം റെഫറൻസ് വെച്ചിട്ടായിരിക്കും. ഇങ്ങനെ പുള്ളിയുടെ ഫുള്ള് പേഴ്സണാലിറ്റി നമുക്ക് മാപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ചാറ്റ് GPT യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അതിൽ ഇടുന്ന ടോപ്പിക്സ് കാണും, പുള്ളിയുടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്സ്, കാര്യങ്ങൾ. ഇതൊക്കെ വെച്ചിട്ട് ബട്ട് അങ്ങനെ അപ്പോഴും ഈ ഡേറ്റ എല്ലാം കിട്ടി, ഇപ്പം ആക്സസ് കിട്ടി. ബട്ട് അതവർ ഈ പറഞ്ഞ പോലെ അതിനെ യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ കോൺഷ്യസ്നെസ് വെച്ചിട്ട് യൂസ് ചെയ്യാനുള്ള ഒരു ഇത് ഈ പറഞ്ഞ പോലെ കമ്പനീസ് കൊടുക്കാൻ സാധ്യതയുണ്ട്. ലൈക്ക് അത് ഒരു ആ ഒരു കോൺഷ്യസ്നെസ് വെച്ചിട്ട് ഇപ്പം നമ്മൾ പോകുന്ന ലെവലിൽ പോകാതെ അതൊരു ഡാർക്കർ ഇതിലേക്ക് പോകാനോ അങ്ങനെ എന്തെങ്കിലും വാങ്ങാൻ ആളുണ്ട്, വിൽക്കാൻ ആളുണ്ട്. അതായത് ചോദിച്ചു, ഇപ്പം നമ്മളുടെ കോൺഷ്യസ്നസ് ആര് മേടിക്കാനാ, നമ്മളെ അറിയാവുന്ന ആയിരിക്കണം മേടിക്കുന്നത്. അപ്പം നമ്മൾ മേടിക്കുന്ന ഈ പറഞ്ഞ അവരുമായിട്ട് ഇനിയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ട്, അല്ലെങ്കിൽ മരിച്ചുപോയ ഒരു ആരെങ്കിലും അതുകൊണ്ടായിരിക്കും എടുക്കുന്നത്. ബട്ട് ദ തിങ് ഇസ്, എന്നെ ഇപ്പം ഈ കോൺഷ്യസ്നസ് മേടിക്കുന്ന ഇപ്പം ഫോർ സേ റോബോട്ട് എന്ന് ചോദിച്ചോ, അത് പിന്നെ നമുക്കൊരു നെഗറ്റീവ് ഇതായി മാറുമോ? ലൈക്ക് ഇപ്പം ഞാൻ മേടിക്കുന്നത് എൻ്റെ ഇപ്പം എൻ്റെ എന്താ പറയുക, ഇപ്പോൾ എൻ്റെ ഒരു ബ്രദറിൻ്റെയോ അല്ലെങ്കിൽ എൻ്റെ ഫാദറിൻ്റെ ആരുടെങ്കിലും കോൺഷ്യസ് വെച്ച് വരുന്ന ഒരു ബോട്ടിനെ മേടിച്ചത്. ബട്ട് അതിനെ ട്രെയിൻ ചെയ്തേക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എറർ കാരണത്താൽ അത് ലൈക്ക് ഇപ്പോൾ എനിക്കതൊരു പ്രോബ്ലമായി മാറുമോ എന്നാണ് ചോദിക്കുന്നത്. ലൈക്ക് അതിനുള്ള സാധ്യത ഉണ്ടോ എന്ന്. ഇല്ല, കറക്റ്റ് ആവാൻ ബേസിക്കലി ഇല്ല, ഉണ്ടാവും. പക്ഷെ അങ്ങനെ ഉണ്ടായാലും ലൈക്ക് അവരവരുടെ ടേംസ് ഓഫ് സർവീസിൽ പറയും ഇതിങ്ങനെയൊക്കെ ചെയ്യാം, എക്സ്പെരിമെന്റ്. അതാ ചോദിക്കും, അപ്പൊ ഇത് ഇപ്പോൾ എല്ലാവർക്കും ഈ ഓപ്ഷൻ എല്ലാവർക്കും പബ്ലിക്കലി കൊടുക്കാൻ സാധ്യത ഉണ്ടോ? ലൈക്ക് കമ്പനീസ് അങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ അവര് ലൈക്ക് റോബോട്ട്സ് ആയിട്ടായിരിക്കും ചിലപ്പോൾ ഇറങ്ങുന്നത്. എനിക്ക് തോന്നുന്നു ലൈക്ക് ഒരു വെർച്വൽ വീഡിയോ കോൾ ആയിരിക്കാം, എനിത്തിങ്. അല്ല, എനിക്ക് അതിന് പറയാനൊരു പേര് കിട്ടാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഒരു ബോട്ടെന്ന് ഞാൻ പറഞ്ഞത് എന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷെ ഞാൻ ചോദിച്ചത് അതിപ്പം ആ ഒരു ഐറ്റത്തിന് ഈ പറഞ്ഞ പോലെ ഇത്രയും ഒരു വൈഡ് സ്കെയിലിൽ ഇപ്പം നമ്മൾ ഫോൺസ് ഒക്കെ ഇറക്കുന്ന പോലെ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ കമ്പനീസ് ഇറക്കാൻ സാധ്യത ഉണ്ടോ? അല്ല, അതാണ് ചോദിക്കുന്നത്. ലൈക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു മെഗാകോർപ്പ് ആയിരിക്കും ഇത് മെയിനായിട്ട് ഇത് ചെയ്യുന്നത്. അവരായിരിക്കും ഇതിനെ ചെയ്തിട്ട്. ഇപ്പോൾ ഞാൻ പണ്ടൊരു പോഡ്കാസ്റ്റിൽ പറഞ്ഞു, നെറ്റ്ഫ്ലിക്സ് എന്ന് പറയുന്ന സാധനം പോലെ നമുക്ക് സബ്സ്ക്രിപ്ഷൻ ചെയ്യാൻ പറ്റുന്ന അവരായിരിക്കും നിങ്ങളുടെ ലവ് വൺസിനെ. പക്ഷേ അതിന് മുമ്പ് ഫസ്റ്റ് തന്നെ നമ്മൾ കൺസെൻറ്റ് ചെയ്ത് ആ ഡേറ്റ കൊടുക്കേണ്ടി വരും. ആ ഡേറ്റ വെച്ചിട്ട് അവർ ട്രെയിൻ ചെയ്ത് ഉണ്ടാക്കി തരും. ഇതാ നിങ്ങളുടെ ലവ് വണിൻ്റെ വെർച്വൽ പെറ്റ് നിങ്ങൾക്ക് വിളിക്കാൻ സംസാരിക്കുക എന്ന് പറയുമ്പോൾ ഇത് ഇവിടെ നമ്മൾ പറഞ്ഞത് എല്ലാം കണ്ടണ്ട. ഇവിടെയാണ് ഫസ്റ്റ് നമ്മളെ ഐസൊലേറ്റ് ചെയ്യുക. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ പറയുന്ന ഇത്രയും ഡേറ്റാസ് ഒരു ബാഡ് പേഴ്സൺ
ബാഡ് പേഴ്സൺ എന്ന് പറയുന്നത് ഇന്റർനെറ്റ് സ്പേസിൽ ഹാക്കേഴ്സാണ്. ഹാക്കേഴ്സിൻ്റെ കയ്യിൽ ഇങ്ങനത്തെ തരത്തിലുള്ള ഇൻഫർമേഷൻ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം പറഞ്ഞ പോലെ ഇപ്പം എനിക്കിപ്പോൾ ഒരു മോളുണ്ട്, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ എന്നെ ഇങ്ങനെ വീഡിയോ കോൾ ചെയ്യുന്നു, ആ ഡേറ്റ അവരുടെ കയ്യിലുണ്ടല്ലോ. എനിക്ക് 10,000 1 lakh ക്യാഷ് വേണം, ഞാൻ ഇവിടെ സ്റ്റക്കാണ്, നമ്മളെങ്ങനെ കണ്ടുപിടിക്കും അല്ലെങ്കിൽ എങ്ങനെ തിരിച്ചറിയും? നമുക്ക് പറ്റത്തില്ല. അല്ല ബ്രോ, ഈ സബ്സ്ക്രിപ്ഷൻ നമ്മളൊരു ഇപ്പം ആരെങ്കിലും മരിച്ചു പോയല്ലേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ലേ. ഇതിപ്പം പൊതുവേ നമ്മളുടെ ഒരു ഹാക്കറിന്റെ കയ്യിൽ കിട്ടുകയാണ്, പുള്ളി ഉപയോഗിക്കാൻ പോകുന്നത് നമുക്ക് എഗൻസ്റ്റ് ആയിട്ടായിരിക്കുമല്ലോ. അത് നമുക്ക് ടാക്കിൾ ചെയ്യാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഒന്ന് തിരിച്ചറിയാൻ പറ്റുമോ, ലൈക്ക് ഈ ഡേറ്റ നമ്മളിൽ ഒരാളല്ലാതെ വേറൊരാളാ യൂസ് ചെയ്യുന്നതെന്നും, രണ്ട് ഇത് ഒരു ഈ പറഞ്ഞ നെഗറ്റീവ് ഇതിലാണോ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നതെന്ന് നമുക്ക് അത് തിരിച്ചറിയാൻ മാർഗമുണ്ടോ? അത് ഫസ്റ്റ് എനിക്ക് തോന്നുന്നു എന്തെങ്കിലും നോർമൽ അല്ലാത്ത രീതിയിൽ ഡിസ്ട്രസ് മെസ്സേജ് കിട്ടിയാൽ ഫസ്റ്റ് സോഴ്സിനെ വിളിച്ചു ചോദിക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കേട്ടോ, അല്ല സോഴ്സിനെ വിളിച്ചു ചോദിക്കുക. അല്ല എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ ഇപ്പം എൻ്റെ അപ്പനായിട്ടാണ് വിളിച്ച് പറയുന്നത്, ഇത് എന്താ പറഞ്ഞാൽ എനിക്കിപ്പോൾ പുള്ളിയുടെ ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ പുള്ളിനെ വിളിച്ചു ചോദിക്കാമല്ലോ, ഇത് ഒതന്റിക് ആണോ എന്ന് വെരിഫൈ. ഇമ്മീഡിയറ്റ്ലി റെസ്പോണ്ട് ചെയ്യാതെ ആക്ച്വലി ഇതിൻ്റെ ഒരു ഏതൊരു സിനിമയിൽ ഏതൊരു സിനിമയിൽ കണ്ടിട്ട് ഇതിൻ്റെ ഒരു കോഡുണ്ട്, ഇത് കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടി നമ്മളിങ്ങനെ ഒരു കോഡ് വേർഡ് പറയും. എന്നുവെച്ചാൽ ഇപ്പം എൻ്റെ മോനാണെന്ന് വിചാരിച്ചോ, ഞാനാണെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി നമുക്ക് മാത്രം അറിയാവുന്ന ഒരു കോഡ്. അല്ലെങ്കിൽ എല്ലാവരും മറ്റേ സാധനം കയ്യിലെടുത്തിട്ടുണ്ടോ, സാധനം കയ്യിലുണ്ട് ആണ് അത്. അതുപോലെ അല്ലെങ്കിൽ പിന്നെ ഫോണിൽ എല്ലാവരും മറ്റേ ഫാമിലി ഷെയറിംഗ് ഓൺ ആക്കിയിടുക, അപ്പം വീട്ടിലെല്ലാവരും എവിടെ നിന്നുണ്ടെന്ന് അറിയാൻ പറ്റും. അങ്ങനെ വല്ലോ. പിന്നെ ഈ പറയുമ്പോൾ ഇതിന്റെ എല്ലാ ഒരു കോർ എലമെന്റ് പറഞ്ഞാൽ നമ്മളെ ഹ്യൂമൻ കണക്ഷൻ കുറച്ചുകൂടെ സ്ട്രോങ്. നമ്മളിപ്പോ ലൈക്ക് ഓക്കെ ഫുള്ളി ഡിജിറ്റലൈസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഈ പറയുമ്പോൾ ഈ കോറിഡോർ ക്രൂവിന്റെ ഒരു വീഡിയോയിലുണ്ടായിരുന്നു, ഈ റാൻസം കോൾ വരുവാണ് അല്ലെങ്കിൽ ലൈക്ക് ഒരു വീഡിയോ അയക്കുവാണ്, അയ്യോ അമ്മ എന്നെ ഇങ്ങനെ തട്ടിക്കൊണ്ടുപോയിരിക്കണം 10 ലക്ഷം രൂപ വേണം. അപ്പൊ പുള്ളിക്കാരെ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കണം ഇത് എങ്ങനെ ഒരു AI വീഡിയോ ആണെന്ന് കണ്ടുപിടിക്കാൻ മതി. അപ്പൊ ആ ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ ഈ പറയുമ്പോൾ പിന്നെ ഈ പറയുമ്പോൾ ആ പുള്ളിയുടെ അമ്മ തന്നെ ചിലപ്പോ ചില വീഡിയോ കാണുമ്പോ കണ്ടുപിടിക്കും ഇത് മോനല്ലെന്ന്. കാര്യം നേരിട്ട് കാണുന്നുണ്ട് ഡെയിലി. അപ്പൊ പുള്ളിക്കാരിക്ക് ഫേഷ്യൽ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ തിരിച്ചറിയാൻ പറ്റും. അപ്പൊ ഈ പറയുന്ന പോലെ എല്ലാത്തിന്റെയും ബേസ് എന്ന് പറയുന്നത് മാക്സിമം നമ്മുടെ കണക്ഷൻസ് കുറച്ചുകൂടെ സ്ട്രോങ് ആക്കുക, നമ്മൾ നേരിട്ട് കണ്ട് സംസാരിക്കുക, അതൊക്കെ ഒന്ന് സ്ട്രെങ്ത് ചെയ്ത് കൊണ്ടുപോകും. അതിലാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. ഈ പറയുന്ന പോലെ പിന്നെ ഒരു കാലത്ത് റിപ്ലേസ് ചെയ്യാൻ പറ്റാത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹ്യൂമൻ കണക്ഷൻസ്, പിന്നെ നമ്മൾ ഈ ഫിസിക്കലായിട്ടിരുന്ന് കിട്ടുന്ന. ആക്ച്വലി ഇത് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ്, ഞാൻ പെട്ടെന്ന് ഒരിടത്ത് വായിച്ച ഒരു കാര്യമാണ്, ഒരു സബ്ജക്റ്റാണ്. എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലും ഒരു ബാഡ് മെമ്മറി കാണുമല്ലോ, ഒരു കോർ ബാഡ് മെമ്മറി നമ്മുടെ ലൈഫിൽ ഉണ്ടാവാം, ഇല്ലാത്തത് നല്ലത്. ഉള്ളവർക്ക് ഈ കോർ ബാഡ് മെമ്മറി ഇറേസ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ആക്ച്വലി വിശ്വസിക്കുന്നത് എന്നെ ഞാനാക്കുന്നെന്ന് പറയുന്നത് എൻ്റെ ആ ബാഡ് മെമ്മറിയാണ്. അത് എറേസ് ചെയ്യുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഭാഗം ഇല്ലാതാക്കുകയാണ്. നമുക്ക് ആ വിഷമം കാണത്തില്ല തീർച്ചയായും, പക്ഷെ അത് എറേസ് ചെയ്താൽ ഉണ്ടാവുന്ന കോൺസെപ്റ്റ് പെട്ടെന്ന് ഇതിങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ മൈൻഡിൽ ആദ്യം അതാണ് വന്നത്. ആകുമ്പോഴത്തേക്ക് ഇതുവരെ നമ്മളായ പല കാര്യങ്ങൾ അതിൽ നിന്ന് മാറുകയാണ് ബേസിക്കലി. ഏതാണ്ട് ഇപ്പം നമ്മൾ ഈ ടൈം ട്രാവൽ പോലെ പുറകിലോട്ട് പോയിട്ട് മാറ്റിയിട്ട് വരുമ്പോഴത്തേക്ക് എല്ലാം മാറുകയാണ്, ടൈം ലൈനേ മാറുകയാണ്. അതുപോലെയാണ് നമ്മൾ ഇന്നിപ്പോൾ എന്തായിട്ടുണ്ടോ നമ്മൾ സംസാരിക്കുന്ന രീതി, അല്ലെങ്കിൽ നമ്മൾ പെരുമാറുന്ന രീതി, അല്ലെങ്കിൽ നമ്മൾ ഒരാളെ കാണുമ്പോൾ റെസ്പെക്ട് ചെയ്യുന്ന എല്ലാം ഈച്ച് ആൻഡ് എവറി ഇത് നമ്മളുടെ പാസ്റ്റ് ഇത് ഇൻഫ്ലുവൻസ് ചെയ്ത് തന്നെയാണ്. അതിലെന്ത് ചേഞ്ച് വന്നാലും അതനുസരിച്ച് ഓപ്പോസിറ്റ് ചേഞ്ച് അപ്പുറത്തും വരും. അതെങ്ങനെയാണ് ചിലപ്പോൾ ഒരു വേർഡ് ഫീലിംഗ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ഇയാളെ ബഹുമാനിക്കുന്നുണ്ട്, പക്ഷെ എന്തുകൊണ്ടാണ് ഞാൻ ബഹുമാനിക്കുന്നത് പക്ഷെ ഞാൻ ബഹുമാനിക്കുന്നുണ്ട്. അങ്ങനെ എനിക്കൊരു മനസ്സിലാവുന്നില്ല എന്തിനാണ് ഞാൻ ഇയാളെ ഇതിനെപ്പറ്റി ഞാൻ കുറച്ച് ഡീപ്പായിട്ട് ഞാൻ ചിന്തിക്കുന്ന സമയം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഈ കാലഘട്ടത്തിൽ ഞാൻ അജിനാണ്, ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന അജിൻ ഒരു 100 വർഷം മുമ്പ് പോയി കഴിഞ്ഞാൽ എനിക്ക് റെലവൻസ് ഇല്ല. അത് ബാക്കിലേക്ക് പോയാലും ഫ്രണ്ടിലേക്ക് പോയാലും എനിക്ക് റെലവൻസ് ഇല്ല, എനിക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല. നമ്മുടെ ആ ജേണിയാണ് നമ്മളെ നമുക്ക് ആ ഒരു സന്തോഷം തരുന്നത്. അത് ഇറേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നോളജിയൊക്കെ വന്നു കഴിഞ്ഞാൽ അതാണ് എഗെയിൻ എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുന്നതെന്നൊരു ക്വസ്റ്റ്യൻ എൻ്റെ ഉള്ളിൽ എപ്പോഴും വരും അങ്ങനെ ചെയ്താലേ. ആൻഡ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇങ്ങനൊരു ടെക്നോളജി ബ്രോ പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, ലൈക്ക് ഇത് ഇഫറ്റോൾ ഇത് ആൾക്കാരിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അവർ ഇങ്ങനെ ആയിരിക്കും, ഇതിൻ്റെ ഒരു പാത്ത് ഇങ്ങനെ ആയിരിക്കും. ഫസ്റ്റ് ഇവർ വാർ വെറ്ററൻസിനെ എടുക്കും. ഓക്കെ, വാറിന് പോയിട്ട് അവർക്ക് കുറേ ട്രോമ കാണും. അപ്പം ഇപ്പം ഞാൻ ബ്രോഡ് പറയാം നമുക്ക് വാർ വെറ്ററൻസിൻ്റെ കുറച്ച് വിഷമം കളയാം എന്ന് പറഞ്ഞാൽ ബ്രോ നോന്ന് പറയുമോ? ഇല്ല. ബ്രോ പറയും ഓക്കെ നല്ല കാര്യമല്ലേ. അപ്പോൾ അല്ല അവർ ഓക്കെ കുഴപ്പമില്ല, അവർ സന്തോഷമായിട്ട് ജീവിച്ചോളൂ, ഇത്രയും കാലം അവർ കഷ്ടപ്പെട്ടല്ലേ. അപ്പം അവരിൽ അത് ചെയ്തു, സക്സസ് ആയി. ഓക്കെ, എന്നിട്ട് ഓക്കെ അപ്പോൾ അടുത്ത സെക്കൻഡ് റൗണ്ടിൽ കുറച്ചുകൂടെ ഡിപ്രഷൻ, ഇത് ഇങ്ങനെ ഡ്രിപ്പ് ചെയ്ത് സൊസൈറ്റിയിലേക്ക് വരുന്നത് അങ്ങനെ ബുദ്ധിമുട്ടുള്ള. അപ്പോൾ അവസാനം പതുക്കെ എല്ലാവർക്കും വിചാരിക്കും ഓക്കെ കുഴപ്പമില്ലല്ലോ, നോർമലൈസ്ഡ് ആയി.
ഇതേപോലെ തന്നെ US റിംഗ് എന്നൊരു ഡോർബെല്ലുണ്ട്. പുറത്ത് നമ്മൾ പുറത്തേക്കുമ്പോഴത്തേക്ക് അകത്തേക്കുമ്പോൾ പുറത്താരെ വന്നതെന്ന് ക്യാമറ കാണാൻ പറ്റും. റിംഗ് ഫേമസ് ഡോർ, അത് നല്ല പോപ്പുലറാണ്. അപ്പോൾ അവരൊരു പുതിയ അപ്ഡേറ്റ് കൊണ്ടുവന്നു. നിങ്ങളുടെ പട്ടീനെ കാണാതായാൽ നിങ്ങളുടെ നെയ്ബർഹുഡിൽ എല്ലാവർക്കും റിംഗ് ഉണ്ട്, ഇതിൻ്റെ എല്ലാം നമുക്ക് ഡേറ്റ ഷെയർ ചെയ്ത് റിയൽ ടൈം ആയിട്ട് പട്ടി ഏതുവഴി പോയെന്ന് ട്രാക്ക് ചെയ്ത് തരാമെന്ന്. പക്ഷേ നമുക്ക് തോന്നുന്നുണ്ട് പട്ടീനെ വന്ന് ട്രാക്ക് ചെയ്യുള്ളൂ. ഇല്ല, പക്ഷേ പട്ടീനെ ട്രാക്ക് ചെയ്ത് നിങ്ങളുടെ പട്ടി ഒരിക്കലും ലോസ് ആകത്തില്ല എന്ന് പറയുമ്പോൾ ഓക്കെ കൊള്ളാം, എല്ലാവരും എഗ്രി ചെയ്യും. അപ്പോൾ ഇങ്ങനെ സ്വീറ്റ് പറഞ്ഞ രീതിയിൽ ഇവരുടെ ഡേറ്റ എല്ലാം എടുക്കും. അതാണ് ഒരു ഡാർക്ക് കാര്യം. ആൻഡ് അതിനിപ്പം നോന്ന് പറയുന്നതും കുറ്റക്കാരനായി. ശരിയാണ്. ഓക്കെ, നിനക്ക് പട്ടീനെ അത് ശരിയാണ്. ഒരു പട്ടി ഒരു മനുഷ്യ സ്നേഹം ഇല്ല, ഒരു മൃഗസ്നേഹം ഇല്ലെന്ന് പറഞ്ഞ് അതിനെതിരെ പോവും. അത് ശരിയാണ്, അത് കറക്റ്റാണത്. പക്ഷെ അപ്പോഴും ഇത് വൺസ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് റോങ് ഹാൻഡ്സിലേക്ക് പോയാൽ അതൊരു ഇഷ്യൂ തന്നെയല്ലേ. ഈവൻ ഇടയ്ക്ക് ആപ്പിളിനൊരു വലിയ ബാക്ക്ലാഷ് ഉണ്ടായിരുന്നു. ആപ്പിൾ iOSന്റെ എല്ലാ ഫോട്ടോസും ആപ്പിളിന് റിയൽ ടൈം ആക്സസ്, അവരുടെ ഒരു എക്ക് ആക്സസ് കൊടുക്കുമെന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ നമ്മുടെ എന്തൊക്കെ ഫോട്ടോ ഐക്ലൗഡിലുണ്ട്, നമ്മുടെ പ്രൈവറ്റ് ആയിക്കോട്ടെ എന്ത് ഫോട്ടോ ആയാലും എക്ക് ആക്സസ് ഉണ്ട്. അതൊരു ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ചൈൽഡ് സെക്യൂരിറ്റിക്ക് വേണ്ടിയാണ്. പിള്ളേരുടെ കണ്ടന്റ് ആരെങ്കിലും കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പം അതൊരു റോങ് കണ്ടന്റ് ആണെങ്കിൽ അതിനെ ഫ്ലാഗ് ചെയ്യാൻ വേണ്ടിയാണെന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ അങ്ങനെ ഫ്ലാഗ് ചെയ്യാൻ പിള്ളേരുടെ കണ്ടന്റ് പിള്ളേരെ സേഫ് ആക്കണമെന്ന് പറയുമ്പോൾ പിന്നെ ആരും ഒന്നും പറയില്ല. പക്ഷെ അത് വെച്ചിട്ട് പിന്നെ അവർക്ക് അപ്പോൾ പിന്നെ പക്ഷേ അത് ഫേസ് ആക്കി വെച്ചിട്ട് ഡേറ്റ് എന്ത് ചെയ്യും, ഡേറ്റ് റേഞ്ച് ചെയ്യും ബാക്കി. അപ്പോൾ അവർക്ക് എല്ലാവരുടെയും ഡേറ്റ ആക്സസ് ആയില്ലേ. അങ്ങനെ അതാണ് ഇങ്ങനെ ആൾക്കാരുടെ കൈകെട്ടി. അല്ല, ഇപ്പൊ എല്ലാത്തിലും ഇപ്പൊ ആക്സസ് നമ്മൾ കൊടുത്തോണ്ടിരിക്കുക. ലൈക്ക് ഫോണിൽ ഇപ്പൊ നമ്മൾ ഫുൾ ടൈം ആക്സസ് കൊടുത്തോണ്ടിരിക്കുക. അല്ല, ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഫോണിൽ നമ്മുടെ ഫ്രണ്ട് ക്യാമറ ഫുൾ ടൈം മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ പോലെ മൈക്രോഫോൺ ഫുൾ ടൈം മോണിറ്റർ ചെയ്ത് നമ്മളിപ്പോൾ ഇത്ര നേരം പറഞ്ഞ കാര്യം ഇനി നോക്കിയോ, ഇനി യൂട്യൂബ് എടുക്കുമ്പോഴത്തേക്ക് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളായിരിക്കും വരാൻ പോകുന്നത്. ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതുപോലെയല്ല മറ്റേ ഇൻസിഡന്റ് സ്നാപ്ചാറ്റിൽ ഒരാൾ മറ്റേ ഫ്ലൈറ്റിൽ ബോംബ് ചെയ്യാൻ പോകുന്ന പറഞ്ഞപ്പോൾ സ്നാപ്ചാറ്റ് എൻക്രിപ്റ്റ് അല്ല, സ്നാപ്ചാറ്റിന് പറഞ്ഞിട്ടുണ്ട് ചാറ്റ് എൻക്രിപ്റ്റ് അല്ല. പക്ഷെ സ്നാപ്ചാറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും യൂസ് ചെയ്യുന്നത് എന്തിനാണ്, ലൈക്ക് അയച്ചാൽ അത് അപ്പം പോവും, പിന്നെ അത് ആരും കാണത്തില്ല എന്ന് വെച്ചാൽ. എന്നിട്ടും അതും എത്തിയില്ലേ, അതാ ചോദിച്ചത്. അപ്പം എവറിത്തിങ് മോണിറ്റേഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ബേസിക്കലി. എല്ലാ സൈഡിലും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇതൊരു കോൺഫിഡൻസ് ആയിട്ട് തോന്നുന്നുണ്ടോ? നമ്മളിപ്പോൾ ഫോൺ എടുത്തല്ലേ, പണ്ടൊക്കെ ഫോൺ ഓഫ് ചെയ്യുന്ന എങ്ങനെയായിരുന്നു, പവർ ബട്ടൺ ഞെക്കി പിടിച്ച് ഓഫ് ആവും. ഇപ്പോൾ പവർ ബട്ടൺ ഞെക്കി പിടിച്ചാൽ ചെറിയ വരുന്നത് ഐഫോണിനകത്താണെങ്കിൽ. ഇപ്പോൾ ഓഫ് ഇല്ല. അപ്പോൾ ഒരു കുറച്ച് പ്രായമുള്ള ആളുടെ കൊടുത്ത് അവർക്ക് ഫോൺ ഓഫ് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പോൾ. അതുകൊണ്ടാണല്ലോ ബാറ്ററി നമുക്ക്. അപ്പോൾ കൈൻഡ് ഓഫ് ഈ സാധനത്തിൽ നമ്മൾ പ്ലഗ്ഡ് ഔട്ട് ആവരുത് എന്നൊരു അജണ്ട കൈൻഡ് ഓഫ് പോകുന്നത്. പിന്നെ വേറൊരു എന്റെ കൺസേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഓൾമോസ്റ്റ് എന്തായാലും കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ ഒരു 90% ജോബ്സും AI വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാനുള്ള എല്ലാ ഇതും. ഇപ്പൊ എന്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാലും എഡിറ്റിംഗ് ഒക്കെ ഒരു പരിധി വരെ AI വെച്ച് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഈ പറയും പോലെ കുറച്ചുകൂടെ അതിന്റെ കോൺഷ്യസ്നെസ് കുറച്ചുകൂടെ ഒന്ന് വൈഡ് രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെ വീഡിയോ സ്റ്റോറിയും ഉണ്ടാക്കി അത് തന്നെ വീഡിയോ എടുത്തു. പക്ഷെ ഇങ്ങനത്തെ ഒരു ലെവൽ വരുമ്പോൾ നമ്മുടെ ഹ്യൂമൻസിന്റെ ലൈക്ക് എന്താ പറയുന്നത്, നമ്മുടെ ഒരു പാർട്ട് എന്തായിരിക്കും ഈ വേൾഡിൽ, നമ്മൾ എന്തിനു ജീവിക്കണം, എന്താ നമ്മളുടെ ഇതെന്താ. ഒരാൾ എനിക്കൊന്ന് ഡയറി ഓഫ് സിയുടെ ഒരു പോഡ്കാസ്റ്റിലാണ് ഒരാൾ വന്നിട്ട്, ഐ തിങ്ക് പുള്ളി ഓപ്പൺ വർക്ക് ചെയ്തിട്ടുള്ള ആളാണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. പക്ഷെ പുള്ളി ആക്ച്വലി പറഞ്ഞ കാര്യമാണ്, ഓൾറെഡി ഈ വലിയ ടെക് ജയൻസ് ഇത് ഓൾറെഡി കണ്ടുപിടിക്കാവുന്ന അത്രയും ക്ലോസ് ആയിട്ട് എത്തിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവരുടെ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പേസ് എക്സ്പ്ലോറേഷൻ വലിയ രീതിയിൽ ഗലാറ്റിക് രീതിയിൽ, അതായത് എർത്തിലുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞാൽ, അതായത് ഇലോൺ മസ്കിനൊക്കെ ഇനി എന്താണ് ആവശ്യം പറയുമ്പോൾ മാർസിൽ കോളനി തുടങ്ങുക, ഈ മൂണിൽ സ്റ്റാർട്ട് ചെയ്യുക, ഇതൊക്കെയാണ്. അതായത് നമ്മുടെ റേസിനെ മുന്നോട്ട് കൊണ്ടുപോവുക, അത് മസ്കും പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ ഒരു കാര്യത്തിലോട്ടാണ് അവർ ചിന്തിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ ഈ പറയും പോലെ ഒരു സൂപ്പർ ഇന്റലിജൻസ് ആവശ്യമാണ്. മനുഷ്യനെക്കാട്ടിലും കേപ്പബിൾ ആയിട്ടുള്ളൊരു ഇത്. അപ്പൊ എന്തായാലും ആ ഒരു ലെവലിൽ എന്തായാലും അവര് മാക്സിമം വളർത്താൻ നോക്കും. ഇങ്ങനെ വളർന്ന് റെഡിയായി. അല്ല, അത് നമ്മളും കൂടെ അതിന്റെ ഒരു ഭാഗമാവുകയല്ലേ. നമുക്കും വേണ്ടത് എന്താണ്, നമുക്കും കൂടുതൽ കാര്യങ്ങൾ. അല്ല, അവസ്ഥ നമുക്കൊന്നും ചെയ്യാനില്ലാത്തൊരു അവസ്ഥയാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതാണ് എന്റെ. ചിലപ്പോൾ നമ്മളും സൈബോർസൂടെ ബ്ലെൻഡ് ആയിരിക്കും കേട്ടോ. ചിലപ്പോൾ അങ്ങനെ പറ്റാൻ പറ്റും. അതൊരു പോസിബിലിറ്റി ആണ്. ഹാഫ് ഹ്യൂമൻ ഹാഫ് മനുഷ്യരെ പോലത്തെ ആൾക്കാർ വരുമായിരിക്കും. നമ്മളങ്ങോട്ട് വരായിരിക്കും. പക്ഷെ അപ്പോഴും അപ്പൊ പിന്നെ സസ്റ്റൈനബിലിറ്റിയും ഈ പറഞ്ഞ നെക്സ്റ്റ് ജനറേഷൻ എന്താണ്? അപ്പം പിന്നെ അതാണ് എന്റെ ചോദിക്കുന്നത്. മറ്റേ എന്തായിരുന്നു, ഇപ്പം എനിക്ക് കൈ വേണ്ട, ഇനി ഒരു മെക്കാനിക്കൽ ലാമ്പ് ഉണ്ടെങ്കിൽ കുറെ കൂടെ നൈസ് ആണെങ്കിൽ. അല്ല, അങ്ങനെ ചോദിക്കാം. അപ്പൊ പിന്നെ അങ്ങനെ ആ ലെവലിലേക്ക് പോകും. പിന്നെ ജനറേഷൻ കാണത്തില്ലല്ലോ. ലൈക്ക് ഇനി റീപ്രൊഡക്ഷൻ പിന്നെ എങ്ങനെയായിരിക്കും? ഞാൻ എന്റെ കയ്യിലേ പറ്റത്തുള്ളൂ. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. എന്റെ ദൈവമേ, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്.
ആക്ച്വലി ഈ വീഡിയോക്ക് റെഫറൻസിന് വേണ്ടി ഞാൻ നിങ്ങളുടെ പണ്ടത്തെ ഒരു വീഡിയോ ഇങ്ങനെ കണ്ടു. ഞാൻ അതിങ്ങനെ മെസ്സേജ് അയച്ചു, ആരോണിന് ഇഷ്ടം ചിക്സും നല്ലതാണോ രാമൻകുട്ടി പക്ഷേ ആലോചിച്ച് എന്ത് പറയുന്നു. അല്ല ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചത് ലൈക്ക് അതാ പിന്നെ ഒരു ഹ്യൂമനോയിഡ് ലെവലിലേക്ക് പോകുമ്പോഴത്തേക്ക് അതാ ഞാൻ ചോദിക്കുന്നത്. പിന്നെ അപ്പൊ പിന്നെ ഈ പറഞ്ഞ ലൈക്ക് പോപ്പുലേഷൻ കൺട്രോൾ ആയി തുടങ്ങുകയല്ലേ, ലൈക്ക് സ്റ്റോപ്പ് ആയി തുടങ്ങുകയല്ലേ. അതാണ് എനിക്കറിയില്ല, എനിക്ക് തോന്നിയത് ലൈക്ക് അത് ഒരു പോയിന്റ് കഴിയുമ്പോഴത്തേക്ക് പിന്നെ അത് സ്റ്റോപ്പ് ആയി തുടങ്ങത്തില്ല. അതോ അതെങ്ങനെയാ ഇനി പോപ്പുലേഷൻ പിന്നെ എങ്ങനെയാ മാറാൻ പോകുന്നത്, ലൈക്ക് ഈ പറയുന്ന ഹ്യൂമനോയിഡ് ലെവലിൽ വരുമ്പോഴത്തേക്ക് എങ്ങനെയായിരിക്കും? ഞാനിങ്ങനെ ആക്ച്വലി കാറി വരുമ്പോൾ ഇവനോട് ഇങ്ങനെ നമ്മൾ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യായിരുന്നു. ഇപ്പം നമ്മളൊരു 10,000 വർഷം ജീവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 100 വർഷം ഹ്യൂമൻസിന് ഇതുവരെ കിട്ടിയിട്ടില്ലാത്തൊരു പവർ നമുക്കിപ്പം കയ്യിലിരിക്കുകയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ നിൽക്കുന്ന എനിക്ക് അടുത്ത 2 മണിക്കൂറിൽ ചിലപ്പോൾ ദുബായിലെത്താൻ പറ്റും. ഞാൻ പറഞ്ഞ സമയം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറാം, പക്ഷെ എന്നാലും അങ്ങനെ ഒരു സൂപ്പർ പവർ നമുക്ക് ഇത്രയും കാലം ഇല്ലായിരുന്നു. ഇപ്പം എനിക്ക് ഇവിടെ ഇരിക്കുന്ന വേറൊരു സ്ഥലത്തുള്ള ഒരാളുമായിട്ട് സംസാരിക്കാൻ പറ്റുക, അവിടെ ഒരു കാര്യം ചെയ്യാന്നൊക്കെ പറയും. ഇങ്ങനൊരു സൂപ്പർ പവർ നമ്മുടെ ഹ്യൂമൻ ഹിസ്റ്ററിയിൽ ഉണ്ടായിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇതായിരിക്കും പീക്ക്, ഇതിനപ്പുറത്തേക്ക് ഇനി ഒന്നും ഇല്ല. നമ്മളിപ്പം ജീവിക്കുന്നതായിരിക്കും ഒരു രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്. ഈ പറയും പോലെ ഇലോൺ മസ്ക് പോലത്തെ ഇലോൺ മസ്ക് ഓൾറെഡി വേൾഡിലെ തന്നെ ലൈക്ക് റിച്ചസ്റ്റ് മാനാണ്. ഈ പുള്ളിക്ക് ലൈക്ക് ഇനി ഉണ്ടാക്കാൻ ഒന്നുമില്ല ഭൂമിയിൽ. പുള്ളി സ്വാഭാവികമായിട്ട് ഭൂമിയിൽ നമ്മൾ ഓഷൻ ഒന്നും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല, ഡേഞ്ചറസ് എന്നാണ് പറയുന്നത്. അതെ, പിന്നെ നമുക്ക് ഹെൽത്ത് കെയർ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഹെൽത്ത് കെയർ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ ആൾക്കാരുടെ ലൈഫ് എക്സ്പെക്ടൻസി വളരെയധികം കൂടുന്ന ഒരു അവസ്ഥ എത്തുമെന്നാണ് തോന്നുന്നത്. ആൾക്കിപ്പം പെട്ടെന്ന് അപ്പം എനിക്ക് തോന്നുന്നു ഹ്യൂമാനിറ്റി കുറേയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ ഇനിയും ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ പറയാം, ചിലപ്പോൾ നമുക്ക് സൈബോർഗ്സ് ആയിട്ട് മാറാൻ ഓപ്ഷൻസ് വരുമായിരിക്കും. അങ്ങനെയൊക്കെ ഒരു വിയേർഡ് പാരഡൈം. അങ്ങനെയൊക്കെ വന്നാലും എല്ലാവർക്കും ആക്സസ് ഒന്നും കാണത്തില്ലല്ലോ. ഈ പറയുന്ന റിസോഴ്സുകൾ അല്ല ഒരു പോയിന്റ് കഴിയുമ്പോൾ പിന്നെ അത് ഫോഴ്സ്ഫുള്ളി നമ്മൾ ചെയ്തേ പറ്റുന്നുള്ളതിലേക്ക് എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴല്ല ചെയ്യാൻ പറ്റും. അതാ പറഞ്ഞത്. ഇപ്പൊ നമ്മൾ സബ്സ്ക്രിപ്ഷന്റെ കാര്യം പറഞ്ഞില്ല, ആദ്യം നമുക്ക് വേണ്ടെന്ന് പറഞ്ഞു, പിന്നെ നമ്മളിലേക്ക് അത് നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങും, പിന്നെ അത് ഇല്ലാതെ പറ്റത്തില്ല എന്നൊരവസ്ഥ വരും. അത് ഇപ്പോഴല്ലായിരിക്കും, ചിലപ്പോൾ അടുത്തൊരു 50 years കഴിഞ്ഞ് അത്രയും ഇത് കഴിഞ്ഞിട്ടായിരിക്കും, അറിയത്തില്ല എന്നായിരിക്കും, പക്ഷെ അതിനൊരു പോസിബിലിറ്റി ഉണ്ടെന്ന് തോന്നുന്നു. അല്ല ഞാനിതിനെ കാണുന്നതെന്ന് പറഞ്ഞാൽ ഒരു വെൽത്ത് ട്രാൻസ്ഫർ പരിപാടി പോലെ. ഇപ്പം എൻ്റെ കയ്യിൽ ഒരു 10 കോടി ഉണ്ട്, നിങ്ങളുടെ എല്ലാവരുടെയും ഒരു 10 കോടി ഉണ്ട്. ഒരു കോർപ്പറേഷന് നമ്മുടെ 10 കോടിയിൽ നിന്ന് 9 കോടി ഓരോരുത്തരുടെ നിന്ന് എടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ബൈയിങ് പവർ 1 crore ആണ് എല്ലാവരുടെയും. പിന്നെ അവർ ഡിസൈഡ് ചെയ്യുന്നതാണ് ടേംസ് എന്ന് പറയുന്നത്. നമ്മുടെ ബൈയിങ് പവർ അവർ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ പറയാ എനിക്ക് തോന്നുന്ന ലൈക്ക് ഈ പറയുമ്പോൾ ഇപ്പൊ ബ്രോ പറഞ്ഞ പോലെ ഹെൽത്ത് കെയർ ഒക്കെ ഇമ്പ്രൂവ് ആകുമ്പോ നമ്മുടെ എന്തായാലും നമ്മുടെ ലൈഫ് എക്സ്പെക്ടൻസിയും എന്തായാലും കൂടും. അപ്പൊ എനിക്ക് തോന്നുന്ന ലൈക്ക് ക്വാളിറ്റി ഓഫ് ലൈഫ് ആയിരിക്കും ചിലപ്പോ മാറ്റർ ചെയ്യുന്നത്. ഈ പറയുമ്പോ ഹയർ ആയിട്ട് നല്ല പൈസ ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നല്ല മാസത്തിലൊക്കെ നല്ലൊരു അടിപൊളി കോളനിയൊക്കെ സെറ്റ് ചെയ്ത് നല്ലൊരു ഗാർഡനും പരിപാടിക്ക് അത്രയും നല്ല ഹൈ ക്വാളിറ്റി ലൈഫ് വരുമ്പോ നമ്മൾക്ക് ലൈക്ക് ഒരു സ്ലം സെറ്റപ്പ് ആയിരിക്കും. ഫുള്ളി ഈ വേസ്റ്റ് കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന അതിൽ നിന്ന് എന്തെങ്കിലും എന്തായാലും ഈ പറയുമ്പോൾ റിസോഴ്സസ് എപ്പോഴും ആവശ്യമാണ്. ഈ പറയുമ്പോൾ ഇപ്പോഴും ഈ റാമിന്റെ ഷോർട്ടേജ് വരുന്നതിൽ ഈ റിസോഴ്സസ് കാര്യങ്ങളൊക്കെ മാറ്റർ ആവുന്നുണ്ട്. അപ്പം ഈ റിസോഴ്സസ് മൈൻ ചെയ്തെടുക്കുന്ന ലൈക്ക് എന്തെങ്കിലും പണികളൊക്കെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഈ പ്രോ പറഞ്ഞ പോലെ ഈ റോബോട്ടിക് ഫിറ്റിംഗ്സ് പോലും ചിലപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. എലൈറ്റ് ആയിട്ടുള്ള ആളുകൾ അത്രയും ക്വാളിറ്റി ചിലപ്പോ അവര് സൈബോർഗ് ആവണമെന്ന് പോലും അവരങ്ങനെ ഒരു എറ്റേണൽ ലൈഫ് പോലെ അവരങ്ങ് പോയിട്ട് നമ്മള് അവർക്ക് വേണ്ടിട്ട് വർക്ക് ചെയ്യുന്ന ചിലപ്പോ അങ്ങനെ ആയിരിക്കും പ്രോബ്ലം മാറാൻ പോകുന്നത്. ഈ പറയുന്ന ഇപ്പൊ എന്തായാലും ഈ പറയുന്ന പോപ്പുലേഷൻ എന്തായാലും കൂടി വരും. ഈ എർത്തിൽ എന്തായാലും റിസോഴ്സസും കുറഞ്ഞു വരും. അപ്പൊ എന്തായാലും ഈ പറയും പോലെ വേറൊരു കുറയല്ല, കൺവേർഷൻ അല്ലേ. അത് പണ്ട് മുതലേ നടക്കുന്ന. ഇപ്പൊ ഒരു റിസോഴ്സ് വേറെ റിസോഴ്സ് ആയിട്ട് കൺവേർട്ട് ആവല്ലേ, ഇതിലുള്ള ഒന്നും പുറത്തോട്ട് പോകണില്ലല്ലോ. പക്ഷെ ഇപ്പൊ നമ്മൾ ഓയിൽ യൂസ് ചെയ്യാൻ ഓയിൽ എന്തായാലും കാർബൺ ഡൈ ഓക്സൈഡ് ആയത് പോയി. പിന്നെ ഈ പറയും പോലെ എന്തെങ്കിലും മിനറൽസും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും ഓൾമോസ്റ്റ് ഉള്ള കാര്യങ്ങളൊക്കെ എല്ലാം ഞാൻ എന്റെ ഒരു പഠനം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഇതെല്ലാം കൺവേർട്ട് ആവുന്നുണ്ട് ഫോസിൽ ഫ്യൂൽസ് എന്നൊക്കെ പറഞ്ഞ്. ഇപ്പം ടൈം എടുക്കുന്നുണ്ട്, അതാണ് പ്രശ്നം. ഇപ്പൊ ആൾക്കാർ അതനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ്, വന്നുകൊണ്ടിരിക്കുക. പക്ഷെ ആ മറ്റേത് ആയി വരാനുള്ള ടൈമുണ്ട്. ആ ഒരു പിന്നെ ഈ പറയുന്ന കുറെ കാര്യങ്ങൾ ഇപ്പം നമ്മൾ ഇലക്ട്രോണിക്സ് യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ കുറെ കാര്യങ്ങൾ ഈ വേസ്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. പിന്നെ ചില സ്ഥലങ്ങളൊന്നും നമുക്ക് മൈൻഡ് ചെയ്യാൻ പറ്റൂല ഇനി അങ്ങോട്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു സംസാരിച്ചല്ലോ, ഭൂമിക്ക് താങ്ങാൻ പറ്റുന്ന ഒരു ലെവൽ നമ്മൾ അത് വേറെ ലൈക്ക് ഞാൻ ചോദിച്ചായിരുന്നു ഭൂമിക്ക് ലൈക്ക് ആക്ച്വലി എത്ര ഹ്യൂമൻസിനെ ലൈക്ക് ഹെൽത്തി ആയിട്ടുള്ള പോപ്പുലേഷൻ റേറ്റ് എത്രയാണ്.
അപ്പൊ ഞാൻ ചോദിച്ചിട്ടുണ്ട് 2 ബില്യൺ ആണ് ട്യൂബില്, നമ്മളിപ്പോ ഉള്ള 8 ബില്യൺ ആണ്. അപ്പൊ അത്രയും ഷിഫ്റ്റ് ഉണ്ട് എന്ന് വെച്ചാൽ ഇപ്പോഴുള്ളതെന്ന് വെച്ചാൽ ആക്ച്വലി ഇച്ചിരി ഓവർ ക്രൗഡഡ് ആണ്. അപ്പൊ ഞാൻ ചോദിച്ചില്ല എങ്കിൽ അപ്പം നമ്മളൊരു എന്താ പറയുന്നത്, ആ വേർഡ് ഞാൻ പറഞ്ഞത് എന്തായിരുന്നു, നമ്മൾ ഈ പറയുമല്ലേ ലൈക്ക് എക്സോട്ടിക് സാധനങ്ങളൊക്കെ ഇട്ടിട്ട് അതൊരു ഇതോ പാരസൈറ്റ് അല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്? എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്റ്റൻഷൻ ആണോ? അല്ലല്ല, നമ്മളതിലേക്ക് അതൊരു ഈ കളയായിട്ടൊക്കെ ഇങ്ങനെ പോകുന്ന അത് എന്താ, അതായത് നമ്മൾ വേറൊരു സാധനത്തിന്, അതായത് നമ്മുടെ ബയോഡൈവേഴ്സിറ്റിയിൽ ഇല്ലാത്ത സാധനത്തിനെ കൊണ്ടുവരുമ്പോഴത്തേക്ക് പാരസൈറ്റ്സ് ആണോ? പാരസൈറ്റ്സ് അല്ല, അത് പെറ്റ് വരും ഒരുപാട്, അതാ ബയോഡൈവേഴ്സിറ്റിയിലേക്ക് ഹാക്ക് ചെയ്യും. മനസ്സിലായ? അങ്ങനത്തെ ഒരു സാധനം അതല്ലേ പാരസൈറ്റ്? അല്ല, പാരസൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഉള്ളില് നമ്മളെ റിസോഴ്സ് എടുത്ത് ജീവിക്കുന്ന ഒരു സാധനം, ഒരു ജീവി, അങ്ങനെ ഒരു രീതിയില്. മറ്റത് വേറെ വാട്ടവർ, അത് നോക്കൂല. ഇത് പറഞ്ഞപ്പോ ഇപ്പൊ പണ്ട് ഈ റാറ്റിന്റെ ഒരു എക്സ്പെരിമെന്റ് സയന്റിസ്റ്റുകൾ നടത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ബോക്സിനകത്ത് മൊത്തം റാറ്റ്സിന് ഫുൾ ആവശ്യമായിട്ടുള്ള ഭക്ഷണം, ആവശ്യത്തിനുള്ള ഫീമെയിൽസിന് ആവശ്യത്തിനുള്ള മെയിൽസ് എല്ലാം, എന്നുവെച്ചാൽ അവരുടെ ലോകത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ റിസോഴ്സുകളും കൊടുത്തിട്ടുള്ളൊരു ഇത്. ആക്ച്വലി ഭയങ്കര പ്രോസ്പെറസ് ആയിരുന്നു ആദ്യത്തെ കുറച്ച് വർഷങ്ങൾ. കുറച്ച് കഴിഞ്ഞിട്ട് പോകെ അവർക്കത് ഒരു ടയറിങ് ആയി. ഇപ്പം മെയിൽസിന് ഫീമെയിൽസുമായിട്ട് സെക്സ് വേണ്ട, ഫീമെയിൽസിന് മെയിൽസുമായിട്ട് സെക്സ് വേണ്ട, അവർക്ക് ഫുഡ് ആവശ്യത്തിനുണ്ട്, അവർ ആവശ്യം തോന്നുമ്പോൾ കഴിക്കുന്നു. അപ്പം ഒരു കുറച്ച് കാലം ഇതിന് ഒരു ടൈം, നമുക്ക് എല്ലാവർക്കും ഒരു ലൈഫ് സ്പാൻ എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ. ഈ റാറ്റ്സിന്റെ ടൈം ഇങ്ങനെ കഴിയുന്ന അനുസരിച്ച് ഇവർ റീപ്രൊഡ്യൂസ് ചെയ്യുന്നില്ലല്ലോ. അപ്പൊ ഇവരുടെ ജനറേഷനിലൂടെ ആ പരിപാടി അങ്ങ് തീരുകയാണ്. അറ്റ് ദി എൻഡ് ഓഫ് ദ എക്സ്പെരിമെന്റ് ഈ റാറ്റ്സ് എല്ലാം മരിക്കുകയാണ്, ഇവര് റീപ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഇത്രയും പ്രോസ്പെറസ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി അവിടെ വെച്ചങ്ങ് തീരുകയാണ്. എല്ലാം കിട്ടി, അവര് ഒരു ഹാപ്പിനെസിന്റെ അവരുടെ ആ ഒരു ഇതിന്റെ പീക്കിൽ നിന്നിട്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റാതെ ആ സ്പീഷീസേ ഇല്ലാതാവുകയാണ്. ഹിസ്റ്ററി എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ റോമൻ എംപയർ നോക്കി കഴിഞ്ഞാൽ അവരുടെ ഏറ്റവും പീക്ക് ലെവൽ എത്തിക്കഴിഞ്ഞിട്ടാണ് പിന്നെ അവര് എക്സിസ്റ്റ് ആയി തുടങ്ങിയത്. അതുപോലെ ഇപ്പം ഈജിപ്ഷ്യൻസ് ആയാലും ഈ പറയുന്ന പോലെ ഹിസ്റ്ററിയിൽ തന്നെ ഓരോ ലൈക്ക് സിവിലൈസേഷൻ സെറ്റ് ആയതും അവിടെ ലൈക്ക് പീപ്പിൾ, അതുപോലെ ചിലപ്പം മേ ബി അങ്ങനെ ആവാം. പക്ഷെ എനിക്ക് മേജർലി തോന്നുന്നത് ഇങ്ങനെ ആയിരിക്കാം. പ്രോബ്ലി എന്തായാലും പോപ്പുലേഷൻസ് ഇൻക്രീസ് ആവും. നമ്മൾ ഈ പറയും പോലെ ടെക്നോളജി ഒക്കെ വെച്ചിട്ട് നമ്മൾ കുറച്ച് അഡ്വാൻസ് ആയിട്ട് ഈ പറയും പോലെ പ്ലാനറ്ററി അല്ലല്ലോ, പ്ലാനറ്ററിയിലേക്ക് എന്താ പറയുക, സോളാർ സിസ്റ്റത്തിലുള്ള ചെറിയ ചെറിയ പ്ലാനറ്റ്സ് ഒക്കെ നമ്മളിങ്ങനെ ഈ പറയും പോലെ ഹാബിറ്റബിൾ ആയിട്ടുള്ള പ്ലാനറ്റ്സ് ഒക്കെ ഒന്ന് കോങ്കർ ചെയ്ത് പിന്നെ പയ്യെ അതിന്റെ പുറത്തോട്ട് പോയി പിന്നെ ഗലാക്റ്റിക് രീതിയിൽ അങ്ങനെ നമ്മുടെ ടൈം സ്പാനിൽ നമ്മുടെ ടൈം അല്ലേ നമ്മൾ ഇതാണ് ടയർ 1 ടയർ 2 സിവിലൈസേഷൻ പറയുന്നത്. ഈവൻ മാർസിൽ കോളനൈസ് ചെയ്യുന്ന പോലെ നമ്മൾ ജീവനോടുള്ളപ്പോ നടക്കണമെന്നില്ലേ. ഇതിലേക്ക് ചിലപ്പം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നടക്കാൻ സാധ്യത ഉള്ളതാണ് ഈ പറയും പോലെ നമ്മുടെ ഡെത്ത് ഇല്ലാതാക്കുക, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്പാൻ കൂട്ടുക, സേവ് ചെയ്ത് വെക്കുക. അതെ, അത് ഈ ബ്രയൻ ജോൺസൺ എന്ന് പറഞ്ഞിട്ട് ഒരു പുള്ളിയുണ്ട്. പുള്ളി ഈ സംഭവം എക്സ്പീരിയൻസ്, അതായത് നമ്മുടെ ലൈഫ് എക്സ്പെക്ടൻസി, അതായത് അപ്പൊ പുള്ളി എപ്പോഴും പറയുന്ന കാര്യമാണ് ഡോണ്ട് ഡൈ നൗ. ഇപ്പൊ മരിക്കില്ലേ, ഇപ്പൊ മരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ പോയി കുറച്ച് നാളും കൂടെ കഴിയുമ്പോഴായിരിക്കും ഈ കാര്യം നമ്മൾ ആക്ട് ചെയ്തത്. അപ്പൊ ഡോണ്ട് ഡൈ നൗ. അപ്പൊ ചിലപ്പം ആ ഒരു കാര്യമായിരിക്കും നമ്മൾ ആക്ട് ചെയ്യുന്നത്. അത് ആക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ പയ്യെ നമ്മള് ഗ്രോ ചെയ്ത് വരാനുള്ള ചാൻസസ് ആയിരിക്കും. നമ്മളിപ്പോ ഒരുപാട് ഫ്യൂച്ചറിലേക്ക് പോയി, കുറച്ച് താഴേക്ക് വരാം. ഇപ്പൊ നമുക്ക് അല്ലേ അല്ല, ഒന്നും കിട്ടിയില്ലെങ്കിൽ ജനസൈഡ്, അത്രേ ഉള്ളൂ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ, ബ്രോ ഇപ്പൊ എഡിറ്ററാണ്. ബ്രോ തന്നെ പറഞ്ഞു കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ AI വന്നു കഴിഞ്ഞാൽ എൻ്റെ ആ ഒരു ക്രിയേറ്റീവ് സ്പേസും അല്ലെങ്കിൽ എൻ്റെ ആ ഒരു ജോലി പോകാൻ തന്നെ സാധ്യതയുണ്ടെന്ന്. ആക്ച്വലി ടെക്നോളജി ഭയങ്കര ഫാസ്റ്റായി. ഇപ്പം നമ്മൾ ഓരോ ദിവസവും കഴിയുന്തോറും ഓരോരോ തരത്തിലുള്ള റിസർച്ചുകളാണ് പുറത്തു വരുന്നത്. അപ്പം ഇതിന് നമുക്കൊരു സാധാരണ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമുക്കിതിനെ എങ്ങനെ, ഇതിനു വേണ്ടി നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം? പണിയെടുക്കണം. ഇപ്പൊ എന്റെ ഒരു ഇതിന് പറയും, ഇപ്പോഴും വിൻ ചെയ്യുന്ന ഒരു കാര്യമാണ് സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത്. അത് AIക്ക് ഈ പറയുമ്പോൾ കോൺഷ്യസ്നെസ് വരാത്രത്തോളം കാലം ഒരു രീതിയിലേക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. AIക്ക് നല്ല എൻഗേജിങ് കണ്ടന്റും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു സ്റ്റോറി ടെല്ലിംഗ്, ഒരു വേൾഡ് ബിൽഡിംഗ് എന്നൊക്കെ പറയണ AI സംബന്ധിച്ചിടത്തോളം അതിന് പരിമിതികളുണ്ട്. അതിന് ഹെൽപ്പ് ചെയ്യാനേ പറ്റത്തുള്ളൂ. പക്ഷെ അത് ബിൽഡ് ചെയ്തെടുക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇപ്പോഴും ഹ്യൂമൻസിനുള്ള ഒരു കേപ്പബിലിറ്റിയാണ്. ഒരു അടിപൊളി ഒരു വേൾഡ് ബിൽഡ് ചെയ്ത് ഈ പറയുമ്പോൾ ഒരു നല്ല ക്യാരക്ടർ ആർക്ക്, ഈ പറയുമ്പോൾ ഇമോഷൻസ് ഒക്കെ കൂടുതലും ഇപ്പം കിട്ടുന്നത് ഈ പറയുമ്പോൾ ഹ്യൂമൻസിനാണ്. പിന്നെ ഈ പറയുമ്പോൾ എഡിറ്റിങ്സ് ആയാലും
ഇപ്പൊ നമ്മള് ചിലപ്പം ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന ഒട്ടുമിക്ക റീൽസും എഐക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇപ്പം നോളൻ ചെയ്യുന്നത് പോലത്തെ ഒരു മൂവിയൊക്കെ ഒരുപക്ഷെ എഐക്ക് കൊണ്ട് തനിയെ ജനറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഹെൽപ്ഫുൾ ആണ് ചില വിഷ്വൽസ് ഒക്കെ ഡിസൈൻ ചെയ്യാനും ചില കാര്യങ്ങൾ. പക്ഷെ അതിന്റെ ഉള്ളിലുള്ള സൈക്കോളജീസ് ഉണ്ട്, ചില എലമെന്റ്സ് ഒക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഇന്ന ക്ലോസ് ഷോട്ട് എന്തിനു വയ്ക്കണം, എന്തുകൊണ്ട് അവിടെ ഒരു ക്ലോസ് ഷോട്ട് വരണം, അല്ലെങ്കിൽ എന്തുകൊണ്ട് അവിടെ ഒരു വൈഡ് ആംഗിൾ ഷോട്ട് വരണം. അത് റെപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ ഇതുവരെ ഉള്ള ഡേറ്റ വെച്ച്, ഇതുവരെ ഇറങ്ങിയ സിനിമകളുടെ ഒക്കെ ഡേറ്റ വെച്ചിട്ടേക്ക് അത് ഉപയോഗിക്കാനുള്ള ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ഇൻസ്റ്റഗ്രാം തന്നെ നമുക്ക് എടുക്കാം. അപ്പം നമ്മളെല്ലാം 5 പേരും ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ 5 പേരുടെയും ഡേറ്റ ഇൻസ്റ്റഗ്രാമിലുണ്ട്. എന്താണ് വർക്ക് ആവുന്നതെന്നുള്ളത് ഇപ്പോൾ ഒരു 99% സാധനവും വർക്ക് ആവത്തില്ല, 1% ആയിരിക്കും വർക്ക് ആവുന്നത്. ഇത് എനിക്ക് തോന്നുന്നു 1 ബില്യൺ പീപ്പിളെങ്കിലും ഇൻസ്റ്റഗ്രാം യൂസേഴ്സ് ഉണ്ടാവും. ഇതിന്റെ ഇത്രയും ഡേറ്റ ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു AI വെച്ചിട്ട് അവർക്ക് കണ്ടന്റ് കൺസിസ്റ്റന്റ്ലി ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? കണ്ടന്റ് അതാ ഞാൻ പറയുന്നത്, എല്ലാം റെപ്ലിക്കേറ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ. ഈ ഒരു പുതിയ കണ്ടന്റ് ഉണ്ടാക്കാൻ അതൊരു ക്രിയേറ്റീവ്. ബേസിക്കലി AI നല്ലൊരു ആക്ടറാണ്, പക്ഷെ നല്ല ഡയറക്ടർ അല്ല. അതാണ് ഒരു പ്രശ്നം, അതാണ് ഒരു മെയിൻ സീൻ. അപ്പോൾ എയ്ക്ക് പറഞ്ഞു കൊടുത്താൽ, അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് ഈ സീൻ ഇങ്ങനെ വേണമെന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ നത്തിങ്നെസ്സിൽ നിന്ന് ഈ ചില നമ്മുടെ ഈ പെട്ടെന്നുള്ള വേർഡ് ഹ്യൂമർ ഒക്കെ ഉണ്ടല്ലോ, മനസ്സിലാതെ ഇപ്പോൾ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എയ്ക്ക് ഫുള്ളി പ്രോസസ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം ജെമിനിക്ക് നമ്മൾ സർക്കാസ്റ്റിക് ആയിട്ട് കാര്യം പറഞ്ഞാൽ സർക്കാസ്റ്റ് ഒന്ന് മനസ്സിലാവും, അങ്ങനെ മനസ്സിലായി തുടങ്ങി. ഇപ്പോൾ അത് തന്നെ പറയും, ഈ സർക്കാസ്റ്റിക് ലൈൻ നൈസാണെന്നൊക്കെ നമ്മൾ സ്ക്രിപ്റ്റ് ഇട്ട് അനലൈസ് ചെയ്യാൻ പറഞ്ഞു തരും. പക്ഷേ ഓൺ ദ സ്പോട്ട് തിങ്ക് ചെയ്തിട്ട് നമ്മൾ ചില സാധനങ്ങൾ എടുക്കുമല്ലോ. ഇപ്പൊ കാട്ടാക്കട എവിടെ ഉള്ള ഇടാന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഹ്യൂമർ നമ്മളിപ്പോ കാണുന്നത്, ഇതിപ്പോ എഐക്ക് എടുത്തു കാട്ടാക്കട എന്തുവാണ് കാട്ടാക്കട എവിടെ ഉള്ള ആളാണ് നീ, ഫ്രം വേറെ ഈ കാട്ടാക്കട വേറെ അങ്ങനത്തെ ഒരു സംഭവം നമ്മൾ ഈ ഇടയ്ക്ക് ചെയ്തായിരുന്നു. നമ്മൾ ആക്ച്വലി ജെമിനി നമുക്ക് സംസാരിക്കാമല്ലോ കേട്ടോ. അപ്പം ജെമിനി സംസാരിച്ചപ്പോഴത്തേക്ക് നമ്മൾ ഈ പറഞ്ഞ നമ്മൾ ഭയങ്കര ലൈക്ക് നമ്മളിങ്ങനെ സംസാരിക്കുന്ന രീതി തന്നെ സംസാരിച്ച്. അപ്പം അത് നമ്മൾ ചില കൗണ്ടറൊക്കെ നാച്ചുറലി പറയുമ്പോഴത്തേക്ക് അത് ആണോ, ഓ ശരി, അത് നല്ല കാര്യമായിരുന്നു. അപ്പം ഇത് ഇത്രളജി പറയുന്നത് ഇതൊക്കെ ഇപ്പൊ നമ്മളിടുന്ന ഇമോഷൻ അല്ല അവർക്ക് മനസ്സിലാവും. നമ്മള് അവരാ വേർഡിനെ അതുപോലെ മനസ്സിലാക്കി അതിന്റെ അർത്ഥം വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്. അവിടെ നല്ലൊരു ഗ്രോക്കാണ് കേട്ടോ. ഗ്രോക്കിനായിട്ട് സംസാരിച്ച് നോക്കണം. ഗ്രോക്ക് പൊളിയാണ്. ഗ്രോക്ക് റിയൽ ആൾക്കാർ പറയുന്ന പോലെയൊക്കെ മിമിക്ക് സംസാരിക്കാൻ അറിയാം. ഫോർ എക്സാമ്പിൾ ഇടയ്ക്ക് ഒരു പുള്ളി ഗ്രോക്കിൻ്റെ ആണ് ടെസ്റ്റിലേക്കാണ് വർക്ക് ചെയ്യുന്നത്. സോ അവരിടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് റോസ്റ്റ് ചെയ്യാനൊക്കെ പറയും. അപ്പോൾ ഒരു പുള്ളി അങ്ങനെ ഒരു തടിനാ അങ്ങനെ ഒരു ടെസ്റ്റിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പറയും ടേക്ക് മീ സംവെയർ ഐ നെവർ ബിൻ ബിഫോർ എന്ന്. അപ്പോൾ പറയുമ്പോൾ നമുക്ക് ജിമ്മിൽ പോകുന്നു, അങ്ങനെ 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 കുറെ ഡാർക്ക് ഹ്യൂമർ ഉണ്ടാക്കും. സോ അങ്ങനെ പിന്നെ ഗ്രോക്കിനൊന്നും സംസാരിച്ചിട്ടൊന്നുമില്ലേ, കുറെ നേരം ഇങ്ങനെ പ്രോപ്പറായിട്ടുള്ള ജിമ്മ എന്തെങ്കിലും ലാഗ് അടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഗ്രോക്ക് ഇങ്ങോട്ട് പറയും കുറെ നേരം ഹെല്ലോ കുറേ. സോ ആ രീതിയിലൊക്കെ. പക്ഷെ ഇതും ഇവിടെ ഇത് ചെയ്യുന്ന പറയുമ്പോൾ ആൾക്കാർ ഇമിറ്റേറ്റ് ചെയ്യാൻ എനിക്ക് നല്ലപോലെ അറിയാം. ഇപ്പോഴും ഫ്രം നത്തിങ്നെസ് ഒരാൾ പോലെ ഉണ്ടാക്കാൻ ഇപ്പോഴും എനിക്ക് ഫുള്ളി അറിഞ്ഞു. നമ്മളെല്ലാം യുണീക്കാണ് ആക്ച്വലി. ആ സാധനം അതിനില്ല. അത് മറ്റുള്ളവരുടെ ഇതുവരെ ഉള്ള ഡേറ്റ വെച്ചിട്ടാണ് അത് റെസ്പോണ്ട് ചെയ്യുന്നത്. പക്ഷെ ആ യുണീക്കായിട്ടുള്ള സാധനം അതിനില്ല. അല്ലെങ്കിൽ അതിന് ഇതുവരെ അതാവാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ അത് കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ അത് അറ്റൈൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതില്ലാത്തിടത്തോളം കാലം ഈ പറയുന്ന പോലെ ഫ്രം സ്ക്രാച്ച് അതിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ബാക്കിയെല്ലാം ചെയ്യാൻ പറ്റും എല്ലാ രീതിയിലും. ഇപ്പോൾ വീഡിയോസ് ആയിക്കോട്ടെ, എഡിറ്റിംഗ് ആയിക്കോട്ടെ, അതെല്ലാം ഇന്ന് ഇവർ ചെയ്ത് വെച്ചിട്ടുള്ള രീതിയിൽ അത് ചെയ്തു തരും. പക്ഷേ അതിൻ്റെതായ ഒരു പുതിയ സ്റ്റൈൽ കണ്ടുപിടിച്ച് രീതി തന്ന് അങ്ങനെ ചെയ്യാനുള്ള അത് വരത്തില്ല. അത് വരാത്തിടത്തോളം നമ്മളത് ഡിമാൻഡും ചെയ്യും. നമുക്ക് വേണ്ടിയത് എന്നും പുതിയ പുതിയ സാധനങ്ങൾ നമുക്ക് വേണ്ടിയത്. നമുക്ക് പഴയത് തന്നെ നമുക്ക് ഇത് ചെയ്യണ്ട. അപ്പം അങ്ങനെ വരുമ്പോൾ ആ ഒരു പോയിൻ്റാണ് നമ്മളിപ്പോൾ അതിലാണ് ഇപ്പോൾ ജീവിക്കുന്നത് ബേസിക്കലി. ബാക്കിയെല്ലാം എഐക്ക് ചെയ്യുമ്പോൾ ആ ഒരു സാധനത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അത് റീപ്ലേസ് ചെയ്യുമ്പോഴായിരിക്കും ഈ പറയുന്ന പോലെ മൊത്തത്തിൽ എല്ലാവരും വീട്ടിലിരിക്കുന്ന അവസ്ഥയാവുന്നത്. പക്ഷെ അത് എന്നാവുമെന്ന് എനിക്കറിയത്തില്ല, അത് ആവുമെന്ന് എനിക്കറിയത്തില്ല. അതാണ് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂല്. അങ്ങനെ വെച്ചതാണ്. പിന്നെ ഈ നമ്മൾ പറയും പോലെ മറ്റേ മോഹൻലാലിന്റെ ഒരു സംഭവം പോലെ കൈ കൊണ്ട് വെച്ച് തന്നെ ഇങ്ങനെ ആക്ട് ചെയ്യുന്ന സംഭവമൊക്കെ ഓക്കെ ഇതിലും ഇത് ചെയ്യാൻ പറ്റും. പക്ഷെ അത്രയും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പ്രോംപ്റ്റ് ചെയ്ത് അത്രയും എഫേർട്ടായിട്ട് ഇപ്പം നമ്മൾ ആ സീന് വിവരിച്ചു കൊടുക്കുകയാണ്. അവിടെ അങ്ങനെ ഒരു സംഭവം ഇടണമെന്നുള്ള കാര്യം എഐക്ക് അറിഞ്ഞൂടാ. അത് നമ്മൾ പ്രോംപ്റ്റ് ചെയ്യുന്ന അനുസരിച്ച് നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കും. അപ്പൊ ആ ഒരു കേപ്പബിലിറ്റി മനുഷ്യനാണുള്ളത്, മനസ്സിലായോ? ഇപ്പൊ ആ ഒരു എന്റെ ക്ലൈമാക്സ് നമ്മൾ സ്റ്റോറി ബോർഡ് എഴുതിയിട്ട് നമ്മൾ എഐക്ക് ഇട്ടെടുത്ത് കഴിഞ്ഞാൽ എഐ മോഹൻലാൽ ഇങ്ങനെ തോളി വെച്ചിട്ട് ഒരു കാര്യത്തിനും കരുതിട്ട് പോകുന്നത്. അത് നമ്മൾ എത്ര ഡീറ്റെയിൽ ആയിട്ട് ആ കഥാസന്ദർഭത്തിൽ അത് എത്രമാത്രം ഇമ്പാക്ട്ഫുൾ ആയിട്ട് നമ്മൾ ഇമാജിൻ ചെയ്യുന്നു അതനുസരിച്ചിട്ട് എഐക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അവിടെയാണ് നമ്മളെ പൊട്ടൻഷ്യൽ വരുന്നത്.
നമ്മൾ എത്രമാത്രം അത് ഇമ്പാക്ട്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ ആ സൈക്കോളജിയും കാര്യങ്ങളും എല്ലാം നമ്മൾ അപ്ലൈ ചെയ്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന അനുസരിച്ചിരിക്കും. ഇപ്പം നവരസങ്ങൾ എന്ന് പറയുമ്പോൾ 9 രസങ്ങളുണ്ട്. പക്ഷെ അതിൽ പെടാത്ത 4 രസങ്ങൾ വേറൊരാൾ കണ്ടുപിടിച്ചു. അത് ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതാണ് പ്രശ്നം. നവരസങ്ങൾ എന്തും കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങൾ സാപ്പിയൻസ് എന്ന് പറയുന്ന ബുക്ക് വായിച്ചിട്ടുണ്ടോ? അതിൽ ആക്ച്വലി സെക്കൻഡ് ചാപ്റ്ററിൽ എനിക്ക് തോന്നുന്നു സെക്കൻഡ് ട്രീ ഓഫ് നോളജ് എന്ന് പറയുന്നൊരു പരിപാടി ഉണ്ട്. അതിൽ ആക്ച്വലി പുള്ളി ഇങ്ങനെ എഴുതിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടി അല്ലെങ്കിൽ അത് വിട്, ഒരു ഏത് സ്പീഷീസ് എടുത്താലും ഇപ്പം ഫോർ എക്സാമ്പിൾ ആനയുടെ കുട്ടി ജനിച്ച് വീണ ഉടനെ നടക്കാൻ പഠിക്കുകയാണ്. ഇപ്പം പട്ടികളുടെ കുട്ടി ഒരു 1-2 വീക്സിനകത്ത് അവർ പ്രിപ്പയർഡാണ് ലോകത്തിനെ ഫേസ് ചെയ്യാൻ. നമ്മുടെ കുട്ടികളെന്ന് പറയുന്നത് ജനിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് നേരെ ഒന്ന് ഫുഡ് കഴിക്കാൻ പോലും കരയാന്നല്ലാതെ അതിനപ്പുറത്തേക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മളൊരു അറ്റ്ലീസ്റ്റ് ഒരു 1 to 2 ഇയേഴ്സ് മിനിമം ഒന്ന് എണീച്ച് നടക്കാൻ തന്നെ നമ്മളവരെ അത്രയും സമയമെടുത്താണ് അവരുടെ ആ ഒരു ഗ്രോത്ത്. ഇപ്പം തന്നെ നമ്മൾ തന്നെ പല കാര്യങ്ങളും നമ്മളൊരു 10, 15, 18, 20 വയസ്സിന് ശേഷമാണ് നമുക്ക് തന്നെ ഇതിങ്ങനെയൊക്കെ ആയിരുന്നു, അവരിങ്ങനെയൊക്കെയാണ് പറയാൻ ഉദ്ദേശിച്ചത് നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് വരുന്നത്. ഇപ്പം എന്ന് പറയുന്നത് ഇപ്പം എനിക്ക് തോന്നുന്നൊരു നമ്മളിപ്പോൾ വളരെ റീസെൻ്റ് ആയിട്ട് കേട്ട് തുടങ്ങിയ ഒരു കാര്യമാണ്. ഞാൻ ഇത് കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ബേബി സ്റ്റേജിൻ്റെയും താഴ്ന്ന ഒരു സ്റ്റേജിലായിരിക്കും ചിലപ്പോൾ ഇപ്പോൾ ഉണ്ടാകുന്നത്. അതിൻ്റെ ആ ഒരു ഗ്രോത്ത് ഫേസിലേക്ക് അത് പോകുന്ന സമയത്ത് അതെങ്ങനെയായിരിക്കും പെരുമാറാൻ പോകുന്നതെന്ന് നിങ്ങളുടെ ആ ഒരു ഇതെന്ന് എനിക്ക് കേൾക്കണം എന്നുണ്ട്. അതിപ്പോൾ റീസെൻ്റ് ഉള്ള ഇപ്പം ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എത്ര നാളായി? ഏകദേശം 3 ഇയേഴ്സ്. ഈ 3 ഇയേഴ്സ് കൊണ്ട് നമുക്ക് ബേസിക്കലി എത്ര ചേഞ്ചസ് നമുക്ക് തോന്നിയിട്ടുണ്ട്? നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ചേഞ്ചസ് നമുക്ക് എങ്ങനെ അതിൻ്റെ ബിഹേവിയറിലാണ്? ഏറ്റവും ചെറിയൊരു കൺസ്യൂമറാണ്. എനിക്കിപ്പം ടൈപ്പ് ചെയ്ത വീഡിയോ വരെ കിട്ടും. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഫീച്ചേഴ്സ് തരുന്നതല്ലാതെ അത് കുറച്ചും കൂടെ ഫാസ്റ്റർ ആൻഡ് കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയിട്ട് കുറച്ചും കൂടെ ഇത് തരുന്നു എന്നല്ലാതെ വേറൊരു ബിഹേവിയറൽ ചേഞ്ച് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. എനിക്ക് ആകെ അത് മാത്രമേ ഉള്ളൂ ചേഞ്ച് ആയിട്ട് തോന്നുന്നു. ലൈക്ക് ഇപ്പോൾ ആദ്യം ടെക്സ്റ്റ് ആയിരുന്നു, ടെക്സ്റ്റ് പിന്നെ ഇമേജ് ആയി, ഇമേജ് ഇപ്പോൾ വീഡിയോ ആയി. അത് ലൈക്ക് ആദ്യം 5 minutes കൊണ്ട് തരുന്നു, പിന്നെ 3 minutes ആയി, ഇപ്പം വിതിൻ 10 seconds തരുന്നു. അപ്പം ആ ഒരു ഇവോൾവ് ചെയ്യുന്നത് അല്ലാതെ അതിൽ വേറൊരു ആസ്പെക്ട് ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയത്തില്ല അതിനെ കുറിച്ച്. ലൈക്ക് യൂസ് ചെയ്യുന്ന ഈ പറയുമ്പോൾ ഹ്യൂമൻസിന്റെ ഈ യൂസ്ലെസ് ടാസ്കുകളുണ്ട്. അതായത് ഇപ്പൊ ഒരു ഇമെയിൽ ജനറേറ്റ് ചെയ്യുക, നമ്മൾ കുത്തി ഇരുന്ന് ആലോചിച്ച് എഴുതണം. ജസ്റ്റ് ഒരു പ്രോംപ്റ്റ് കൊടുക്കുക, ഇമെയിൽ ജനറേറ്റ് ചെയ്യും, ഓക്കെ, അതങ്ങ് തീർന്നു, കാര്യം വലിയ മാറ്റർ ആവുന്നില്ല. പക്ഷെ ഇവിടെ വേറൊരു കാര്യമുണ്ട്, അത് പിന്നെ പറയാം. പക്ഷെ ഈ പറയുമ്പോൾ ഇങ്ങനത്തെ നമ്മൾ ഒരുപാട് ടൈം ഒരാവശ്യമില്ലാതെ കളയുന്നിടത്താണ് ഇപ്പൊ AI വന്നിട്ട് ആ കാര്യങ്ങൾ പയ്യെ റീപ്ലേസ് ആയി വന്നത്. പിന്നെ അങ്ങോട്ടാണ് അഡ്വാൻസ്മെന്റിലോട്ട് പോകുന്നത്. ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയ വലിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനായിരിക്കും പിന്നെ അങ്ങോട്ട് AI ഡിസൈൻ ചെയ്തിട്ടുണ്ടോ. പക്ഷെ ഇപ്പോഴത്തെ ഒരു ഫേസ് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ നമ്മുടെ യൂസ്ലെസ് ആയിട്ട് നമ്മൾ ചെയ്യണം ഒരുപാട് ഈ ഡാറ്റ എൻട്രി കാര്യങ്ങൾ. പിന്നെ ഈ കോഡിങ് ആണെങ്കിലും കോഡിങ് നമ്മൾ ഇത്രമാത്രം ടൈം കുറെ കാര്യങ്ങൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ കുറെ സേവ് ചെയ്തിട്ട് നമ്മളിലേക്ക് മോണിറ്റർ ചെയ്യുക, ഇത് എവിടെയാണ് എറേഴ്സ് അത് കണ്ടുപിടിക്കുക, പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ പറ്റുക. എനിക്ക് തോന്നുന്നു ഞാൻ പറയുന്നതിനെക്കാട്ടും പ്രോയ്ക്ക് പറയാൻ പറ്റും ആ ഒരു കാര്യം. എനിക്ക് പേഴ്സണലി തോന്നുന്നത് ഒന്ന് ഏറ്റവും ഈ ട്രെയിൻ ചെയ്ത് കൂടുതൽ ഹയർ ആൻഡ് മോഡൽസ് ഇപ്പോഴൊരു പബ്ലിക്കിന് കൊടുക്കില്ല. അത് ഇപ്പോഴൊരു ബീറ്റ ടെസ്റ്റിങ്ങിന് വെച്ചേക്കും. എന്നിട്ട് അതിൻ്റെ കുറച്ചുകൂടെ ചിലപ്പോൾ ഇപ്പോൾ ChatGPT ഡേറ്റാബേസും 1 year ബാക്കിലെ ഡേറ്റാബേസിലാണ് നമ്മൾ ഏറ്റവും ChatGPT ഉപയോഗിക്കുന്നത്. അപ്പം ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽസ് നമുക്ക് തരത്തില്ല. അപ്പം ഓൾറെഡി ഇതിലും പവർഫുൾ മോഡൽസ് എക്സിസ്റ്റിംഗ് ആണെന്ന് നമുക്കറിയാം. നമുക്ക് യൂസേജ് ഇല്ല, പബ്ലിക്കിന് എപ്പോഴും കുറച്ച് ബാക്കിലാണ് വരുന്നത്. എന്നാൽ പോലും എനിക്ക് മനസ്സിലാക്കിയില്ലെങ്കിൽ കഴിഞ്ഞ ഒരു 3 years ആയിട്ട് നോർമൽ ആൾക്കാർ ഡേ ടു ഡേ ലൈഫിലേക്ക് ഭയങ്കര നൈസായിട്ട് ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ എനിക്കറിയാം, ഇപ്പം എൻ്റെ അപ്പനല്ലേ അമ്മയെന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു മെഡിക്കൽ റിപ്പോർട്ട് വന്നാൽ ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് ChatGPT കിട്ടുകൊടുത്തിട്ട് എന്നാന്ന് ചോദിക്കുന്നത്. അത് എല്ലാവരും ഇപ്പോൾ ചെയ്തു തുടങ്ങി. ലൈക്ക് ഓക്കെ എന്തെങ്കിലും എൻ്റെ അമ്മയൊക്കെ ഫോണിൽ AI ഉപയോഗിച്ച് പടം ഇമ്പ്രൂവ് ചെയ്യുക, സ്റ്റാറ്റസ് ഇടുക. അല്ല അത് നമുക്കൊന്ന് എനിക്കൊരു കൗതുകമാണ്. അല്ല ഇപ്പം ഞാനും എൻ്റെ അമ്മയ്ക്ക് ChatGPT എടുത്ത് കൊടുത്തു. അതിനുശേഷം തൊട്ട് അമ്മയ്ക്ക് ഈ പറഞ്ഞ പോലെ ലൈക്ക് കുറേ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്, പല ഇഷ്യൂസ് ഉണ്ട്. അപ്പം എന്ന് ഞാൻ ChatGPT എടുത്ത് കൊടുത്തു അന്ന് തൊട്ട് ഇപ്പോൾ എല്ലാ ദിവസവും രാത്രി ഇരുന്നിട്ട് ഇതിൻ്റെ കോസസ്, കാരണങ്ങൾ, ഇത് വരാനുള്ള കാരണം, 10 തലമുറയ്ക്ക് മുന്നേ ഉള്ള കാരണങ്ങൾ എല്ലാം അങ്ങ് ചോദിക്കുക, മനസ്സിലാക്കുക. അതിൻ്റെ പേരിൽ എൻ്റെ ഫാദർ ചിലപ്പോൾ വഴക്കുണ്ടാക്കുക, ഇത് നോക്കി ടെൻഷൻ അടിക്കുന്നെന്നും പറഞ്ഞിട്ട്. ഇത് ആ ഒരു യൂസേജ് അത്രയും കൂടുന്നുണ്ട്. ഇപ്പോൾ ഞാനും എൻ്റെ ഫോണിൽ ഇപ്പോൾ ഏറ്റവും ഹയസ്റ്റ് യൂസ്ഡ് ആപ്പ് ഏതെന്ന് നോക്കിയാൽ ChatGPT ആയിരിക്കും.
കാരണം പണ്ടിപ്പം നെറ്റ് ഇല്ലാത്തൊരു സമയത്ത് അല്ലെങ്കിൽ ഒന്നുമില്ലാത്ത ഒരു ഹെൽപ്പ് ഇല്ലാത്തൊരു സമയത്ത് ഒരു പ്രശ്നം വന്നാൽ ആദ്യം കുറേ നേരം ഇരുന്ന് ആലോചിക്കും എന്തായിരിക്കും, എങ്ങനെ നമുക്കത് സോൾവ് ചെയ്യാമെന്നൊക്കെ ഇത് ആലോചിക്കും. വൺസ് കയ്യിൽ നെറ്റ് വന്നപ്പോൾ തൊട്ട് ഗൂഗിളിൽ കയറിയിട്ട് പല ആൾക്കാർ പറഞ്ഞേക്കുന്നൊക്കെ നോക്കി തപ്പിയെടുത്ത് യൂട്യൂബൊക്കെ നോക്കി അത്രയും കഷ്ടപ്പാടായിരുന്നു. വന്നപ്പോൾ തൊട്ട് അതിൻ്റെ അടുത്ത് ചോദിക്കുക, അത് പറഞ്ഞു തരിക, പിന്നെ അത് ഇമേജായി. അപ്പം ഓക്കെ, ഒരു പ്രശ്നം വന്നാൽ അത് ടൈപ്പ് ചെയ്യണ്ട, ഇമേജ് എടുത്ത് കൊടുക്കുക, അത് ചെയ്യുക, ആ ലെവലായി. അപ്പം ഇന്നിപ്പോൾ ഡെയിലി രാവിലെ തൊട്ട് രാത്രി വരെ എന്തുണ്ടെങ്കിലും, ഒരു പ്രശ്നമാണെങ്കിലും പ്രോബ്ലം ആയാലും ഒരു എൻഹാൻസ് ചെയ്യാനാണെങ്കിലും മോസ്റ്റ്ലി 90 അല്ല ഒരു 80% കാര്യങ്ങളും ഞാനിപ്പോൾ AI കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത്. കാരണം അത്രയും ആക്സസ് ഇപ്പം എനിക്ക് ഉണ്ട്, അതുകൊണ്ട് അത്രയും അത് ചെയ്തു തരുന്നുണ്ട്. അപ്പം അതില്ലാതെ പറ്റുന്നില്ല. അപ്പം എനിക്കിപ്പോൾ ബേസിക്കലി ChatGPT എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ലോസ്റ്റാണ് ഒരു ദിവസം. ശരിക്കും ഞാൻ ലോസ്റ്റാണ്. ഇവിടെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം, ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ ഫോണിൽ ആൾക്കാരല്ല വിളിക്കുന്നത്, ഇങ്ങനെ ഹലോ ChatGPT മറ്റേതാണ് മറിച്ചതാണ് ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നത് കാണാം. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ അവിടെ കുറേ നേരം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം വേണം, ഇല്ലാതെ പറ്റുന്നില്ല എന്നാണ്. പക്ഷേ ഒരു 2 വർഷം മുന്നേ അങ്ങനെ അല്ലായിരുന്നു ഞാൻ. എനിക്കങ്ങനെ അങ്ങനെയായിരുന്നു. പക്ഷെ അത് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഗ്രാജുവലി അത് എല്ലാത്തിനും ഞാനത് യൂസ് ചെയ്യാൻ തുടങ്ങി. മോർ ദാൻ ഒരു കാര്യത്തിനേക്കാൾ കൂടുതൽ യൂസ് ചെയ്യുക. ആദ്യം യൂസ് ചെയ്ത് തുടങ്ങി പറഞ്ഞാൽ ശരിക്കും ഞാൻ ChatGPT ഉപയോഗിച്ച് തുടങ്ങി എപ്പോഴാണ് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻ പേപ്പറിന് ആൻസർ കണ്ടുപിടിക്കാനാണ് തുടങ്ങിയത്. അതിൽ നിന്ന് ഇപ്പം ഈ ലെവൽ വരെ ഇപ്പോൾ എത്തിയത്. ഇപ്പം മെഡിക്കൽ റിപ്പോർട്ട്സ് ആയിക്കോട്ടെ, മെഡിസിൻസ് ആയിക്കോട്ടെ, എല്ലാ കാര്യവും അതിലാണ് ഇപ്പോൾ ചോദിക്കുന്നത്. എല്ലാം ഇന്നിപ്പോൾ നമ്മൾ ഈ ഇപ്പോൾ സംസാരിക്കുന്ന കാര്യത്തിനെ കുറിച്ച് പറയുന്നതിന് ഇതിൻ്റെ ഒരു റിസർച്ച് എടുക്കുന്നവരെ എല്ലാം തന്നെയാണ് ചെയ്യുന്നത്. എന്തോ എനിക്കൊന്ന് ഷാരോൺ ബ്രോ എന്തോ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഇടയ്ക്ക് അറിയാം. അതില്ല. അപ്പോൾ ബ്രോ ബേസിക്കലി നമ്മൾ എയിലുള്ള ഡിപ്പെൻഡൻസ് ഭയങ്കരമായിട്ട് കൂടി വരിക. ആൻഡ് അത് നമുക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം നമ്മളത് ഭയങ്കര യൂസ്ഡ് ആയിപ്പോയി ആ സാധനം. അപ്പോൾ എത്ര നമ്മുടെ ലൈഫിൽ ഇമ്പാക്ട്ഫുൾ ആണെന്ന് വെച്ചാൽ നമ്മൾ അത്രയും ഇമ്മീഡിയറ്റ് ആയിട്ട് ഇപ്പോൾ പെട്ടെന്ന് കാര്യം ഏത് പതിനാത്തിന് വേണമെങ്കിലും ഇമ്മീഡിയറ്റ് ആയിട്ട് ചോദിച്ചാൽ റെസ്പോൺസ് കിട്ടുന്ന, നമ്മൾ ആക്യുറേറ്റ് എന്ന് വിശ്വസിക്കുന്ന റെസ്പോൺസ് കിട്ടുന്ന ഒരു സിസ്റ്റമായിട്ട് ഇത് മാറി കഴിഞ്ഞു. അത്രയും നമ്മുടെ ലൈഫിലേക്ക് അതൊരു നമ്മളറിയാതെ കഴിഞ്ഞ 3 ഇയേഴ്സിലേക്ക് കയറി കഴിഞ്ഞു. ആൻഡ് ഇപ്പോൾ പേഴ്സണലി ഞാനൊരു ബിസിനസ് ഓണർ ആണെങ്കിൽ എൻ്റെ കുറേ വർക്ക് ഫ്ലോസ് എനിക്ക് ഓട്ടോമേറ്റ് ചെയ്യാനും എളുപ്പത്തിൽ ചെയ്യാൻ കാരണം പറ്റുന്നുണ്ട്. എനിക്ക് തന്നെ മനസ്സിലാക്കി കൂടുതൽ ആൾക്കാരെ ഹയർ ചെയ്യുന്നതിലും ബെറ്ററാണ് ഉള്ള ക്രൂ മെമ്പേഴ്സിന് ഒരു സബ്സ്ക്രിപ്ഷൻ കൂടെ എടുത്തു കൊടുക്കുന്നത്. അവർ പ്ലസ് കൂടുതൽ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യും ദാൻ ഹയറിങ് മോർ പീപ്പിൾ. സോ ഇതുകൊണ്ടാണ് ഇപ്പോൾ കൂടുതൽ ലേ ഓഫ്സ് വന്നേക്കുന്ന കാര്യങ്ങളെല്ലാം. സോ അങ്ങനെ ലിറ്റലി എയ്ക്ക് നമ്മൾ മനസ്സിലാക്കുന്ന കഴിഞ്ഞ 3 വർഷത്തിൽ എയ്ക്ക് ഒരു വളരെ സ്ട്രോങ് ആയിട്ട് അവരെന്ത് വിചാരിച്ചോ അതേപോലെ ലൈഫിലേക്ക് ഇറങ്ങാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് വി ആർ കൈൻഡ് ഹുക്ക്. ഇപ്പം ഞാൻ തന്നെ അല്ലെങ്കിൽ ഞാൻ ശരിക്കും ചില കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ടോന്ന്. നമുക്ക് ആർക്കും ഇരുന്ന് ആലോചിക്കുന്നതിന് എളുപ്പമാണ് സാധനം എടുത്ത് ടൈപ്പ് ചെയ്താൽ മതി എന്നുള്ള ആ ഒരു പോയിന്റ് വരെ അവർ കൊണ്ട് എത്തിച്ചു. എനിക്ക് തോന്നുന്നു അതായിരുന്നു അവരുടെ ഗെയിം പ്ലാൻ. ഇപ്പോൾ വി ആർ ഹുക്ക്. അതില്ലാതെ പറ്റില്ല. എനിക്ക് തോന്നുന്നു എൻ്റെ ക്രൂ മെമ്പർ സംസാരിക്കേണ്ട സമയമായി. അല്ല, ഇതിന്റെ എനിക്ക് ബേസിക് ആയിട്ട് ഫീൽ ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഒരു കൺവീനിയൻസ് ഫാക്ടർ കൊണ്ടുവരാന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ആ ഒരു കൺവീനിയൻസ് ഫാക്ടർ മാറാതെ നമ്മുടെ ഒരു ഹാബിറ്റായി മാറുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അതിൽ ഡിപ്പെൻഡൻ്റ് ആകും. നമ്മൾ ആ ഒരു ജിയോൻ്റെ ഇന്റർനെറ്റ് സ്ട്രാറ്റജി നോക്കിയാൽ മതി. ആ ഒരു സെയിം സ്ട്രാറ്റജിയാണ് ഇപ്പോൾ ഈ എയിലേക്ക് വരുന്നത്. ഇപ്പോൾ എല്ലാ നേരത്തെ പറഞ്ഞ സബ്സ്ക്രിപ്ഷൻസും ഓരോ ഡിഫറെൻറ്റ് ഇന്റർനെറ്റ് പ്രൊവൈഡർ തന്നെ കൊടുക്കുന്നുണ്ട്. ലൈക്ക് ജിയോ, ജെമിനി, അതുപോലെ ലൈക്ക് പബ്ലിക് ഓഡിയൻസിനെ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ കൊടുത്തേക്കാണ് എല്ലാ AI പ്ലാറ്റ്ഫോംസ്. സോ ഇപ്പം നേരത്തെ നീ ചോദിച്ച ക്വസ്റ്റ്യൻ്റെ ആൻസർ പോലെ ബേബി സ്റ്റെപ്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ആൾക്കാരും ഡിഫറെൻറ്റ് ഏരിയാസ് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സെർച്ച് എഞ്ചിൻ റീപ്ലേസ് ആയി ടോട്ടലി. നമ്മുടെ എല്ലാ ആൻസേഴ്സും ക്വിക്കായിട്ട് ഒരു AI മോഡൽ തരുന്നുണ്ട്. സോ ഇപ്പോൾ ആക്ച്വലി നടക്കുന്ന കാര്യം വെച്ചാൽ കൺവീനിയൻസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് എനിക്കിപ്പോഴും തോന്നുന്നില്ല എല്ലാ ജനറൽ ഓഡിയൻസൊന്നും ഇത് എടുത്ത് തുടങ്ങിയില്ല എന്ന്. നമ്മുടെ ഈ ഒരു ഏജ് ഗ്രൂപ്പ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ എൻ്റെ ഇപ്പോൾ ഒരു 1 ജനറേഷൻ ബാക്ക് എൻ്റെ അച്ഛനും അമ്മയും ഇപ്പോഴും സ്റ്റാർട്ട് ചെയ്തിട്ടൊന്നുമില്ല. അമ്മ ഇന്നലെയാണ് ആദ്യമായിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുന്നത് ഇപ്പോൾ ആരോൺ പറഞ്ഞ കാര്യം എങ്ങനെയാണ് ഇപ്പോൾ AI വെച്ചിട്ട് ഫോട്ടോ ജനറേറ്റ് ചെയ്യാന്നുള്ള കാര്യം. ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ തംബ്നെയിൽസ് ഒക്കെ AI വെച്ചിട്ടുണ്ട്. അപ്പം ഇപ്പം റീസെൻ്റ് ആയിട്ടാണ് ചോദിച്ചു തുടങ്ങിയത്. അപ്പോൾ അമ്മയുടെ ഇപ്പം അനിയത്തിയാണെങ്കിലും അതിൻ്റെ ബാക്കിലുള്ള ജനറേഷൻ ഇതിനെ പറ്റി അറിയാൻ പോലും ഇല്ല. റീസെൻ്റ്ലി ഒരു എന്താ പറയുക AI സ്കാമിൻ്റെ ഒരു എന്താ പറയുക വീഡിയോ ജനറേറ്റഡ് ഇത് എനിക്ക് അയച്ചു തന്നിട്ട് ഇതിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടെന്നൊക്കെ ചോദിച്ചിരുന്നു. മറ്റേ നമ്മുടെ ആരുടെയാണെന്ന് എനിക്കറിയില്ല, ഒരു 50,000 ഒരു പ്യുവർ എനിക്ക് കണ്ടപ്പോൾ ഞാനും അത് റിയൽ ആണെന്നാണ് വിചാരിച്ചത്. 50,000 നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിന് ഇത്ര രൂപ കിട്ടുമെന്നുള്ളത് ഞാനൊന്ന് ബാക്കിൽ പോയി റിസർച്ച് ചെയ്തപ്പോഴാണ് അറിഞ്ഞത് അത് ആക്ച്വലി ഒരു സ്കാം ആയിരുന്നു. സോ ഒരു നല്ല ആസ്പെക്റ്റും വരും, എപ്പോഴും ഒരു മോശം ആസ്പെക്റ്റും ഇതിന് വരും. ഈ ആക്ച്വലി നമുക്ക് കുറേ സമയം തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഫൈനൽ പരിപാടിയിലേക്ക് നമുക്ക് പോകാം. ഒരു
അടുത്ത അല്ലെങ്കിൽ ഇത് കാണുന്ന ആളുകൾക്ക് ഒരു 3 സ്റ്റെപ്സ് പറയാൻ പറ്റും ഇനി അടുത്തൊരു 5 ഇയേഴ്സിൽ? നിങ്ങളിപ്പോൾ ടെക്നോളജി ബേസിൽ നിൽക്കുന്ന ആളുകളാണ്. അടുത്തൊരു 5 ഇയേഴ്സിൽ എക്സെൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ എന്തൊക്കെ ഒരു 3 കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് എക്സെൽ ചെയ്യാൻ പറ്റും? നിങ്ങൾ ഫസ്റ്റ് തുടങ്ങുന്നോ? ഇല്ല, അത് ബ്രോ തന്നെ പറയുന്നത്. എല്ലാരും 3 വെച്ച് പറഞ്ഞാൽ 9 പോയിന്റ് ആയി. എന്റെ ക്രൂവും പറയും. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ കാര്യം, അത് ആൾക്കാർ ഏറ്റവും കുറച്ച് ഇസ് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. പേഴ്സണലായിട്ട് അത് ഇൻസ്പിറേഷൻ ബുക്സ് വായിച്ചു ഇൻസ്പയർഡ് ആയിട്ട് ബിസിനസ് തുടങ്ങുക അങ്ങനെയല്ല പറഞ്ഞത്. ഓണസ്റ്റ്ലി എന്താണ് AI ചെയ്യാൻ നോക്കുന്നത്? ജസ്റ്റ് നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ബെറ്റർ ആക്കാനാണ് നോക്കുന്നത്. നമ്മളാണ് നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ബെറ്റർ ആക്കിയാൽ, അതായത് നമ്മൾ ഒരിടത്ത് ലോക്ക്ഡ് ആയിട്ടിരിക്കാതെ നമ്മൾ പുറത്തു പോകാതെ നമ്മൾ കൂടുതൽ റിലേഷൻസ് ഉണ്ടാക്കിയോ നമ്മൾ ബേസിക്കലി ഹാപ്പി ആയിട്ടിരുന്നാൽ ഇതിൻ്റെ ഡിപ്പെൻഡൻസ് കുറേയൊക്കെ കുറയും. പക്ഷേ അത് നമുക്ക് പറ്റുന്നില്ല ബിക്കോസ് വെർ ഹോക്ക്. സോ ആ ഒരു ഡോപ്പമൈൻ ഡീറ്റോക്സ് കുറച്ചെങ്കിലും ആൾക്കാർക്ക് പറ്റുമെങ്കിൽ എനിക്ക് തോന്നുന്നു AI കമ്പനീസ് എത്ര പെട്ടെന്ന് അവരുടെ ആ ഫുൾ ഡോമിനേഷൻ എന്നുള്ള പ്ലാൻ അത്രയും ലോങ്ങർ ആയിട്ട് പോകും. ഇഫ് ആൾക്കാർക്ക് കുറച്ചുകൂടെ ഡോപ്പമൈൻ ഡീറ്റോക്സ് ചെയ്ത് സ്വന്തമായിട്ട് ഹാപ്പിയർ ആയിട്ടിരിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് അങ്ങനെ. പിന്നെ എനിക്ക് തോന്നുന്നത് ലോകം ഈസ് ഗോയിങ് ടു എ പ്ലേസ് വെയർ, ഞാനിത് എന്തൊക്കെ പറഞ്ഞാലും പെസിമിസ്റ്റിക് ആയിട്ട് പറയില്ല, ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ പ്ലേസ് വെയർ ആൾക്കാരെല്ലാം ഭയങ്കര AI ഇൻ്റർവൈൻഡ് ആയി പോകും. സോ അറ്റ്ലീസ്റ്റ് വീട്ടുകാരെയൊക്കെ ഒന്ന് എഡ്യൂക്കേറ്റ് ചെയ്യുക. എന്താണ് ലൈക്ക് എന്താണ് AI അല്ലെ എങ്ങനെയാണ് ഇത് ചെയ്യാമെന്ന്. ഞാൻ ഈവൻ പറയുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പം വീട്ടുകാരെ കുറച്ചൊക്കെ ChatGPT ഉപയോഗിക്കുമ്പോഴേക്കും തെറ്റില്ല ചില കാര്യങ്ങളൊക്കെ. സോ പക്ഷേ എന്നാലും ചില ഇപ്പം AI സ്കാംസ് ആണെങ്കിലും അതിനെയൊക്കെ എങ്ങനെ ഒന്ന് മനസ്സിലാക്കണമെന്നോ കാര്യങ്ങൾ പറഞ്ഞു. നേരത്തെ ബ്രോ പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയ ഒരു കോഡ് വേർഡ്, ഇത് ഞാനാണെന്ന് അറിയാനുള്ളൊരു കോഡ് വേർഡ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യുക. ടേക്ക് കെയർ യുവർ സെൽഫ്. ആൻഡ് പിന്നെ അഗൈൻ മൂന്നാമത് നേരത്തെ പറഞ്ഞ പോലെ ക്ലിയർ ആയിട്ട് ആ ഒരു തോട്ട് പ്രോസസ് മനസ്സിൽ വേണം. ഇപ്പോഴും ഒരു ആക്ടറാണ്, ഒരു ഡയറക്ടറല്ല. നമ്മുടെ കയ്യിലാണ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ആ ക്രിയേറ്റിവിറ്റിയും ഈ സാധനം ഇത് ഈ AI ഉണ്ടായത് തന്നെ നമ്മൾ ഡേറ്റ് ചെയ്യുന്നതാണ്. സോ നമ്മളാണ്. സോ അതുകൊണ്ട് കുറേയൊക്കെ ക്രിയേറ്റീവായിട്ട് ഇരിക്കാൻ നോക്കുക. ആൻഡ് AI ഞാനൊരു ബാഡ് കാര്യമെന്ന് പറയുന്നില്ല, എനിക്ക് ടെക്നോളജി ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എന്നാലും നമ്മുടെ ക്രിയേറ്റീവ് ഫ്ലെയർ കളയാതിരിക്കുക. ബിക്കോസ് അത് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ അത് മാത്രമേ നമുക്ക് ചിലപ്പോൾ കാണത്തുള്ളൂ ബാക്കി. സോ അതെ. പിന്നെ ഇത് ഇപ്പൊ എന്റെ സൈഡിൽ നിന്നൊരു പോയിന്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ഇത് എല്ലാവരും ചെയ്യുമെന്നില്ല, പക്ഷെ മാക്സിമം നിങ്ങളുടെ ഒരു ഐഡന്റിറ്റി ഷോ ഓഫ് ചെയ്യാൻ നോക്കുക. ലൈക്ക് ഒരു ഫേക്ക് ഐഡന്റിറ്റി ചെയ്യാതെ. ഇപ്പൊ ഒരുപാട് AI ഇൻഫ്ലുവൻസേഴ്സും എല്ലാം വരുന്നുണ്ട്, പക്ഷെ അത് ലൈക്ക് നമ്മുടെ ഐഡന്റിറ്റി ആയിട്ട് വെളിയിൽ കാണിക്കുന്നതിൽ നല്ലത് നിങ്ങളെ തന്നെ ലൈക്ക് ബ്രാൻഡ് ചെയ്യാൻ നോക്കുക. നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റി ആൾക്കാരുടെ മുമ്പിൽ ഷോ ഓഫ് ചെയ്യാൻ ശ്രമിക്കുക മാക്സിമം. കാര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ഈ വേൾഡ് ഭയങ്കരമായിട്ട് നമുക്ക് പോലും ലൈക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. എന്ത് കാണണം, എന്ത് കാണണ്ട, എന്ത് വിശ്വസിക്കണം, എന്ത് വിശ്വസിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ആ ഒരു കൺഫ്യൂഷൻ നമ്മുടെ ഉള്ളിൽ വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് മാക്സിമം നിങ്ങളെല്ലാവരും റിയൽ ആയിട്ട് നിൽക്കുക. ഈവൻ ഇന്റർനെറ്റ് വരെ വരും. പക്ഷെ ഇതിന് ലൈക്ക് ഡീമറിറ്റ്സും ഉണ്ട്. ലൈക്ക് നമ്മുടെ ഡാറ്റ ചോരുവോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോട്ടോസ് ഒക്കെ അപ്ലോഡ് ആകും. പക്ഷെ നിങ്ങളുടെ പേഴ്സണാലിറ്റി എന്താണോ അത് കാണിക്കാൻ നോക്കുക ബേസിക്കലി. ഈവൻ നിങ്ങൾ ഇനി ഒരു AI അവതാറായിട്ട് നിങ്ങൾ വരികയാണെങ്കിൽ പോലും നിങ്ങളുടെ ഒറിജിനൽ പേഴ്സണാലിറ്റി തന്നെ മാക്സിമം അതിന് കൊടുക്കാൻ നോക്കുക. അത് ചുമ്മാ ജസ്റ്റ് ഫേക്കായി അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെയൊക്കെ തലച്ചോറ് തിന്നുന്ന രീതിയിലുള്ള കണ്ടന്റ്സ് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാതെ കുറച്ചുകൂടെ ലൈക്ക് എല്ലാവർക്കും കണക്ട് ആവുന്ന രീതിയിൽ എല്ലാവരെയും ഒന്ന് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരുന്നുള്ള, അല്ലെങ്കിൽ എല്ലാവരുടെ ലൈഫ് സ്റ്റൈലും ക്വാളിറ്റി ലൈഫും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നുള്ള രീതിയിലുള്ള കണ്ടന്റ്സും കാര്യങ്ങളൊക്കെ ഇടാൻ ശ്രമിക്കുക. ഇത് രണ്ട് പറഞ്ഞു കഴിച്ചു, ഇനി കോട്ട കഴിച്ചു, എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയില്ല. ക്രൂന്ന് പറയാനായിട്ട് അതായത് AI ആയിരിക്കും, AI കറന്റ്ലി AI നമ്മളെ റീപ്ലേസ് ചെയ്യാൻ മാത്രമൊന്നും ആയിട്ടില്ല. അപ്പം നമ്മൾ അതിലേക്ക് അഡാപ്റ്റ് ചെയ്തിട്ട് AI ഉപയോഗിക്കുന്ന ഒരാളായി മാറണം എന്തായാലും. കാരണം അഡാപ്റ്റബിലിറ്റിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം വരുന്നത്. എനിക്ക് തോന്നുന്നു ഈ റീപ്ലേസ് ചെയ്യുന്നത് എപ്പോഴാന്ന് പറഞ്ഞാൽ നമ്മൾ ഫുള്ളി AI ഡിപ്പെൻഡൻ്റ് ആകുമ്പോഴത്തേക്ക് ബേസിക്കലി അത് തന്നെ നമ്മൾ തന്നെയാണ് നമ്മൾ ആക്ച്വലി AI കൊണ്ട് റീപ്ലേസ് ചെയ്യിപ്പിക്കുന്നത്. ലൈക്ക് ഞാൻ പറയും ഇപ്പോൾ എൻ്റെ എല്ലാ വർക്കും ഞാൻ AI കൊണ്ട് ചെയ്യിപ്പിക്കും, ബേസിക്കലി എനിക്കിപ്പോൾ ഒന്നും ചെയ്യില്ല. അപ്പോൾ ബേസിക്കലി ഞാൻ തന്നെയാണ് എൻ്റെ ജോലി കളയുന്നത്. ഞാൻ എൻ്റെ ജോലി AI കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് എനിക്ക് മൊത്തം ജോലി ഇല്ല എന്നുള്ള അവസ്ഥയിലേക്ക് ഞാൻ തന്നെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പിന്നെ കുറ്റം പറയാൻ പാടില്ല, എന്നെ തന്നെ കുറ്റം പറയണത്. പോയി പണിയെടുക്കണോ ചിലപ്പം പണ്ട് നമ്മൾ കൊച്ചായിരുന്നപ്പോൾ നമ്മുടെ വീട്ടുകാർ ജീവിച്ചിരുന്ന ലൈഫ് സ്റ്റൈലിനെ പറ്റിയൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന സമയം വരാൻ കേട്ടോ. അങ്ങനെ ഫോർ എക്സാമ്പിൾ പോകുന്നു, വർക്ക് ചെയ്യുന്നു, എനിക്ക് നല്ലോണം രാവിലെ പോകുന്നു, വർക്ക് ചെയ്ത് തിരിച്ചു വരുമ്പോൾ ഹാപ്പി ഫാമിലി, കൊച്ചുങ്ങൾ എല്ലാവരും സമ്മതിട്ടിരിക്കുന്നു,
ഇപ്പൊ അങ്ങനെ ഒരു ഇതായി മാറി. എല്ലാവർക്കും കുറെ ട്രോമ, കുറെ പ്രശ്നങ്ങൾ. അപ്പൊ അതൊക്കെ വേണ്ടാത്ത ഒരു പക്ഷേ എന്റെ ഒരു കൺസേൺ എന്ന് പറഞ്ഞാൽ ഇനി റിലീജിയൻ എന്തായി മാറുന്നതാണ് ഈ AI ഇങ്ങനെ അത് ആക്ച്വലി അത് ശരിക്കും പറഞ്ഞാൽ ഇന്ന് വരെ ആരും സംസാരിച്ചിട്ടില്ലാത്തൊരു ഇത്രയും കയറി വരുമ്പം ഇനി റിലീജിയൻ ഏത് ലെവലിലേക്ക് പോകും? അത് റിലീജിയനെ വെച്ച് കുറെ പേര് മാർക്കറ്റ് ചെയ്യുന്ന കുറേവരുണ്ട്, കണ്ടോ? അത് okay. ഞാൻ തന്നെ മറ്റേ ഈ ഇടയ്ക്ക് ഒരു സയൻസ് കൺവെൻഷൻ ഉണ്ടായിരുന്നല്ലോ, അതിനകത്ത് ഒരു സ്ക്രീനൊക്കെ വെച്ചിട്ട് മറ്റേ നാരായണ നാരായണ ചോദിച്ചോളൂ. ഞാൻ ആലോചിക്കും എന്താണ് എന്റെ ആവശ്യം. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ കോർപ്പറേറ്റ് ലെവലിൽ ഇപ്പം ആപ്പിൾ, സാംസങ് എന്നൊക്കെ പറയുന്ന പോലെ ആളുകൾ ചിലപ്പം അങ്ങനെ ഇപ്പൊ, കാരണം ഇപ്പൊ കുട്ടികളൊന്നും ഇപ്പൊ റിലീജിയനിലൊന്നും പലതായിട്ടും വിശ്വസിക്കുന്നൊന്നുമില്ല. എല്ലാരും വേറെ രീതിയിലൊക്കെ ചിന്തിച്ചു. എനിക്ക് തോന്നുന്നു കോർപ്പറേഷൻസ് ആയിരിക്കും ഇവരെങ്ങനെ ഇത് പുൾ ഓഫ് ചെയ്യും, എങ്ങനെയൊക്കെ പിന്നെ റിലീജിയൻ എന്നും വേണം എന്ന് പറഞ്ഞ ആൾക്കാർ ഒരു സൈഡിലൊരു ആൾക്കാർ കാണും. അപ്പം ഈ ഒരു ജനറേഷനിൽ ഈ ഇത്ര ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവരെങ്ങനെ ഇത് പുൾ ഓഫ് ചെയ്യും? സംഭവം എന്താണെന്ന് അറിയാം. ഇല്ല, ചർച്ചസ് കുറെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇന്ത്യ എന്ന് പറയുന്ന ഒറ്റ കൺട്രി ആയിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റിയാൽ അത്ര നല്ല. നമുക്ക് എല്ലാവർക്കും ഒരു യൂണിഫൈഡ് ഐഡന്റിറ്റി ഉണ്ട്. കൺട്രി വൈസ് നമുക്ക് വേണമെങ്കിൽ റിലീജിയൻ ആവാം. എന്റെ ഒരു ആഗ്രഹമാണ്, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. ചെയ്യാൻ പോകുന്നത് നോക്കിയോ, ഒരു സ്ഥലത്ത് ഈശോ ഒരു സ്ഥലത്ത് പ്രചോദന എനിക്ക് എന്തായാലും മതങ്ങൾ ഇതിൽ അഡാപ്റ്റ് ആവുമെന്ന കാര്യം എനിക്ക് ഡൗട്ടാണ്. മേജർലി വരുന്ന ഒരു കോൺഫ്ലിക്റ്റ് ആയിരിക്കും. കാര്യം ഇപ്പം ഞാൻ പറഞ്ഞത് ഇപ്പൊ നമ്മളിപ്പോ ചിന്തിക്കേണ്ട ഇപ്പൊ നമ്മുടെയൊക്കെ അച്ഛന്മാരുടെ പ്രായം എന്ന് പറയുന്നത് അത് കഴിഞ്ഞു. ഇനിയിപ്പോ നമ്മുടെ പ്രായം കഴിയുന്നതിന് മുമ്പ് എന്ത് നടക്കും എന്നുള്ളതാണ്. ഞാൻ നേരത്തെ റാറ്റിന്റെ കഥ പറഞ്ഞ പോലെ ആക്ച്വലി ഇനി ഡിസിഷൻ മേക്കേഴ്സ് നമ്മളാണ്. നമ്മൾ ഇതിന് ഇനി എങ്ങനെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നുണ്ട് റിലീജിയന്റെ ഇമ്പാക്ട് ഒത്തിരി സൊസൈറ്റി പഴയ ജനറേഷനിൽ യങ്ങർ ആൾക്കാർക്ക് ഒത്തിരി കുറഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ലൈക്ക് ഇപ്പം ആൾക്കാർ അവസ്ഥയായി ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. ഈ അഡ്വാൻസ്മെന്റിന് എതിരായിട്ടാണ് അവർ പറയുന്നത്, മനസ്സിലായി? അല്ല, എനിക്ക് തോന്നുന്നു ഇത് നമ്മളിത് കേരളത്തിൽ നിന്നാണ് ഇത് സംസാരിക്കുന്നത്. ഇതിന്റെ മുകളിലേക്ക് പോകുന്ന സമയത്ത് അവരെ ഏറ്റവും കൂടുതൽ യൂണിഫൈ ചെയ്യുന്ന ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്ന റിലീജിയനാണ്. നമ്മളൊന്ന് ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ്. അപ്പം നമ്മൾ പല രീതിയിൽ ഇതിനെ ഇപ്പം ഞാൻ ചിന്തിക്കുന്ന പോലെ അല്ല നമ്മൾ ഇവിടെ ഇരിക്കുന്ന 5-6 പേര് ആരും ഇവിടെ അങ്ങനെയല്ല. കാരണം നമ്മൾ എഡ്യൂക്കേറ്റഡ് ആണ്, നമുക്കൊരു പേഴ്സണൽ തിങ്കിങ് സാധനം വന്നു. പക്ഷെ കേരളത്തിന് പുറത്ത് പോകുമ്പോൾ ഇത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ട് ഞാൻ ചെന്നൈയിലൊക്കെ ഇങ്ങനെ പോകുന്ന സമയത്ത് എൻ്റെ തൊട്ട് ബാക്കിൽ നിൽക്കും. എൻ്റെ ഫ്രണ്ട് ഫുൾ ബ്ലോക്ക് ആയിരിക്കും, എന്നാലും എന്നെ ഇങ്ങനെ ഹോൺ അടിച്ചുകൊണ്ടിരിക്കും. എനിക്ക് ദേഷ്യം വരില്ല, കാരണം അവന് ബുദ്ധിയില്ല. അല്ല, ഞാൻ ഓക്കെ അവന് സന്തോഷം തരുന്ന ചിലപ്പോ അതായിരിക്കും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ല, ഞാൻ സിറ്റിനെ വെച്ച് പറഞ്ഞതല്ല ഞാൻ പറയുന്നത്. നമ്മൾ നോർത്തിലേക്ക് അല്ല ഞാൻ ഇങ്ങനെ പറയുന്നത്, നമ്മൾ ഈ നോർത്തിലേക്ക് പോകുന്ന സമയത്ത് കൂടുതൽ ചിന്തിക്കാത്ത ആളുകളാണ്. ശരിയാണ്. അല്ലെന്ന് പറയുന്നില്ല. അല്ല, അതുകൊണ്ട് അത് ചോദിക്കാം. അപ്പൊ അവരിലേക്ക് ഇപ്പൊ എന്ത് പറഞ്ഞാലും അവർ അതുപോലെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അല്ല, എല്ലാം നല്ല, അതൊരു കുറച്ചും കൂടെ വലിയൊരു യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. ഇതിന്റെ ബേസിസിൽ അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഇനിയിപ്പം വേറെ പല ടോപ്പിക്കിലേക്ക് പോയിട്ടില്ല, അതിപ്പം പോകുന്നില്ല. അപ്പം അതാ പറഞ്ഞത്, അത് അവരെല്ലാം അതിൽ തന്നെയാണ് നിൽക്കുന്നത്. അവർക്ക് ഒരു ഐഡിയ ഇല്ല, അവർ ചിന്തിക്കുന്നുമില്ല, അവർക്കൊരു ഐഡിയ ഇല്ല, അവർ എഡ്യൂക്കേറ്റഡും ഇല്ല. അപ്പോൾ സോ ദാറ്റ് ഈ പറഞ്ഞ പോലെ അവർ ഇപ്പം ഈ പറഞ്ഞ വേറെ ആൾക്കാർ വന്ന് പറയുമ്പോഴത്തേക്ക് അവരത് വിശ്വസിക്കുക, അല്ലെങ്കിൽ ഈ റിലീജിയൻ്റെ അണ്ടറിൽ അത് പറയുമ്പോഴത്തേക്ക് അവർ അതിനൊപ്പം പോവുക. ആ ഒരു ഫ്ലോ ആണ് ഇപ്പോൾ കഴിഞ്ഞ് കുറേ നാളിട്ട് നടക്കുന്നത്, ഇപ്പോഴും നടക്കുന്നത്. അതിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, പല പ്രോബ്ലംസ് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ മാറും ബ്രോ, പക്ഷേ എനിക്കിത് മാറുന്നത് തോന്നുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഇപ്പോഴും ഭയങ്കര ഒരു റിലീജിയസ് ഇൻടോക്സിക്കേഷന് നിർത്താൻ പറ്റുന്ന കുറെ കൂടെ പ്രായമുള്ളവരാണ്. യങ് ജനറേഷൻ എന്ന് പറയുമ്പോൾ നമ്മളെപ്പോലെ ഇപ്പം യൂട്യൂബ് ഇൻസ്റ്റയും കണ്ടു വളർത്തുന്ന ആൾക്കാരാണ്. അവരിലേക്ക് ഇതിലേക്കുള്ള ഇൻഫ്ലുവൻസ് കുറച്ചുകൂടി കുറയും. പക്ഷേ ഇപ്പം നമ്മുടെ കേരളത്തിലെ മൈൻഡ് സെറ്റ് അവിടെ എത്താൻ വേണ്ടി ചിലപ്പോൾ ഒരു 4 to 5 years എക്സ്ട്രാ എടുത്തേക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു പോയിന്റിൽ റിലീജിയൻ മാർക്കറ്റ് ചെയ്ത് കൈയടി വാങ്ങാൻ പറ്റുന്ന ഒരു അവസ്ഥ മാറും. അങ്ങനെ ഷിഫ്റ്റ് നടന്നിട്ടില്ല, നടക്കും. നിർത്താലോ. അപ്പൊ എല്ലാവർക്കും താങ്ക് യു. ഈ വീഡിയോക്ക് നമ്മളെല്ലാവരും പൂർണ്ണമായിട്ടുള്ള ഒരു ജസ്റ്റിഫിക്കേഷൻ ചെയ്തു എന്നുള്ള വിശ്വാസത്തിൽ ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാം.